ಆಮೇಲೆ ಹೇಳೋಣ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ಕರ್ತನ ಪವಿತ್ರವಾದ ನಾಮ ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಮಹಿಮೆ ಹೊಂದಲಿ. ഈ പകൽക്കാലം നിങ്ങളോടൊപ്പമായിരിക്കാൻ വലിയവനായ ദൈവം തരുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ಈ ಹಗಲಿನ ಜಾವ ನಿಮ್ಮೊಂದಿಗೆ ಇರುವಂತೆ ದೇವರು ಸಹಾಯ ಮಾಡಿದ್ದಕ್ಕಾಗಿ ಕರ್ತನನ್ನು ಕೊಂಡಾಡುವವನು ಮಹಿಮೆಪಡಿಸುವವನು ಆಗಿದ್ದೇನೆ. കർത്താവിന്റെ എല്ലാ നല്ല വിശ്വസ്തതയും ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആമേൻ പറയുന്നു. ಕರ್ತನ ಎಲ್ಲ ನಂಬಿಗಸ್ತಿಕೆಗಾಗಿ ತುಂಬ ಹೃದಯದಿಂದ ಕರ್ತನಿಗೆ ಕೃತಜ್ಞತೆಯನ್ನು ಸಲ್ಲಿಸುವನಾಗಿದ್ದೇನೆ. ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി ಇಂದು ಹಗಲಿನ ಜಾವದ ಸಮಯ ಚಿಂತನೆಗೆ ಆಧಾರವಾಗಿ എബ്രായർക്ക് എഴുതിയ ലേഖനം ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 11-ാം അധ്യായം ಅದರ 11ನೇ ಅಧ್ಯಾಯ അതിന്റെ 1-ാമത്തെ വാക്യം വായിക്കും. ಅದರ 1ನೇ ವಾಕ್ಯವನ್ನು ಓದಿಕೊಳ್ಳೋಣ. ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 11ನೇ ಅಧ್ಯಾಯ ಅದರ 1ನೇ ವಾಕ್ಯ ಈ ರೀತಿಯಾಗಿ ಬರೆಯಲ್ಪಟ್ಟಿದೆ. ನಂಬಿಕೆಯು ನಾವು ನಿರೀಕ್ಷಿಸುವಗಳ ವಿಷಯವಾಗಿ ಭರವಸೆಯಿಂದಿರುವುದು, ಕಣ್ಣಿಗೆ ಕಾಣದವುಗಳನ್ನು ನಿಜವೆಂದು ತಿಳಿದುಕೊಳ್ಳುವುದು ಆಗಿದೆ ಎಂಬುದಾಗಿ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಒಂದು ನಿಮಿಷ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಮುಚ್ಚಿಕೊಳ್ಳೋಣ. ഒരു നിമിഷം ഇന്ന് പകൽക്കാലത്തെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ಎಲ್ಲ ಜನರು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಇಂದಿನ ಹಗಲ ಜಾವದ ಸೇವೆಯ ಆಶೀರ್ವಾದಕ್ಕೋಸ್ಕರವಾಗಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಪ್ರಾರಂಭಿಸೋಣ. മാനുഷികമായ വാക്കുകളല്ല ഇന്ന് പകൽക്കാലം നമ്മുടെ കാതുകളിൽ കേൾക്കേണ്ടത്. ಮಾನುಷಿಕವಾಗಿರುವಂತಹ ಆಲೋಚನೆಗಳು ಯೋಚನೆಗಳು ಅಲ್ಲ ನಮ್ಮ ಕಿವಿಯಲ್ಲಿ ಕೇಳಬೇಕಾದುದು. ദൈവത്തിന്റെ ഇമ്പമേറിയ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കേണ്ടതിന്, ದೇವರ ಮಧುರವಾಗಿರುವಂತಹ ಶಬ್ದ ನಮ್ಮ ಕಿವಿಗಳಿಗೆ ಕೇಳಿಸುವಂತೆ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഇന്ന് പകൽക്കാലം സംസാരിക്കേണ്ടതിന്, ದೇವರ ಪವಿತ್ರಾತ್ಮನು ಇಂದಿನ ಹಗಲಿನ ಜಾವದಲ್ಲಿ ನಮ್ಮ ಸಂಗಡ ಮಾತನಾಡುವುದಕ್ಕಾಗಿ, പരിശുദ്ധാത്മാവ് ചില വിടുതലുകൾ നമ്മുടെ മധ്യത്തിൽ കൈമാറേണ്ടതിന്, ಪವಿತ್ರಾತ್ಮನು ಬಿಡುಗಡೆಯನ್ನ ನಮಗೆ ದಯಪಾಲಿಸುವುದಕ್ಕಾಗಿ, സ്വർഗീയ ദൂതന്മാരുടെ ഒരു വിസിറ്റേഷൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടേണ്ടതിന്, ಪರಲೋಕದ ದೂತರ ಸಂದರ್ಶನ ಇಂದಿನ ಹಗಲ ಜಾವದಲ್ಲಿ ಪ್ರಕಟವಾಗುವುದಕ್ಕಾಗಿ, നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ ചില വിടുതലുകൾ വെളിപ്പെടേണ്ടതിന്, ನಮ್ಮ ರಹಸ್ಯ ಪರಸ್ಯವಾಗಿರುವಂತಹ ಜೀವನದಲ್ಲಿ ಕೆಲವು ಬಿಡುಗಡೆಯನ್ನ ದೇವರು ದಯಪಾಲಿಸುವುದಕ್ಕಾಗಿ ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ച് അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ಒಂದು ನಿಮಿಷ ಎಲ್ಲ ಪ್ರಿಯರು ಕಣ್ಣುಗಳನ್ನ ಮುಚ್ಚಿ ಬಾಯಿಗಳನ್ನ ತೆರೆದು ಪ್ರಾರ್ಥಿಸಿ ಪ್ರಾರಂಭಿಸೋಣ. കഴിവതും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ചാട്ടെ. ಸಾಧ್ಯವಾದಷ್ಟು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಅನ್ಯ ಭಾಷೆಗಳಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಪ್ರಾರಂಭಿಸೋಣ. പകൽക്കാലം അധരം തുറന്ന് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ಈ ಹಗಲಿನ ಜಾವದಲ್ಲಿ ನೀನು ಬಾಯಿ ತೆರೆದು ಪ್ರಾರ್ಥಿಸುವುದಕ್ಕೆ ಸಿದ್ಧನಾಗುವುದಾದರೆ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കരത്തിൽ ചില വിടുതലുകൾ കൈമാറുന്ന പകലായിരിക്കും. ದೇವರ ಆತ್ಮನು ಇಂದಿನ ಹಗಲ ಜಾವದಲ್ಲಿ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬಿಡುಗಡೆಯನ್ನ ದಯಪಾಲಿಸುವುದಕ್ಕೆ ನಂಬಿಗಸ್ತನು. ഇന്ന് പകൽക്കാലം അസാധാരണമായ ഒരു വിടുതൽ എന്റെ കരത്തിൽ കൈമാറണമെന്ന ആഗ്രഹത്തോടെ ആരിതിന്റെ നടുവിൽ പ്രാർത്ഥിക്കുന്നുവോ, ಇಂದು ಹಗಲ ಜಾವದಲ್ಲಿ ಅತ್ಯಂತವಾಗಿರುವಂತಹ ಒಂದು ಬಿಡುಗಡೆಯನ್ನ ನನಗೆ ದೇವರು ದಯಪಾಲಿಸಬೇಕು ಎಂಬುದಾಗಿ ಯಾರು ಬಯಸ್ತಾ ಇದ್ದಾರೋ അവരുടെ ജീവിതത്തിൽ പുതിയൊരു വിടുതൽ കൈമാറി ಅವರ ಜೀವಿತದಲ್ಲಿ ಹೊಸದಾಗಿರುವಂತಹ ಒಂದು ಬಿಡುಗಡೆಯನ್ನ ದೇವರು ದಯಪಾಲಿಸಿ അടുത്തൊരു മേഖലയിലേക്ക് അവരെ നടത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന് ദൈവിക പദ്ധതി ഉണ്ടെന്ന് ഇന്ന് വിശ്വസിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ದೇವರ ಆತ್ಮನಿಗೆ ಇನ್ನೊಂದು ಹಂತಕ್ಕೆ ನಮ್ಮನ್ನ ತಲುಪಿಸುವುದಕ್ಕೆ ಮನಸ್ಸಿದೆ ಎಂಬುದಾಗಿ ತಿಳಿದುಕೊಳ್ಳುವವರು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಕರ್ತನನ್ನ ಮಹಿಮೆಪಡಿಸ್ತಾ ಇರೋಣ. അല്പസമയം ചില മിനിറ്റുകൾ ആത്മാവിലൊന്ന് പോരാടിയാട്ടെ. ಸ್ವಲ್ಪ ನಿಮಿಷಗಳ ಕಾಲ ಆತ್ಮದಲ್ಲಿ ಹಲ್ಲೆಲೂಯ ಪ್ರಾರ್ಥಿಸಿ ಹೋರಾಡೋಣ. ಓ ಕರ್ತನೇ, ನಿಮಗೆ ಸ್ತೋತ್ರ. ಹುಡಗನಗರಿಯಾರಗಲ್ ಖಮನಗರಗಸಿ ವೈಷನಾದಿಗಲ್ ಖಮನೆ ಅಧರಾದಿಗಲ್ ಖಮನಗರಗಡಗಸಿ ಹುಡಮನಬಲ ವೌಷಂಧರಾದಿಗಲ್ ಖಮನಗಡಗಂ ಅಧುರಿಬಿಲಿ ವೌಷೇರಿವಾದಿಗಲ್ ಖನಾರಿಗಾದಿಗಂಧಿ ಅಢಬಾನಗನಗರಿಯಾಲ್ ಖನಾದಿಗಸಿ വൈഷനഗരാദിഘടകം മധുരബല വൗഷകേരികൾ ഖനെ പുരാരഗാദികൾ ഖനാരഗസിയ യേശുവിന്റെ നാമത്തിൽ പുരബല വൗഷകനാദിഘടകം വൈഷനാദിഗന്ധി മധുരബല വൗഡാരബാലവ ശന്ധരാദികൾ ഖന അധരാദികൾ ഖനെ വൈഷേരിവാദിഘടകം ഉദരമാന ഘടകൽ ഖമനഗരഗസി യേശുവിന്റെ നാമത്തിൽ ദേവരാത്മന സാന്നിധ്യ പുരബലവല ഗരിയാരകൾ ഖമന വൈഷേരിഗനേദികൾ ഖമ അധുരാജനാദികൾ ഖമനഗര
രഹസ്യ. പരിശുദ്ധാത്മാവേ, ಹಲ್ಲೆಲೂಯ. അങ്ങ് ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണമേ. ಪವಿತ್ರಾತ್ಮನ ದೇವರೇ, ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಸ್ವಾಮಿ ನೀವು ಕಾರ್ಯ ಮಾಡಿರಿ. അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ಕರ್ತನೇ, ನೀವು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇಲ್ಲದಿದ್ದರೆ ನಮಗೆ ಏನು ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. അങ്ങ് ജനത്തിന്റെ മുറിവിനെ കെട്ടണമേ. ಕರ್ತನೇ, ನೀವು ಜನರ ಗಾಯಗಳನ್ನು ಕಟ್ಟಬೇಕು, അവരുടെ വേദനകളെ മാറ്റണമേ. ಅವರ ನೋವುಗಳನ್ನು ನೀಗಿಸಬೇಕು ಸ್ವಾಮಿ. അവരുടെ പ്രയാസങ്ങളെ നീക്കണമേ. ಅವರ ಪ್ರಯಾಸಗಳನ್ನು ನೀಗಿಸಿರಿ ಕರ್ತನೆ. ഒരു വിടുതൽ അവരുടെ കരത്തിൽ കൈമാറണമേ. ಒಂದು ಬಿಡುಗಡೆಯನ್ನು ಅವರ ಹಸ್ತಗಳಲ್ಲಿ ನೀನು ಕರ್ತನೆ ದಯಪಾಲಿಸಬೇಕು. ഈ പകൽക്കാലം ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായി സ്തോത്രം. ಯಾಗಲ್ಲ ಜಾವದಲ್ಲಿ ನೀವು ನಮಗೆ ದಯಪಾಲಿಸುವಂತಹ ವಾಕ್ಯಕ್ಕಾಗಿ ಸ್ತೋತ್ರ. ഇന്ന് പകലിൽ ആ വചനം ജനത്തിന്റെ ഹൃദയത്തിൽ സ്വർഗം കൈമാറുന്നതിനായി സ്തോത്രം. ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಆ ವಾಕ್ಯದ ಹಾಲ್ಕಡ ವಾಕ್ಯವನ್ನು ಜನರ ಹೃದಯದಲ್ಲಿ ನೀವು ದಯಪಾಲಿಸುವುದಕ್ಕಾಗಿ ಅವರ ಹೃದಯದಲ್ಲಿ ಹಸ್ತಾಂತರಿಸುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. വചനത്തിന്റെ വിടുതൽ കൈമാറുന്നതിനായി സ്തോത്രം. ವಾಕ್ಯವು ಅದರ ಬಿಡುಗಡೆಯನ್ನ ಹಸ್ತಾಂತರಿಸುವುದಕ್ಕಾಗಿ ಸ್ತೋತ್ರ. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സാന്നിധ്യവും കൂട്ടായ്മയും ആദിയോടന്തം ഞങ്ങളുടെ മേൽ അയക്കുന്നതിനായി സ്തോത്രം. ಪವಿತ್ರಾತ್ಮನಾದ ದೇವರ ಅನ್ಯೋನ್ಯತೆ ಸಹವಾಸ ಆದಿಯಿಂದ ಅಂತ್ಯದವರೆಗೂ ನಮ್ಮ ಸಂಗಡ ನೀವು ದಯಪಾಲಿಸುವುದಕ್ಕಾಗಿ ನಿಮಗೆ ಸ್ತೋತ್ರ. തിരുവചനവുമായി നിൽക്കുന്ന അടിയങ്ങളെ താഴ്ത്തുന്നു. ನಿಮ್ಮ ವಾಕ್ಯದೊಂದಿಗೆ ನಿಂತಿರುವಂತಹ ನಮ್ಮನ್ನ ನಿಮ್ಮ ಪಾದ ಬಳಿಗೆ ತಗ್ಗಿಸುತ್ತಾ ಇದ್ದೇವೆ. ഒരുമിച്ച് അനുഗ്രഹിച്ചാട്ടെ. ಒಟ್ಟಿಗೆ ನಮ್ಮನ್ನ ಆಶೀರ್ವದಿಸಿರಿ. പരിശുദ്ധാത്മാവ് നിയോഗിക്കാത്ത വാക്കുകളോ ആലോചനകളോ പറയുവാൻ ದೇವರಾತ್ಮನೇ, ನಿಮ್ಮ ನಿಯೋಗವಿಲ್ಲದಂತಹ ಯಾವ ಮಾತುಗಳನ್ನು ಆಲೋಚನೆಗಳನ್ನು ಹೇಳೋದಕ್ಕೆ അനുവദിക്കാതെ ഞങ്ങളുടെ അധരത്തെ കടിഞ്ഞാണിട്ട് കാക്കണമേ. ಅನುಮತಿಸದೆ ನಮ್ಮ ಬಾಯಿಗಳನ್ನ ಕರ್ತನೆ ನೀವು ಕಡಿವಾಣದಿಂದ ಕಾದು ಕಾಪಾಡಬೇಕು. പ്രാർത്ഥന കേൾക്കും. ಪ್ರಾರ್ಥನೆ ಕೇಳಿದಕ್ಕೆ ಸ್ತೋತ್ರ. മഹത്വം പൊന്നു തിരുമേനിക്ക്. ಮಹಿಮೆ ನಿಮಗೆ ನಾ ಸ್ವಾಮಿ. യേശുവിൻ നാമത്തിൽ തന്നെ ಸ್ವಾಮಿ ನಾಮದಲ್ಲಿ ಬೇಡ್ತೇವೆ. കരമുയർത്തി കർത്താവിന് ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಒಂದು ಒಳ್ಳೆಯ ಆಮೇನ್ ಹೇಳೋಣ. ഇബ്രായ ലേഖനം 11-ാം അധ്യായമാണ് നാം ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ 11ನೇ ಅಧ್ಯಾಯ ನಾವು ಇಂದಿನ ಹಗಲ ಜಾವದಲ್ಲಿ ಚಿಂತನೆಗೆ ಆಧಾರವಾಗಿ ಓದಿದ್ದೇವೆ. ഈ ലേഖനം ആരെഴുതിയെന്നോ ഒന്നും വലിയ തെളിവൊന്നുമില്ല. ಈ ಪತ್ರಿಕೆಯನ್ನ ಯಾರು ಬರೆದರು ಎಂಬುದಾಗಿ ದೊಡ್ಡ ತಿಳುವಳಿಕೆ ಏನಿಲ್ಲ. പക്ഷേ ഈ ലേഖനം നാം വായിക്കുമ്പോൾ ഇതിന്റെ സ്വഭാവം നാം മനസ്സിലാക്കുമ്പോൾ ಆದರೆ ಈ ಪತ್ರಿಕೆಯನ್ನ ನಾವು ಓದುವಾಗ ಇದರ ಗುಣ ಸ್ವಭಾವಗಳನ್ನ ತಿಳಿದುಕೊಳ್ಳುವಾಗ ഇതിന്റെ എഴുത്ത് നമുക്ക് മനസ്സിലാക്കാൻ ഇതിന്റെ എഴുത്ത് നാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ಇದರ ಬರವಣಿಗೆಯ ಶೈಲಿಯನ್ನ ನಮಗೆ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂಥದ್ದು പൗലോസ് അപ്പോസ്തലനാൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ಅಪೊಸ್ತಲರಾಗಿರುವಂತಹ ಪೌಲರ ಮುಖಾಂತರವಾಗಿ ಬರೆಯಲ್ಪಟ್ಟಂತಹ ಒಂದು ಪತ್ರಿಕೆ ಎಂಬುದಾಗಿ ನಮಗೆ ತಿಳಿಯುವುದಕ್ಕೆ ಸಾಧ್ಯ. കാരണം പൗലോസ് അപ്പോസ്തലന്റെ മറ്റ് ഇതര ലേഖനങ്ങളുമായി വളരെ സാമ്യമുള്ള ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ಪೌಲರು ಬರೆದಿರುವಂತಹ ಇತರ ಪತ್ರಿಕೆಗಳಿಗೆ ಪತ್ರಿಕೆಗಳ ರೀತಿಯಾಗಿ ಅಥವಾ ಪತ್ರಿಕೆಗಳೊಂದಿಗೆ ಬಹಳ ಸಾಮ್ಯವಿರುವಂತಹ ಪತ್ರಿಕೆಯಾಗಿದೆ ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ. ನ್ಯಾಯಪ್ರಮಾಣത്തിന്റെ അറിവില്ലാത്ത ഒരാൾക്ക് ഇത് എഴുതാൻ സാധ്യമല്ല. ಧರ್ಮಶಾಸ್ತ್ರದ ಅರಿವಿಲ್ಲದಂತಹ ಒಬ್ಬ ವ್ಯಕ್ತಿಗೆ ಇದನ್ನ ಬರೆಯುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. ನ್ಯಾಯಪ್ರಮಾണം നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ എബ്രായ ലേഖനം എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ಧರ್ಮಶಾಸ್ತ್ರದ ಕುರಿತಾಗಿ ಚೆನ್ನಾಗಿ ತಿಳಿದಿರುವಂತಹ ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಮಾತ್ರವೇ ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯನ್ನ ಬರೆಯುವುದಕ್ಕೆ ಸಾಧ್ಯ. അപ്പോസ്തലനായ പൗലോസിന്റെ വിദ്യാഭ്യാസ യോഗ്യത വെച്ച് നോക്കുമ്പോൾ ഏകദേശം 19 കൊല്ലം താൻ ന്യായപ്രമാണം പഠിച്ച ഒരു വ്യക്തിയാണ്. ಅಪೊಸ್ತಲರಾಗಿರುವಂತಹ ಪೌಲರ ಜೀವಿತವನ್ನ ಕುರಿತಾಗಿ ನಾವು ಕಲಿಯುವಾಗ ಹೆಚ್ಚು ಕಡಿಮೆ 19 ವರ್ಷಗಳ ಕಾಲ ಈ ಧರ್ಮಶಾಸ್ತ್ರದ ಕುರಿತಾಗಿರುವಂತಹ ಅಧ್ಯಯನವನ್ನ ಮಾಡಿರುವಂತಹ ಮನುಷ್ಯರಾಗಿದ್ದಾರೆ. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനെ അനുമാനിക്കാം എബ്രായ ലേഖന കർത്താവ് പൗലോസ് തന്നെയാണ്. ಅದರ ಅಡಿಪಾಯದಲ್ಲಿ ಅಥವಾ ಆ ಗ್ರಂಥಕರ್ತ ಅಥವಾ ಆ ರೀತಿಯಾಗಿ ಈ ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ ಅದರ ಶೈಲಿಯನ್ನ ಕುರಿತಾಗಿ ನಮಗೆ ನಾವು ಚಿಂತಿಸುವಾಗ ನಮಗೆ ಅದನ್ನ ಈ ರೀತಿಯಾಗಿ ಚಿಂತೆ ಮಾಡಬಹುದು. ಅಪೊಸ್ತಲರಾಗಿರುವಂತಹ ಪೌಲರೇ ಆಗಿದ್ದಾರೆ ಈ ಪತ್ರಿಕೆಯನ್ನ ಬರೆದಿರುವಂಥದ್ದು ಎಂಬುದಾಗಿ. എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 11-ാം അധ്യായം എഴുതുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് വിശ്വാസത്തിന് ഒരു അസാധാരണമായ ഡെഫിനിഷൻ കൊടുത്താണ് താൻ ആരംഭിക്കുന്നത്. ಅಪೊಸ್ತಲರಾಗಿರುವಂತಹ ಪೌಲರು ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ ಅದರ 11ನೇ ಅಧ್ಯಾಯವನ್ನ ಪ್ರಾರಂಭಿಸುವಾಗ ನಂಬಿಕೆಯ ಕುರಿತಾಗಿರುವಂತಹ ಒಂದು ಡೆಫಿನೇಷನ್ ಅನ್ನ ಕೊಟ್ಟು ಅದನ್ನ ಪ್ರಾರಂಭಿಸುವುದನ್ನ ನಮಗೆ ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ഇവിടെ പറയുന്നു വിശ്വാസം എന്നതോ, ಇಲ್ಲಿ ಹೇಳುತ್ತದೆ ನಂಬಿಕೆಯು
ആശിക്കുന്നതിന്റെ ഉറപ്പും ನಾವು ನಿರೀಕ್ಷಿಸುವಗಳ ವಿಷಯವಾಗಿ ಭರವಸೆದಿಂದಿರುವುದು കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ಕಣ್ಣಿಗೆ ಕಾಣದವುಗಳನ್ನು ನಿಜವೆಂದು ತಿಳಿದುಕೊಳ್ಳುವುದು ಆಗಿದೆ. കരമുയർത്തി കർത്താവിന് ഒരു നല്ല ആമേൻ പറഞ്ഞാൽ ಹಸ್ತಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಒಂದು ಒಳ್ಳೆಯ ಆಮೇನ್ ಹೇಳೋಣ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിന്റെ ഒരു സ്വഭാവം വരച്ചു കാട്ടുകയാണ്. ಇಲ್ಲಿ ಅಪೊಸ್ತಲರಾಗಿರುವಂತಹ ಪೌಲರು ನಂಬಿಕೆಯ ಒಂದು ಗುಣವನ್ನ ಅಥವಾ ಸ್ವಭಾವವನ್ನ ಅಲ್ಲಿ ಹೇಳುವುದನ್ನು ನಮಗೆ ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ഇപ്പൊ നമ്മോട് എല്ലാരും ചോദിക്കും, വിശ്വാസത്തിലാണോ? ಎಲ್ಲರೂ ನಮಗೆ ಕೇಳುತ್ತಾರೆ, ನೀವು ನಂಬಿಕೆಯಲ್ಲಿದ್ದೀರೋ? രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പറയുന്നത് ഞാൻ വിശ്വാസത്തിൽ വന്നു. ನಾವು ರಕ್ಷಣೆ ಹೊಂದಿದ ನಂತರವಾಗಿ ನಾವು ಹೇಳ್ತೇವೆ ನಾವು ವಿಶ್ವಾಸದಲ್ಲಿದ್ದೇನೆ ಎಂಬುದಾಗಿ, ನಾನು ನಂಬಿಕೆಯಲ್ಲಿ ಬಂದಿದ್ದೇನೆ ಎಂಬುದಾಗಿ. പ്രിയരെ, നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ്, അല്ലെ എന്താണ് വിശ്വാസത്തിന്റെ അർത്ഥം, വിശ്വാസത്തിന്റെ തലം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ಪ್ರಿಯರೇ, ನಾವು ಒಂದು ಆವರ್ತಿಯಾದರೂ ನಂಬಿಕೆ ಅಂದರೆ ಏನು, ಅದರ ಆ ಒಂದು ಹಂತ ಏನು ಎಂಬುದಾಗಿ ನಾವು ಚಿಂತಿಸಿದೆವೋ? ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വിശ്വാസത്തിന്റെ ഒരു അസാധാരണമായ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നു. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവും ആശിക്കുന്നതിന്റെ ഉറപ്പുമാണ് വിശ്വാസം. ಅಪೊಸ್ತಲರಾಗಿರುವಂತಹ ಪೌಲರು ನಂಬಿಕೆ ಕುರಿತಾಗಿ ಒಂದು ಒಳ್ಳೆಯ ಕಾರ್ಯವನ್ನ ಇಲ್ಲಿ ಬರೆದಿರುವುದನ್ನು ನಮಗೆ ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ಅದೇನೆಂದರೆ ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಹೇಳಿರುವ ರೀತಿಯಾಗಿ ಕಣ್ಣಿಗೆ ಕಾಣದೆ ಇರುವವುಗಳನ್ನು ನಿಜವೆಂದು ತಿಳಿದುಕೊಳ್ಳುವುದು, ಆಲಿಸುವ ನಿರೀಕ್ಷಿಸುವವುಗಳ ವಿಷಯವಾಗಿ ಭರವಸೆಯಿಂದಿರುವುದು ಆಗಿದೆ ಎಂಬುದಾಗಿ. എബ്രായ ലേഖനം 11 അധ്യായം നാം താഴോട്ട് സസൂക്ഷ്മം പഠിക്കുമ്പോൾ, ಇಬ್ರಿಯರಿಗೆ ಬರೆದ ಪತ್ರಿಕೆ ಅದರ 11ನೇ ಅಧ್ಯಾಯವನ್ನ ನಾವು ಬಹಳ ಸೂಕ್ಷ್ಮವಾಗಿ ಪರಿಶೋಧಿಸುವಾಗ ಅಥವಾ ಕಲಿಯುವಾಗ 17 വിശ്വാസ നായകന്മാരെ കുറിച്ച് പൗലോസ് അവിടെ പറയുന്നുണ്ട്. 17 ನಂಬಿಕಸ್ಥಿಗರಾಗಿರುವಂತಹ ಮನುಷ್ಯರನ್ನ, ನಂಬಿಕೆ ವೀರರಾಗಿರುವಂತಹ ಮನುಷ್ಯರನ್ನ ಅಲ್ಲಿ ಬರೆದಿರುವುದನ್ನು ನಮಗೆ ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯ. അപ്പോൾ ഈ അധ്യായത്തിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള അർത്ഥം, അല്ലെങ്കിൽ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഫെയ്ത്ത് ആണ്, വിശ്വാസമാണ്. ಈ ಅಧ್ಯಾಯದಲ್ಲಿ ಅದು ಬರೆಯಲ್ಪಟ್ಟಿರುವ ಅಥವಾ ಹೇಳಲ್ಪಟ್ಟಿರುವಂತಹ ವಿಷಯ ನಂಬಿಕೆಯಾಗಿದೆ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എന്താ വിശ്വാസം? ಹಾಗಾದರೆ ನಾನು ಕೇಳಲೆ, ಏನು ನಂಬಿಕೆ? ബൈബിള് മീനിങ് തരുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഇത് ബൈബിളിന്റെ മീനിങ്ങാ. അത് ದೇವರ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മനസ്സിനകത്ത് എന്താ വിശ്വാസത്തിന്റെ അർത്ഥം എന്താ? ದೇವರ ವಾಕ್ಯದಲ್ಲಿ ಹೇಳುತ್ತದೆ ಈ ರೀತಿಯಾಗಿ, ನಾವು ನಂಬಿಕೆಯು ನಾವು ನಿರೀಕ್ಷಿಸುವವುಗಳ ಮೇಲೆ ವಿಷಯವಾಗಿರುವಂತಹ ಭರವಸೆವು ಕಣ್ಣಿಗೆ ಕಾಣದವುಗಳನ್ನು ನಿಜವೆಂದು ತಿಳಿದುಕೊಳ್ಳುವುದು ಆಗಿದೆ. ಅದು ವೇದ ಅಥವಾ ಸತ್ಯವೇದವು ತಿಳಿಸುವಂತಹ ಒಂದು ಡೆಫಿನೇಷನ್ ಆಗಿದೆ. ಆದರೆ ನಾವು ಇದರಿಂದ ಏನನ್ನ ತಿಳಿದುಕೊಂಡಿದ್ದೇವೆ, ನಮಗೆ ಏನನ್ನ ಇದರಿಂದ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು? ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ಪ್ರಿಯರೇ ಗಮನಿಸಿರಿ. ഒരു ബാങ്ക് ഇടപാട് നടത്തുമ്പോൾ, ಒಂದು ಹಣಖಾತೆಯ ವ್ಯವಹಾರವನ್ನ ನಾವು ನಡೆಸುವಾಗ, ബാങ്കിൽ നിന്ന് ഒരാള് ഒരു കുറച്ച് പണം എടുക്കുമ്പോൾ, ಹಣ ಬ್ಯಾಂಕಿನಿಂದ ಒಬ್ಬ ಮನುಷ್ಯ ತೆಗೆಯುವಾಗ മറ്റൊരാളെയും കൂടി നിർത്തിക്കൊണ്ട് എടുക്കുന്നത്, ಇನ್ನೊಬ್ಬರನ್ನ ನಿಲ್ಲಿಸಿ ಆ ಹಣವನ್ನ ಖರೀದಿ ಮಾಡುತ್ತಾರೆ. അതെന്തിനാ എടുക്കുന്നത്? ಅದು ಯಾಕೆ ತೆಗೆದುಕೊಳ್ಳುತ್ತಾರೆ? ഈ പണം എടുക്കുന്നയാളും പണം ഇടപാട് നടത്തുന്ന സ്ഥാപനവും തമ്മിലല്ലേ ഡീലിങ്സ്? ಹಣ ತೆಗೆದುಕೊಳ್ಳುವಂತಹ ಮನುಷ್ಯನು ಮತ್ತು ಹಣವನ್ನ ಕೊಡುವಂತಹ ಮನುಷ್ಯನು, ಅವರಿಬ್ಬರ ಮಧ್ಯದಲ್ಲಿರುವಂತಹ ವ್ಯವಹಾರವಲ್ಲವೇ? ഇതിന്റെ ഇടയിൽ എന്തിനാ മറ്റൊരു വ്യക്തിയെ കൊണ്ട് നിർത്തുന്നത്? ಇದರ ಮಧ್ಯದಲ್ಲಿ ಯಾಕೆ ಇನ್ನೊಂದು ವ್ಯಕ್ತಿಯನ್ನ ತಂದು ನಿಲ್ಲಿಸಿದ್ದಾರೆ? ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള പരിചയമേ ഉള്ളൂ. ನಾನೊಂದು ಹೇಳ್ತೇನೆ, ಈಗ ನಿಮಗೆ ನನ್ನ ಕುರಿತಾಗಿರುವಂತಹ ಪರಿಚಯ, ನಾನಿಲ್ಲಿ ನಿಂತಿರುವುದರಿಂದಿರುವಂತಹ ಪರಿಚಯ ಮಾತ್ರ. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരനോട്, ഒരു സഹോദരിയോട്, ಇಲ್ಲಿ ಇರುವಂತಹ ಯಾವುದಾದ್ರೂ ಒಂದು ಸಹೋದರನೊಂದಿಗೆ ಅಥವಾ ಸಹೋದರಿಯೊಂದಿಗೆ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് 1 ലക്ഷം രൂപ കടമായി തരുമോ? ഞാൻ 1 മാസത്തിനകത്ത് അത് തിരിച്ചു തന്നുകൊള്ളാം. ನಾನು ಕೇಳುತ್ತಿದ್ದೇನೆ, ನೀವು 1 ಲಕ್ಷ ರೂಪಾಯಿಯನ್ನ ನನಗೆ ನೀವು ಸಾಲವಾಗಿ ಕೊಡಬೇಕು, ಅದನ್ನು 1 ತಿಂಗಳ ನಂತರವಾಗಿ ನಾನು ನಿಮಗೆ ತಿರುಗಿ ಕೊಡುತ್ತೇನೆ ಎಂಬುದಾಗಿ. നിങ്ങൾ എനിക്ക് തരുവോ? ನೀವು ನನಗೆ ಕೊಡ್ತೀರೋ? തരുവോ? ഹലോ, നിങ്ങൾ എനിക്ക് തരുവോ? ನೀವು ನನಗೆ ಆ ದುಡ್ಡನ್ನ, ನಾನು ಕೇಳಿದಂತಹ ದುಡ್ಡನ್ನ ನೀವು ಕೊಡ್ತೀರಾ? ಇಲ್ಲ. എന്താ കാരണം? ಏನು ಕಾರಣ? നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, ನಿಮಗೆ ನನ್ನ ಕುರಿತಾಗಿ ಗೊತ್ತಿಲ್ಲ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല, ನಿಮಗೆ ನನ್ನನ್ನ ನಂಬಿಕೆ ಇಲ್ಲ. ഞാൻ ഇനി ഒരു പാസ്റ്ററാണ്, ನಾನೊಂದು ಪಾಸ್ಟರ್ ಆಗಿದ್ದೇನೆ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ വന്ന ഒരാളാണ്, ನಾನು ನಿಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಸೇವೆ ಮಾಡೋದಕ್ಕೋಸ್ಕರ ಬಂದಂತಹ ಒಬ್ಬ ಮನುಷ್ಯ. മാത്രമേ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയത്തുള്ളൂ. ಅದು ಮಾತ್ರವೇ ನಿಮಗೆ ನನ್ನ ಕುರಿತಾಗಿ ತಿಳಿದಿರುವಂತದ್ದು. ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം, ಅದಕ್ಕಿಂತಲೂ ಹೆಚ್ಚಾಗಿ ನಿಮಗೆ ತಿಳಿದಿರುವಂತಹ ಒಂದು ವಿಷಯ, ഞാൻ മലയാളിയാണ്, ನಾನು ಮಲಯಾಳಿ ಆಗಿದ್ದೇನೆ, കേരളത്തിൽ താമസിക്കുന്ന ഒരാളാണ്, ನಾನು ಕೇರಳದಲ್ಲಿ ವಾಸ ಮಾಡುವನಾಗಿದ್ದೇನೆ. മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ಇಷ್ಟು ಮಾತ್ರವೇ ನನ್ನ ಕುರಿತಾಗಿ ನಿಮಗೆ ತಿಳಿದಿರುವುದು. നിങ്ങൾ എനിക്ക് ഒരിക്കലും ആ പണം
തരാൻ സാധ്യതയില്ല. ಆದುದರಿಂದ ನೀವು ಯಾವತ್ತಿಗೂ ಆ ಹಣವನ್ನು ನನಗೆ ದಯಪಾಲಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. അതേ ಸಮಯ നിങ്ങളുടെ ചർച്ചിലുള്ള ನಿಮ್ಮ ಸಭೆಯಲ್ಲಿರುವ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കലിരിക്കുന്ന ಅಥವಾ ನಿಮ್ಮ ಹತ್ತಿರ ಇರುವಂತಹ വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാൽ, ವ್ಯಕ್ತಿಗಳು ಆ ಕಡೆ ಈ ಕಡೆ ಕೇಳಿದರೆ, നിങ്ങൾ യാതൊരു സംശയവും കൂടാതെ, ನೀವು ಯಾವ ಸಂದೇಹವಿಲ್ಲದೆ, മറ്റൊരാളുടെയും സഹായമില്ലാതെ, ಇನ್ನೊಬ್ಬರ ಸಹಾಯವಿಲ್ಲದೆ നിങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും. ನೀವು ಅದನ್ನ ಆ ಕಡೆ ಈ ಕಡೆ ನೀವು ಅದನ್ನ ಶೇರ್ ಮಾಡ್ತೀರಿ. അതാണ് നമ്മുടെ ഇടയിലുള്ള വിശ്വാസം. ಅದಾಗಿದೆ ನಮ್ಮ ಮಧ್ಯದಲ್ಲಿರುವಂತಹ ನಂಬಿಕೆ. അങ്ങനെയാണെങ്കിൽ ಆ ರೀತಿಯಾಗಿದ್ದರೆ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬೋದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರೋ? ദൈവം നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോകുന്നു. ದೇವರು ನಿನಗೋಸ್ಕರವಾಗಿ ಕೆಲವನ್ನ ಮಾಡೋದಕ್ಕಿದ್ದಾರೆ. മറ്റൊരാളുടെയും ഇടനിലയില്ലാതെ, ಇನ್ನೊಬ್ಬರ ಮಧ್ಯಸ್ಥಿಕೆ ಇಲ್ಲದೆ, നീയും ദൈവവും തമ്മിൽ കണക്ട് ആകാൻ പോകുന്ന ചില ನೀನು ಮತ್ತು ದೇವರೊಂದಿಗೆ ಇರುವಂತಹ ಆ ಒಂದು ಕನೆಕ್ಷನ್ ಅನ್ನು ಅಥವಾ ಅದನ್ನು ದೃಢಪಡಿಸುವುದಕ್ಕಿರುವ ಸಮಯವಾಗಿದೆ. നിന്റെ ആവശ്യങ്ങളുടെ മുൻപിൽ, ನಿನ್ನ ಅವಶ್ಯಕತೆಯ ಮುಂದೆ മറ്റൊരാളെ ഇടനില നിൽക്കാതെ, ಇನ್ನೊಬ್ಬರನ್ನ ಮಧ್ಯಸ್ಥಿಕನಾಗಿ ನಿಲ್ಲಿಸದೆ, നീയും ദൈവവും തമ്മിലുള്ള ചില ഇടപാടുകൾ, ನೀನು ದೇವರ ಮಧ್ಯದಲ್ಲಿರುವಂತಹ ಒಂದು ಸಂಬಂಧ. ഇന്ന് പകൽക്കാലം എത്ര പേര് തയ്യാറാത്? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ? കരം ഉയർത്തി കർത്താവിന് ഒരു നല്ല ആമേൻ ವ್ಯಕ್ತಿ ದೇವರಿಗೆ ಒಂದು ಒಳ್ಳೆಯ ಹಲ್ಲೆಲೂಯಾ ಹೇಳೋಣ. വിശ്വാസം എന്ന് പറയുമ്പോൾ, ನಂಬಿಕೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ, ബൈബിളിനകത്ത് നമ്മുടെ അകത്ത് ഓടി വരുന്ന കഥാപാത്രം ഏതാ? ನಂಬಿಕೆ ಎಂಬುದಾಗಿ ಹೇಳುವಾಗ ಬೈಬಲಲ್ಲಿ ಅಥವಾ ಸತ್ಯವೇದದಲ್ಲಿರುವಂತಹ ನಮ್ಮ ಹೃದಯಕ್ಕೆ ಅಥವಾ ನಮ್ಮ ನೆನಪಿಗೆ ಬೇಗನೆ ಓಡಿ ಬರುವಂತಹ ಪಾತ್ರ ಬಯಸಿಕೊಂಡಂತಹ ಮನುಷ್ಯ ಯಾರು? വിശ്വാസികളുടെ പിതാവ് എന്ന പേര് പറയപ്പെട്ട വ്യക്തി ആരാ? ನಂಬಿಕೆಯ ತಂದೆ ಎಂಬುದಾಗಿ ಹೆಸರುವಾಸಿ ಆಗಿರುವಂತಹ ಮನುಷ್ಯನ ಯಾರು? അബ്രഹാം പിതാവ്, ಅಬ್ರಹಾಂ ತಂದೆ അല്ലേ? നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ನೋಡ್ರಿ ಪ್ರಿಯರೇ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നാം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ, ಆದಿಕಾಂಡ ಪುಸ್ತಕ ಅದರ 22ನೇ ಅಧ್ಯಾಯವನ್ನ ನಾವು ಸೂಕ್ಷ್ಮವಾಗಿ ಕಲಿಯುವಾಗ നമുക്കറിയാം 12-ാം അധ്യായത്തിലാണ് അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നത്, അബ്രഹാമിന്റെ അകത്ത് ദൈവം വാഗ്ദത്തം കൈമാറുന്നത്. 12ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ದೇವರ ಅಬ್ರಹಾಮನನ್ನ ಕರೆದು ಬೇರ್ಪಡಿಸುವಂಥದ್ದು, ವಾಗ್ದಾನವನ್ನ ಆತನಿಗೆ ಕೊಡುವಂಥದ್ದು ಆಗಿದೆ. അബ്രഹാമിനോടുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ വാഗ്ദത്തം അവന്റെ മേൽ അല്ലെങ്കിൽ അവന്റെ സന്തതികളെ ഭൂമിയിലെ പൊടി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. ಅಬ್ರಹಾಮನಿಗೆ ದೇವರು ದಯಪಾಲಿಸಿರುವಂತಹ ವಾಗ್ದಾನ ಅವನ ತಲೆಮಾರುಗಳನ್ನ ಭೂಮಿಯ ಮೇಲಿರುವಂತಹ ಮಣ್ಣಿನೋಪಾದಿ ಅಥವಾ ಧೂಳಿನೋಪಾದಿಯಾಗಿಯೂ ಆಕಾಶದಲ್ಲಿರುವಂತಹ ನಕ್ಷತ್ರಗಳೋಪಾದಿಯಾಗಿಯೂ ವರ್ಧಿಸುತ್ತೇವೆ ಅಥವಾ ಹೆಚ್ಚಿಸುತ್ತೇನೆ ಎಂಬುದಾಗಿರುವಂತದ್ದಾಗಿದೆ. ഭൂമിയിലെ സകല ജാതികളും അബ്രഹാമിന്റെ സന്തതികളാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. ಭೂಮಿಯಲ್ಲಿರುವಂತಹ ಸಕಲ ಮಾನವ ಕುಲವು ಅಬ್ರಹಾಮನ ತಲೆಮಾರುಗಳಿಂದ ಆಶೀರ್ವದಿಸಲ್ಪಡುತ್ತದೆ ಎಂಬುದಾಗಿರುವಂತದ್ದಾಗಿದೆ ವಾಗ್ದಾನ. പക്ഷേ യാഥാർത്ഥ್യം എന്താണെന്ന് ചോദിച്ചാൽ, ಅದರ ನಿಜಸ್ಥಿತಿ ಏನು ಎಂಬುದಾಗಿ ನಾವು ತಿಳಿದರೆ, ദൂത് കേൾക്കുമ്പോൾ അബ്രഹാമിന് തലമുറകളില്ല. ಈ ಸಂದೇಶವನ್ನ ಕೇಳುವಾಗ ಅಬ್ರಹಾಮನಿಗೆ ತಲೆಮಾರುಗಳು ಇಲ್ಲ. എന്നാൽ 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന് ഒരു മകൻ ജനിക്കുന്നു. 21ನೇ ಅಧ್ಯಾಯದ ಕಡೆಗೆ ನಾವು ಬರುವಾಗ ಅಬ್ರಹಾಮನಿಗೆ ಒಂದು ಮಗನು ಹುಟ್ಟುವುದನ್ನು ನಮಗೆ ನೋಡಲಿಕ್ಕೆ ಸಾಧ್ಯ. ഈ 12-ാം അധ്യായവും 22-ാം അധ്യായം തമ്മിൽ ഏകദേശം 39 വർഷത്തെ ഡിസ്റ്റൻസ് ഉണ്ട്. 39 വർഷത്തെ ഡിസ്റ്റൻസ്. 12ನೇ ಅಧ್ಯಾಯದಿಂದ 22ನೇ ಅಧ್ಯಾಯದವರೆಗೆ ಹೆಚ್ಚು ಕಡಿಮೆ 19 ವರ್ಷದ ಆ ಒಂದು ಡಿಸ್ಟೆನ್ಸ್ ಇದೆ. അതൊരു റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 40 കൊല്ലം നമുക്ക് എടുത്തു പറയാൻ കഴിയും. ಅದನ್ನ ನಾವು ಚೆನ್ನಾಗಿ ತಿಳಿದುಕೊಳ್ಳುವಾಗ ಹೆಚ್ಚು ಕಡಿಮೆ ಒಂದು 40 ವರ್ಷ ಎಂಬುದಾಗಿ ನಮಗೆ ತಿಳಿದುಕೊಳ್ಳುವುದಕ್ಕೆ ಸಾಧ್ಯ. ഏകദേശം 4 പതിറ്റാണ്ടും ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം അബ്രഹാം പിതാവിനുണ്ട്. ಅಂದ್ರೆ ಹೆಚ್ಚು ಕಡಿಮೆ 40 ವರ್ಷಗಳ ಕಾಲ ಇರುವಂತಹ ಒಂದು ಹೆಚ್ಚಾಗಿರುವಂತಹ ಆ ಒಂದು ಬಾಂಧವ್ಯ ದೇವರೊಂದಿಗೆ ಇರುವಂತಹ ಸಂಬಂಧದಲ್ಲಿ ಅಬ್ರಹಾಮನಿಗಿದೆ. 22-ാം അധ്യായം ആരംഭിക്കുമ്പോൾ വീണ്ടും ദൈവം അബ്രഹാമിനോട് ഇടപെടാൻ തുടങ്ങി. 22ನೇ ಅಧ್ಯಾಯವನ್ನ ಪ್ರಾರಂಭಿಸುವಾಗ ದೇವರು ಮತ್ತು ಅಬ್ರಹಾಮನ ಸಂಗಡ ಒಡನಾಡುತ್ತಾ ಇದ್ದಾರೆ. ಅವരുടെ ಕಮ್ಯುನಿಕೇಶನ್ ശ്രദ്ധിക്കണം. ಅವರ ಮಾತುಕತೆಗಳನ್ನ ಅಥವಾ ಅವರೊಂದು ಆ ಒಂದು ಅನ್ಯೋನ್ಯತೆಯನ್ನು ನಾವು ಗಮನಿಸಬೇಕು. 22-ാം അധ്യായം 1-ാം വാക്യത്തിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ 22ನೇ ಅಧ್ಯಾಯದಲ್ಲಿ ನಾವು ನೋಡುವಾಗ ಅಬ್ರಹಾಮನ ದೇವರು ಕರೆಯುವಾಗ അബ്രഹാം സറണ്ടർ ആകുകയാണ്.
ಅಬ್ರಹಾಮನು ತನ್ನನ್ನೇ ತಗ್ಗಿಸುತ್ತಾ ಇದ್ದಾರೆ. എന്താണ് ദൈവത്തിന്റെ ആവശ്യമെന്ന് അബ്രഹാം ആരാഞ്ഞപ്പോൾ ಏನು ದೇವರ ಅಥವಾ ಅಬ್ರಹಾಮನ ವಿಷಯ ಎಂಬುದಾಗಿ ದೇವರು ತಿಳಿದುಕೊಂಡಾಗ, ദൈവം പറഞ്ഞു, നീ എനിക്കൊരു യാഗം അർപ്പിക്കണം. ನೀನು ನನಗೋಸ್ಕರವಾಗಿ ಒಂದು ಯಜ್ಞವನ್ನು ಸಿದ್ಧ ಮಾಡಬೇಕು. അത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ പുത്രനെ തന്നെ നൽകണം. ಅದು ನೀನು ಹೆಚ್ಚಾಗಿ ಪ್ರೀತಿಸುವಂತಹ ನಿನ್ನ ನಿಜ ಕುಮಾರನಾಗಿರುವ ಒಬ್ಬನೇ ಕುಮಾರನಾಗಿರುವವನನ್ನೇ ನನಗೆ ಯಜ್ಞವಾಗಿ ನೀನು ಸಮರ್ಪಿಸಬೇಕು. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, 25 വർഷത്തെ തന്റെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച സന്തതിയാണ് ഇസഹാക്ക്. 25 ವರ್ಷಗಳ ಕಾಲ ಕಾದು ಕೂತದರ ಉತ್ತರವಾಗಿದೆ ಇಸಹಾಕನು. ഇന്നലെ നാം കേട്ടു വാഗ്ദത്തം കാത്തിരുന്ന ഒരു അബ്രഹാമിനെ കുറിച്ച്. ನಿನ್ನೆ ನಾವು ಕೇಳಿದ್ದೇವೆ ವಾಗ್ದಾನಕ್ಕೋಸ್ಕರವಾಗಿ ಕಾದಿದ್ದಂತಹ ಅಬ್ರಹಾಮನನ್ನ, ചോദ്യങ്ങൾ ചോദിച്ചൊരു അബ്രഹാം, ದೇವರ ಸಂಗಡ ಪ್ರಶ್ನೆಗಳನ್ನ ಹಾಕಿದಂತಹ ಅಬ್ರಹಾಮನು. ഈ 25 വർഷവും താൻ വിശ്വാസത്തോടെ കാത്തിരുന്നു. ಈ 25 ವರ್ಷಗಳ ಕಾಲ ಅಬ್ರಹಾಮನು ನಂಬಿಕೆಯಿಂದಲೇ ಕಾದಿದ್ದನು. പലപ്പോഴും തന്റെ ജീവിതത്തിൽ അവിശ്വാസത്തിന്റെ പല മേഖലകളും ചാഞ്ചാട്ടങ്ങളും ഉണ്ടായിരുന്നു. ಹಲವೊಂದು ಸಾರಿಯೂ ಅಬ್ರಹಾಮನ ಜೀವಿತದಲ್ಲಿ ಅಪನಂಬಿಕೆಯ ಅನುಭವಗಳು ಅಂತಹ ಕಾರ್ಯಗಳೆಲ್ಲವೂ ಉಂಟಾಗಿತ್ತು. എന്നാൽ അതൊന്നും കണക്കിടാതെ 25ാമത്തെ വർഷം തന്റെ ഉദരത്തിൽ നിന്നൊരു സന്തതിയെ ദൈവം അവന് നൽകി കൊടുത്തു. ಆದರೆ 25 ವರ್ಷ ಬಂದಾಗ, 25 ವರ್ಷ ಕಳೆದಾಗ ಅಬ್ರಹಾಮನಿಂದಲೇ ಉಂಟಾಗಿರುವಂತಹ ಒಂದು ತಲೆಮಾರನ್ನ ದೇವರು ಅಬ್ರಹಾಮನಿಗೆ ದಯಪಾಲಿಸಿದರು. ആ മകനെ തന്നെ ദൈവം വീണ്ടും ചോദിക്കുകയാണ്. ಆ ಮಗನನ್ನೇ ದೇವರು ಮತ್ತು ತಿರುಗಿ ಕೇಳುತ್ತಾ ಇದ್ದಾರೆ. അബ്രഹാം ഇവിടെ ഒരു വലിയ വിശ്വാസത്തിന്റെ പരിശോധന നേരിടാൻ പോകുന്നു. ಅಬ್ರಹಾಮನು ಇಲ್ಲಿ ನಂಬಿಕೆಯೊಂದು ದೊಡ್ಡ ಪರಿಶೋಧನೆಯೊಳಗೆ ಸಿಕ್ಕಾಕೊಳ್ತಾ ಇದ್ದಾರೆ. ഒരുപക്ഷെ അബ്രഹാമിന് മാനുഷികമായ വിധത്തിൽ ചോദിക്കാമായിരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ಒಂದು ವೇಳೆ ಅಬ್ರಹಾಮನಿಗೆ ಮಾನುಷಿಕವಾಗಿರುವ ರೀತಿಯಾಗಿ ಕೇಳುವುದಕ್ಕೆ ಅನೇಕ ಪ್ರಶ್ನೆಗಳಿವೆ. ദൈവമേ, അങ്ങ് പറഞ്ഞതല്ലേ ഈ ദൂത്? ದೇವರೇ, ನೀನು ಹೇಳಿದಂತಹ ಈ ಸಂದೇಶ, അങ്ങല്ലേ എനിക്ക് ഈ സന്തതിയെ തന്നത്? ನೀವೇ ಅಲ್ವೇ ನನಗೆ ಈ ತಲೆಮಾರನ್ನ ದಯಪಾಲಿಸಿರುವಂಥದ್ದು? അങ്ങല്ലേ എന്റെ ഭാര്യയായ സാറായുടെ നിർജീവമായ ആ ഗർഭപാത്രത്തിനകത്ത് ഈ സന്തതിയെ ജനിപ്പിച്ചത്? ನೀವೇ ಅಲ್ಲವೇ ನನ್ನ ಹೆಂಡತಿಯಾಗಿರುವ ಅಥವಾ ನನ್ನ ಪತ್ನಿಯಾಗಿರುವ ಸಾರಳ ನಿರ್ಜೀವವಾಗಿರುವಂತಹ ಗರ್ಭಕೋಶದಲ್ಲಿ ಈ ತಲೆಮಾರನ್ನ ಹುಟ್ಟಿಸಿದ್ದು? അങ്ങല്ലേ പറഞ്ഞത് നിന്റെ സന്തതിയെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരിയെ പോലെയും ಆಕಿ തീർക്കുമെന്ന്? ಸ್ವಾಮಿ, ನೀವೇ ಹೇಳಿದಲ್ಲವೇ ನನ್ನ ತಲೆಮಾರುಗಳನ್ನ ಆಕಾಶದಲ್ಲಿರುವಂತಹ ನಕ್ಷತ್ರಗಳೋಪಾದಿಯಲ್ಲಿಯೂ ಸಮುದ್ರದ ತೀರದಲ್ಲಿರುವಂತಹ ಮರಳೋಪಾದಿಯಾಗಿಯೂ ಮಾರ್ಪಡಿಸುತ್ತೇನೆ ಎಂಬುದಾಗಿ. ഇത് മാനുഷികമായ നിലവാരത്തിൽ അബ്രഹാമിന് ചോദിക്കാമായിരുന്ന ചോദ്യങ്ങളായിരുന്നു. ಇದು ಮಾನುಷಿಕವಾಗಿರುವಂತಹ ರೀತಿಯಾಗಿ ಅಬ್ರಹಾಮನಿಗೆ ದೇವರಲ್ಲಿ ಕೇಳಬಹುದಾಗಿರುವಂತಹ ಪ್ರಶ್ನೆಯಾಗಿತ್ತು. എന്നാൽ ഈ ചോദ്യങ്ങൾ ഒന്നും താൻ ചോദിക്കാതെ, ಆದರೆ ಈ ಯಾವ ಪ್ರಶ್ನೆಗಳನ್ನು ಅಬ್ರಹಾಮನು ಕೇಳದೆ താൻ അതികാലത്ത് എഴുന്നേറ്റു, ತಾನು ಅಧಿಕಾರದಿಂದ ಎದ್ದನು. ഇന്ന് പകൽക്കാലം എത്ര പേര് തയ്യാറാ ദൈവം പറയുന്ന കാര്യങ്ങളെ സംശയിക്കാതെ ദൈവത്തിനു വേണ്ടി, ദൈവത്തിന്റെ കാര്യത്തിന് വേണ്ടി, ദൈവിക പദ്ധതിക്ക് വേണ്ടി ചലിക്കാൻ ഈ പകൽക്കാലം എത്ര പേര് ഇതിന്റെ നടുവിൽ തയ്യാറാ? ಈ ಹಗಲಿನ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನರಿಗೆ ದೇವರು ಹೇಳುವಂತಹ ಮಾತನ್ನ ಪ್ರಶ್ನಿಸದೆ ಕರ್ತನೆಗೋಸ್ಕರವಾಗಿ ನಿಲ್ಲುವುದಕ್ಕೆ ಎಷ್ಟು ಜನ ಸಿದ್ಧರಾಗಿದ್ದಾರೆ? വിശ്വാസത്തിന്റെ പരിശോധനകളിലൂടെ നീ കടന്നു പോകുമ്പോൾ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ചോദ്യങ്ങൾ, നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ആവശ്യങ്ങൾ ദൈവത്തിങ്കൽ നിന്ന് കടന്നു വരുമ്പോൾ അതിനെ മനസ്സോടെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ നീ തയ്യാറാണോ? ನೀನು ನಂಬಿಕೆಯ ಶೋಧನೆಯೊಳಗಿಂದ ಹಾದು ಹೋಗುವಾಗ ನಂಬಿಕೆಯಿಂದಲೇ ದೇವರನ್ನ ಪ್ರಶ್ನೆ ಮಾಡದೆ ಅದರ ಮುಖಾಂತರವಾಗಿ ಹಾದು ಹೋಗುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗಿದೆಯೋ? ദൈവം പറഞ്ഞ, ദൈവം കൈമാറിയ വാഗ്ദത്തങ്ങളെ ദൈവം ഒരു സമയത്ത് തിരികെ മടക്കി ചോദിച്ചാൽ മനസ്സോടെ മടക്കി കൊടുക്കാൻ നീ തയ്യാറാണോ? ದೇವರು ನಿನಗೆ ದಯಪಾಲಿಸಿರುವಂತಹ ವಾಗ್ದಾನವನ್ನ ಒಂದು ಸಮಯದಲ್ಲಿ ದೇವರು ಅದನ್ನಿಂದ ತಿರುಗಿ ಕೇಳಿದರೆ ನೀನು ಮನಸಾರೆ ತಿರುಗಿ ಕೊಡುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗಿದೆಯೋ? ആളുകളായി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ജോലി റിസൈൻ ചെയ്യാൻ ദൈവം ആവശ്യപ്പെട്ടാൽ തന്റെ ഇടത്തോടെ റിസൈൻ ചെയ്യാൻ നീ തയ്യാറാണോ? ಕಾಲಗಟ್ಟಲೆ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಕೂತು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಸಂಪಾದಿಸಿದಂತಹ ಕೆಲಸವನ್ನ ದೇವರು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, ನೀ ಅದನ್ನು ರಿಸೈನ್ ಮಾಡು ಎಂಬುದಾಗಿ ಹೇಳಿದರೆ ನೀನು ಕರ್ತನಿಗೋಸ್ಕರವಾಗಿ ಅದನ್ನು ರಿಸೈನ್ ಮಾಡುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಿದೆಯೋ? അവിടെ നീ ನಿನ್ನ ಕುಟುಂಬത്തെ നോക്കാതെ, ಅಲ್ಲಿ ನಿನ್ನ ಕುಟುಂಬವನ್ನು ನೋಡದೆ, നിന്റെ തലമുറകളെ നോക്കാതെ, ತಲೆಮಾರುಗಳನ್ನು ನೋಡದೆ, നിന്റെ മുൻപോട്ടുള്ള ആവശ്യങ്ങളെ നോക്കാതെ, ನಿನ್ನ ಎದುರು ಅಥವಾ ನಿನ್ನ ಮುಂದಿರುವಂತಹ ಅವಶ್ಯಕತೆಗಳನ್ನ ನೋಡದೆ
വിശ്വാസത്തോടെ അതിനെ ഉപേക്ഷിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ನಂಬಿಕೆಯಿಂದ ನೀನು ಅದನ್ನ ಬಿಟ್ಟು ಬಿಡುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ, ദൈവം ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ശക്തനാ. ದೇವರೊಂದು ಅದ್ಭುತವನ್ನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ದಯಪಾಲಿಸುವುದಕ್ಕೆ ನಂಬಿಗಸ್ತನು. ഇന്ന് പകൽക്കാലം എത്ര പേര് തയ്യാറാ? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನರು ಸಿದ್ಧರಾಗಿದ್ದೀರಿ? നിന്റെ ആവശ്യങ്ങളെ മാറ്റിവെച്ച്, ನಿನ್ನ ಅವಶ್ಯಕತೆಗಳನ್ನ ಬದಿಗಿಟ್ಟು, നിന്റെ ആഗ്രഹങ്ങളെ മാറ്റിവെച്ച്, ನಿನ್ನ ಆಸೆಗಳನ್ನ ಬದಿಗಿಟ್ಟು, ദൈവത്തിന്റെ ആഗ്രഹത്തിനും ದೇವರ ಇಚ್ಛೆಗೆ ಅನುಸಾರವಾಗಿ, ദൈവത്തിന്റെ ആവശ്യത്തിനും വേണ്ടി ದೇವರ ಇಚ್ಛೆಗೆ ಅನುಸಾರ ಅವಶ್ಯಕತೆಗೋಸ್ಕರವಾಗಿ വിശ്വാസത്തോടെ നിലനിൽക്കാൻ എത്ര പേര് ഇതിന്റെ നടുവിൽ തയ്യാറാ? ನಂಬಿಕೆಯೊಂದಿಗೆ ನಿಲ್ಲುವುದಕ್ಕೆ ಎಷ್ಟು ಜನ ಇದರ ಮಧ್ಯದಲ್ಲಿ ಸಿದ್ಧರಿದ್ದೀರಿ? ഇന്ന് പകൽക്കാലം നിന്റെ അകത്തുനിന്ന് ചില വിശ്വാസത്തിന്റെ പ്രവർത്തികൾ പുറത്തു വന്നാൽ, ಇಂದು ಹಗಲ ಜಾವದಲ್ಲಿ ನಿನ್ನ ಒಳಗಿನಿಂದ ಕೆಲವು ವಿಶ್ವಾಸ ನಂಬಿಕೆಯ ಕಾರ್ಯಗಳು ಹೊರಬಂದರೆ, അസാധാരണമായ ചില കാര്യങ്ങളെ ചെയ്യുവാൻ എനിക്ക് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ಅಸಾಧಾರಣವಾಗಿರುವ ಕೆಲವು ಕಾರ್ಯಗಳನ್ನ ಮಾಡುವುದಕ್ಕೆ ನನಗೆ ನಿನ್ನ ಕುರಿತಾಗಿ ಉದ್ದೇಶವಿದೆ. വിശ്വസിക്കുന്നവർ കരം തട്ടി കർത്താവിന് ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ನಮ್ಮವರು ಕರಗಳನ್ನ ತಟ್ಟಿ ದೇವರಿಗೆ ಒಂದು ಒಳ್ಳೆಯ ಆಮೆನ್ ಹೇಳಿರಿ. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. Amen. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, അബ്രഹാം അധികാലത്തെ എഴുന്നേറ്റു. ಅಬ್ರಹಾಮನು ಮುಂಜಾನೆಯಲ್ಲಿಯೇ ಎದ್ದನು. അവിടെ പറഞ്ഞിരിക്കുന്ന കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി, ಅಲ್ಲಿ ನಮಗೆ ನೋಡ್ಲಿಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂಥದ್ದು ಆ ಕತ್ತೆಯ ಮೇಲೆ ಹಗ್ಗವೆಲ್ಲ ಹಾಕಿ ಅದನ್ನ ಕಟ್ಟಿ, ഹോമയാഗത്തിനുള്ള വിറക് കീറി, ಆ ಸರ್ವಾಂಗ ಹೋಮಕ್ಕಿರುವಂತಹ ಸೌದೆಯನ್ನೆಲ್ಲ ಒಡೆದು ഇസഹാക്കിനെ വിളിച്ചു. ഇസഹാക്കിന്റെ ചുമലിൽ ഈ വിറകെടുത്തു കൊടുത്തു. തന്റെ രണ്ട് സഹഭൃത്യരെയും കൂടെ കൂട്ടി. ತನ್ನ ಕುಮಾರ ಅಥವಾ ತನ್ನ ಮಗನಾಗಿರುವಂತಹ ಇಸಹಾಕನನ್ನ ಕರೆದು ಸೌದೆಯನ್ನ ಅವನ ಮೇಲೆ ಒರೆಸಿ ತನ್ನ ಜೊತೆಯಾಗಿರುವಂತಹ ಇಬ್ಬರನ್ನು ಕೂಡ ಕರೆದುಕೊಂಡು ಅಬ್ರಹಾಮನು ಹೋದರು. ദൈവം ആവശ്യപ്പെട്ടതുപോലെ മോറിയ എന്ന ദേശത്ത് ചെന്നപ്പോൾ, ದೇವರು ಆ ಹೇಳಿದ ರೀತಿಯಾಗಿ ಮೊರಿಯಾ ಎಂಬುದಾಗಿರುವಂತಹ ಪ್ರಾಂತ್ಯಕ್ಕೆ ಅಥವಾ ದೇಶಕ್ಕೆ ಬಂದಾಗ അബ്രഹാം തന്റെ ദാസന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽപ്പിൻ. ಅಬ್ರಹಾಮನು ತನ್ನ ಸೇವಕರಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನೀವು ಇಲ್ಲಿ ನಿಲ್ಲಿರಿ. അബ്രഹാം അവരോട് പറയാം, ഞാനും മകനും പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. ಅಬ್ರಹಾಮನು ಅವರಿಗೆ ಹೇಳುತ್ತಿದ್ದಾರೆ, ನಾನು ಮತ್ತು ನನ್ನ ಮಗನು ಹೋಗಿ ಯಜ್ಞವನ್ನು ಅರ್ಪಿಸಿ ನಾವು ತಿರುಗಿ ಬರುತ್ತೇವೆ ಎಂಬುದಾಗಿ. ശ്രദ്ധിച്ചോണേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, തലേ ദിവസം രാത്രിയിൽ ಕಳೆದನೇ ರಾತ್ರಿಯಲ್ಲಿ കേട്ട ഒരു ശബ്ദം തന്റെ കാതുകളിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ಕೇಳಿದಂತಹ ಒಂದು ಶಬ್ದ ತನ್ನ ಕಿವಿಯಲ್ಲಿ ಈಗಲೂ ಕೂಡ ಅದು ಅಲೆ ರೀತಿಯಾಗಿ ಹೊಡೆಯುತ್ತಾ ಇದೆ. ഒരു 39 വർഷം പുറകിൽ കേട്ട ഒരു വാഗ്ദത്തത്തിന്റെ ശബ്ദവും തന്റെ കാതുകളിൽ കേൾക്കുന്നുണ്ട്. ಒಂದು 39 ವರ್ಷಗಳ ಹಿಂದೆ ಕೇಳಿದಂತಹ ವಾಗ್ದಾನದ ಶಬ್ದವೂ ಕೂಡ ತನ್ನ ಕಿವಿಯಲ್ಲಿ ಅದು ಕೇಳಿಸ್ತಾ ಇದೆ. ആദ്യത്തെ 25 കൊല്ലത്തിന്റെ ഇടയിൽ പല പ്രാവശ്യം ദൈവം അബ്രഹാമിനോട് പലതവണ പല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ಈ 25 ವರ್ಷಗಳ ಮೊದಲಾಗಿ ದೇವರು ಹಲವು ಸಾರಿ ಹಲವು ರೀತಿಯಾಗಿ ಅಬ್ರಹಾಮನ ಸಂಗಡ ಒಡನಾಡಿದರು. ഇതെല്ലാം തന്റെ ഹൃദയത്തിന്റെ അകത്ത് ഭയങ്കരമായി ഉയർന്നു നിൽക്കുകയാണ്. ಇದೆಲ್ಲವೂ ತನ್ನ ಹೃದಯದಲ್ಲಿ ಬಹಳವಾಗಿ ಎದ್ದು ನಿಂತಿದೆ. ഈ ഉയർന്നു നിൽക്കുന്ന വാക്കുകൾ, ಈ ಎದ್ದು ನಿಂತಿರುವಂತಹ ಮಾತುಗಳು അവിടെ നിൽക്കെ തന്നെ ಅಲ್ಲಿ ನಿಲ್ಲಿತಿರುವ ಅಥವಾ ಆ ರೀತಿಯಾಗಿ ಇರುತ್ತಿರುವಾಗಲೇ 39ാമത്തെ കൊല്ലം 39ನೇ ವರ್ಷ കേട്ട ഒരു ശബ്ദവും തന്റെ കാതിൽ ഉയർന്നു നിൽക്കുകയാണ്. ಕೇಳಿದಂತಹ ಒಂದು ಶಬ್ದವು ತನ್ನ ಕಿವಿಯಲ್ಲಿ ಅದು ಆ ರೀತಿಯಾಗಿ ನಿಲ್ತಾ ಇದೆ. ഇവിടെ അബ്രഹാം പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിക്കണം. ಇಲ್ಲಿ ಅಬ್ರಹಾಮನು ಹೇಳುವಂತಹ ಮಾತನ್ನ ನೀವು ಗಮನಿಸಬೇಕು. ദാസന്മാരോട് പറയുന്നു, നിങ്ങൾ ഇവിടെ നിൽപ്പിൻ. ತನ್ನ ಸೇವಕರಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ನೀವು ಇಲ್ಲಿ ನಿಲ್ಲಿರಿ. ഞാനും മകനും പോയി യാഗം അർപ്പിച്ചിട്ട് മടങ്ങി വരാം. ನಾನು ಮತ್ತು ನನ್ನ ಮಗನು ಹೋಗಿ ಯಜ್ಞ ಅರ್ಪಿಸಿದ ನಂತರ ತಿರುಗಿ ಬರುವೆವು ಎಂಬುದಾಗಿ. ഞാൻ അബ്രഹാമിനെ അവിടെ പിടിച്ചു നിർത്തി. ಒಂದು ನಿಮಿಷ ನಾನು ಅಬ್ರಹಾಮನಲ್ಲಿ ಹಿಡಿದು ನಿಲ್ಲಿಸಿ ഞാൻ അബ്രഹാമിനോട് ചോദിച്ചു, ನಾನು ಅಬ್ರಹಾಮನಿಗೆ ಕೇಳಿದೆ, അബ്രഹാമേ, ಪ್ರಿಯ പിതാവേ, ತಂದೆಯೇ, അങ്ങ് 39 കൊല്ലവും അല്ലെങ്കിൽ 25 കൊല്ലവും കേട്ട ഒരു വാക്കിന് മുൻപിൽ ನೀವು 25 ವರ್ಷ ಅಥವಾ 39 ವರ್ಷ ಕೇಳಿದಂತಹ ಈ ಮಾತಿನ ಮುಂದೆ വിശ്വസിച്ചു നിന്നു, ನೀವು ನಂಬಿ ನಿಂತಿದ್ದೀರಿ, കാത്തിരുന്നു. ನೀವು ಅದಕ್ಕೋಸ್ಕರವಾಗಿ ಕಾದಿದ್ದೀರಿ. അത് 25ാമത്തെ കൊല്ലം പ്രാപിച്ചു. ಅದನ್ನ 25ನೇ ವರ್ಷದಲ್ಲಿ ನೀವು ಹೊಂದಿಕೊಂಡಿದ್ದೀರಿ. അവിടെ നിന്ന് 14 വർഷങ്ങൾക്കിപ്പുറം, ಅದರ ನಂತರ 14 ವರ್ಷಗಳ ನಂತರ അടുത്തതായി കേട്ട ഒരു വാക്കിന് മുൻപിൽ, ನಂತರವಾಗಿ ಕೇಳಿದಂತಹ ಒಂದು ಮಾತಿನ ಮುಂದೆ അങ്ങ് ആ ആലോചനയെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയാണോ? ನೀವು ಆ ಮಾತನ್ನ ಪರಿಪೂರ್ಣವಾಗಿ ನಂಬುವುದಕ್ಕಾಗಿ ನೀವು ಮುಂದಾಗಿದ್ದೀರೋ? അദ്ദേഹം എന്നോട് പറഞ്ഞത്, ಅಬ್ರಹಾಂ ನನಗೆ ಹೇಳಿದ್ದು, ഞാൻ എന്റെ മകനെ ഇന്ന് പകൽക്കാല യാഗമർപ്പിക്കാൻ പോകുന്നു. ನಾನು ನನ್ನ ಮಗನನ್ನ ಇಂದಿನ ಅಗಲ ಜಾವದಲ್ಲಿ ಯಜ್ಞವನ್ನಾಗಿ ಅರ್ಪಿಸುವುದಕ್ಕೆ ಹೋಗುತ್ತಾ ಇದ್ದೇನೆ. ഞാൻ അബ്രഹാമിനോട് ചോദിച്ചു, ನಾನು ಅಬ್ರಹಾಮನಿಗೆ ಕೇಳಿದೆ, അങ്ങനെയാണെങ്കിൽ വാഗ്ദത്തം ഇല്ലാതാകുകയല്ലേ? ಹಾಗಿದ್ದರೆ ಮಾಡಿದಂತಹ ಕೊಟ್ಟಂತಹ ವಾಗ್ದಾನವು ಇಲ್ಲದಾಗುತ್ತಲ್ಲ. പക്ഷേ അബ്രഹാം പിതാവ് എന്നോട് പറഞ്ഞത്, ಆದರೆ ಅಬ್ರಹಾಮನು ನನಗೆ ಹೇಳಿದ್ದು, ഞാൻ എന്റെ മകനെ
യാഗം അർപ്പിച്ചാലും ನಾನು ನನ್ನ ಮಗನನ್ನ ಯಜ್ಞವಾಗಿ ಅರ್ಪಿಸಿದರೂ ಕೂಡ യഹോവയ്ക്ക് ഹോമയാഗമായി അർപ്പിച്ചാലും ಯೆಹೋವನಿಗೆ ಹೋಮ ಯಜ್ಞವಾಗಿ ಸಮರ್ಪಿಸಿದರೂ ಕೂಡ എന്റെ പൈതൽ കത്തിക്കരിഞ്ഞൊരു ജഡമായി കത്തിക്കരിഞ്ഞ് ചാമ്പലായാലും ನನ್ನ ಮಗು ಒಂದು ಬೂದಿಯಾಗಿ ಅಥವಾ ಬೂದಿ ರೂಪವಾಗಿ ಮಾರ್ಪಟ್ಟರು ಕೂಡ അത് ചാരമായി തീർന്നാലും ಅದು ಬೂದಿಯಾಗಿ ಮಾರ್ಪಟ್ಟರು ആ ചാരത്തിനകത്തു നിന്നൊരു സന്തതിയെ ഉൽപ്പാദിപ്പിക്കുവാൻ ಆ ಬೂದಿಯೊಳಗಿನಿಂದ ನನಗೆ ಒಂದು ತಲೆಮಾರನ ದಯಪಾಲಿಸುವುದಕ್ಕೆ ആ ചാരത്തിനകത്തു നിന്ന് ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കുവാൻ ಆ ಬೂದಿಯೊಳಗಿನಿಂದ ಒಂದು ತಲೆಮಾರನ ಎದ್ದು ಬರುವಂತೆ ಮಾಡುವುದಕ್ಕೆ ആ കത്തിക്കരിഞ്ഞ ചാരത്തിനകത്തു നിന്ന് ഒരു മകനെ എഴുന്നേൽപ്പിക്കുവാൻ ಆ ಬೂದಿಯೊಳಗಿನಿಂದ ಒಂದು ಮಗನನ್ನ ತಿರುಗಿ ಬರಮಾಡುವುದಕ್ಕೆ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ನನ್ನ ದೇವರಿಗೆ ಸಾಧ್ಯ ಎಂಬುದಾಗಿ ನಾನು ಪರಿಪೂರ್ಣವಾಗಿ ನಂಬುತ್ತೇನೆ. ഇവിടെയാ പ്രിയപ്പെട്ടവരെ അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചത്. ಇಲ್ಲಿ ಪ್ರಿಯರೇ ಅಬ್ರಹಾಮನು ಆಶೆಗೆ ವಿರುದ್ಧವಾಗಿ ಆಶೆಯೊಂದಿಗೆ ಕಾದಿದ್ದದು. പകൽക്കാലം നീ ആശയ്ക്ക് വിരോധമായി ദൈവത്തിൽ പൂർണ്ണമായി ആശയോടെ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ಆದರೆ ನಿನ್ನ ಭರವಸೆಗೆ ವಿರುದ್ಧವಾಗಿ ಭರವಸೆಯಿಂದ ಆತನು ನೀನು ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ ചരിത്രത്തിൽ ഇല്ലാത്ത ചില അത്ഭുതങ്ങളെ ദൈവം നിന്റെ ജീവിതത്തിൽ കൈമാറുവാൻ ശക്തനാ. ಚರಿತ್ರದಲ್ಲಿ ಇಲ್ಲದೇ ಇರುವ ರೀತಿಯಾಗಿ ದೇವರು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಆ ಅದ್ಭುತಗಳನ್ನ ಮಾಡುವುದಕ್ಕೆ ಶಕ್ತನಾಗಿದ್ದಾರೆ. പക്ഷേ അതിനു മുമ്പ് ഇന്നുവരെയും ഒരു ഉയർപ്പും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരിക്കാം. ಅದರ ನಂತರ ಇಂದಿನವರೆಗೆ ಒಂದು ಜೀವಂತವಾಗಿ ಎದ್ದು ಬರುವಂತಹ ಅನುಭವವನ್ನ ಸತ್ಯವೇದದಲ್ಲಿ ಬರೆಯದೇ ಇದ್ದಿರಬಹುದು. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന് മുൻപിൽ, ಆದರೆ ಅಬ್ರಹಾಮನ ನಂಬಿಕೆಯ ಮುಂದೆ ദൈവം ഒരു തലമുറ എഴുന്നേൽപ്പിച്ചേനെ. ದೇವರು ಅಲ್ಲಿ ಒಂದು ತಲೆಮಾರನ್ನ ತಿರುಗಿ ಬರಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಿತ್ತು. ഇതിനു മുമ്പ് പുനരുത്ഥാനം ഉണ്ടായിട്ടില്ല. ಅದರ ಮೊದಲಾಗಿ ಪುನರುತ್ಥಾನ ಉಂಟಾಗಿರಲಿಲ್ಲ. ഇതിനു മുമ്പ് ഒരു ഉയർപ്പ് നടന്നിട്ടില്ല. ಇದರ ನಂತರ ಇದರ ಮುಂದಾಗಿ ಅಲ್ಲಿ ಒಂದು ಪುನರುತ್ಥಾನ ಉಂಟಾಗಿರಲಿಲ್ಲ. ഇതിനു മുമ്പ് മരണം മാത്രമേ കടന്നു പിടിച്ചിട്ടുള്ളൂ. ಇದರ ಮೊದಲಾಗಿ ಮರಣವು ಮಾತ್ರವೇ ಅದು ಅಲ್ಲಿ ಹಿಡಿಯುತ್ತಾ ಇತ್ತು. ഞാനൊരു ദൂത് പറയാം. ನಾನು ಒಂದು ಸಂದೇಶವನ್ನು ಹೇಳುತ್ತೇನೆ. ദൈവ ശബ്ദത്തെ കേട്ടു വിശ്വസിക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, ದೇವರ ಶಬ್ದವನ್ನು ಕೇಳಿ ನಂಬುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧರಾಗುವುದಾದರೆ, മരണം കടന്നു പിടിക്കുന്ന തലമുറകളുടെ മധ്യത്തിൽ, ಮರಣವು ಹಿಡಿದಿರುವಂತಹ ತಲೆಮಾರುಗಳ ಮಧ್ಯದಲ್ಲಿ, മരണം പലതിനെയും അപഹരിച്ചുകൊണ്ട് പോയതിന്റെ മധ്യത്തിൽ, ಮರಣವು ಹಲವರನ್ನ ಹಿಡಿದುಕೊಂಡು ಹೋಗಿರುವಂತಹ ಮಧ್ಯದಲ್ಲಿ, നിന്റെ വിശ്വാസത്തിന് മുമ്പിൽ ദൈവം നിനക്ക് മടക്കി തരും നിന്റെ തലമുറയെ. ನಿನ್ನ ನಂಬಿಕೆಯ ಮುಂದೆ ನಿನ್ನ ತಲೆಮಾರುಗಳನ್ನು ತಿರುಗಿ ಕೊಡುವುದಕ್ಕೆ ಆತನು ನಂಬಿಗಸ್ತನು. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറയുന്നു, ರೋಮಾಪುರದವರಿಗೆ ಬರೆದ ಪತ್ರಿಕೆಯಲ್ಲಿ ಅಪೊಸ್ತಲರಾಗಿ ಪೌಲರು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, അബ്രഹാമിന്റെ അകത്ത് വെളിപ്പെട്ട വിശ്വാസം, ಅಬ್ರಹಾಮನ ಒಳಗೆ ಪ್ರಕಟವಾಗಿರುವಂತಹ ನಂಬಿಕೆ അത് ഇല്ലാത്തത് ഉള്ളതായി വരുന്നതാണ്. ಅದು ಇಲ್ಲದೆ ಇರುವಂತದನ್ನ ಇದ್ದ ಹಾಗೆ ಬರಮಾಡುವಂತದಾಗಿದೆ. മരിച്ചത് ജീവിച്ചു വരുന്നതാണ്. ಸತ್ತದನ್ನ ಜೀವಂತವಾಗಿ ಬರಮಾಡುವಂತದಾಗಿದೆ. ഇന്ന് പകലിൽ ഒരു തലമുറയെ മുഴുവനും മരണം കാർന്നു പിടിച്ചതിന്റെ മധ്യത്തിൽ, ಇಂದು ಹಗಲ ಜಾವದಲ್ಲಿ ಒಂದು ತಲೆಮಾರುಗಳನ್ನ ಪೂರ್ತಿಯಾಗಿ ಮರಣವು ಕಡಿವಾಣದಿಂದ ಹಿಡಿದಿರುವಾಗ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറായ ഒരുവന്റെ അകത്ത് ದೇವರನ್ನು ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಿರುವಂತಹ ಒಬ್ಬನ ಒಳಗೆ ഉളവായ പ്രത്യാശ കണ്ടോ? ಅಲ್ಲಿ ಅವನ ಒಳಗೆ ಉಂಟಾಗಿರುವಂತಹ ನಿರೀಕ್ಷೆ ನೋಡಿರಿ. മരിച്ചത് ജീവിക്കും, എന്റെ ദൈവത്തിന് കഴിയും. ಆ ಸತ್ತು ಹೋಗಿರುವಂತದ್ದು ಬದುಕುತ್ತದೆ, ನನ್ನ ದೇವರಿಗೆ ಅದು ಸಾಧ್ಯ. ഇല്ലാത്തത് ഉളവായി വരൂ. ಇಲ್ಲದೆ ಇರುವಂತದ್ದು ಇದ್ದ ಹಾಗೆ ಬರಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯ. പകലിൽ നിന്റെ ശൂന്യതകളെ നോക്കി നീ ആത്മാവിൽ പ്രവചിക്ക. ಇಂದು ನಿನ್ನ ಶೂನ್ಯತೆಗಳನ್ನ ನೋಡಿ ನಿನ್ನ ಆತ್ಮನಲ್ಲಿ ನಿನ್ನ ಪ್ರವಾದನೆ ಮಾತುಗಳನ್ನು ನುಡಿ. നിന്റെ ഇല്ലായ്മകളെ നോക്കി നീ ആത്മാവിൽ പ്രവചിക്ക. ನಿನಗೆ ಏನು ಇಲ್ಲದೆ ಇರುವಂತಹ ಅನುಭವದಲ್ಲಿ ನಿನ್ನ ಆತ್ಮದಲ್ಲಿ ಪ್ರವಾದನೆಗಳನ್ನು ನುಡಿ. യഹോവ ഈരേ, ಯೆಹೋವ ಈರೇ, യഹോവ എന്റെ ശൂന്യതകളെ പണിയൂ. ಯೆಹೋವನನ್ನ ಶೂನ್ಯತೆಗಳ ಇರುವಂತಹ ಅನುಭವಗಳಿಗೆ ಆತನು ಕಾರ್ಯ ಮಾಡುವನು. യഹോവ എന്റെ തലമുറയെ ഉയർപ്പിക്കൂ. ಯೆಹೋವನ ತಲೆಮಾರುಗಳನ್ನು ತಿರುಗಿ ಬರಮಾಡುವನು. അയ്യോ, നിന്റെ തലമുറ തകരാൻ പോകുന്നു എന്ന് വേറെ ആർക്കും അറിയത്തില്ല. ನಿನ್ನ ತಲೆಮಾರುಗಳು ನಾಶವಾಗುವುದಕ್ಕೆ ಹೋಗುತ್ತಿದ್ದಾರೆ ಎಂಬುದು ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. അല്പം ചില സമയങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവൻ തീക്കിരയായി തീരുമെന്ന് കൂടെ നിൽക്കുന്നവർക്ക് ആർക്കും അറിയത്തില്ല. ಸ್ವಲ್ಪ ಸಮಯಗಳ ಕಳೆದ ನಂತರ ಇವನು ಬೆಂಕಿಯ ನಾಹುತಿಗೆ ಹೋಗುತ್ತಿದ್ದಾನೆ ಎಂಬುದಾಗಿ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ. എന്തിനേറെ പറയുന്നു, ചുമടുമായി നടക്കുന്ന തലമുറയ്ക്ക് അറിയത്തില്ല ഇവനാണ് യാഗവസ്തു എന്ന്. ಭಾರವನ್ನು ಹೊತ್ತುಕೊಂಡು ಹೋಗುವಂತಹ ಮಗನಿಗೆ ಗೊತ್ತಿಲ್ಲ ಅವನೇ ಯಾಗವಸ್ತುವಾಗಿದ್ದಾನೆ ಎಂಬುದಾಗಿ. അബ്രഹാമിനും ദൈവത്തിനും മാത്രം അറിയാവുന്ന ആ ഒരു ವಿಷಯത്തിന്റെ അകത്ത്, ಆದರೆ ಅಬ್ರಹಾಮನಿಗೂ ದೇವರಿಗೂ ಮಾತ್ರ ತಿಳಿದಿರುವಂತಹ ಆ ವಿಷಯದೊಳಗಡೆ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നു. ಒಂದು ದೊಡ್ಡ ಅದ್ಭುತವನ್ನ ಕಾರ್ಯ ಮಾಡುವುದಕ್ಕಾಗಿದ್ದಾರೆ. പകലിൽ എത്ര പേര് തയ്യാറാ? ಈ ಹಗಲ ಜಾವದಲ್ಲಿ
ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ? ദൈവ ശബ്ദത്തിനനുസരിച്ച് ದೇವರ ಶಬ್ದಕ್ಕೆ ಅನುಗುಣವಾಗಿ നിന്റെ ചുവട് വെക്കാൻ ನಿನ್ನ ಕಾಲಿನ ಹೆಜ್ಜೆಗಳನ್ನು ಇಡುವುದಕ್ಕೆ പകലിൽ നീ ദൈവ ശബ്ദത്തിനനുസരിച്ച് ചുവട് വെക്കാൻ തയ്യാറായാൽ ದೇವರ ಶಬ್ದಕ್ಕೆ ಅಲ್ಲಿ ವಿಧೇಯನಾಗಿ ನಿನ್ನ ಕಾಲಿನ ಹೆಜ್ಜೆಗಳನ್ನು ಮುಂದಕ್ಕೆ ಇಡುವುದಕ್ಕೆ ನೀವು ಸಿದ್ಧರಾದರೆ നിന്നെ നോക്കിയിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ನಿನ್ನೆ ನೋಡುತ್ತಿರುವಂತಹ ಒಂದು ಅದ್ಭುತವಿದೆ. നിന്നെ കാത്തിരിക്കുന്ന ഒരു അത്ഭുതമുണ്ട്. ನಿನ್ನನ್ನು ಕಾದಿರುವಂತಹ ಒಂದು ಅದ್ಭುತವಿದೆ. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അത്ഭുതമുണ്ട്. ನಿನಗೋಸ್ಕರವಾಗಿ ಕಾದಿರುವಂತಹ ಒಂದು ಅದ್ಭುತವಿದೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ದೇವರಿಗೆ ಮಹಿಮೆ. ശ്രദ്ധിച്ചോടെ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, അനുസരിക്കുന്ന ഒരു അബ്രഹാമിന് ವಿಧೇಯರಾಗುವಂತಹ ಒಂದು ಅಬ್ರಹಾಮನಿಗೆ അനുസരിക്കുന്ന ഒരു തലമുറയും ഉണ്ടായി. ವಿಧೇಯವಾಗುವಂತಹ ಒಂದು ತಲೆಮಾರುಂಟಾಯಿತು. ഇന്ന് പകൽക്കാലം മാതാപിതാക്കൾ ദൈവത്തെ അനുസരിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ಈ ಹಗಲ ಜಾವದಲ್ಲಿ ತಂದೆ ತಾಯಿಗಳು ದೇವರಿಗೆ ವಿಧೇಯರಾಗುವುದಕ್ಕೆ ಸಿದ್ಧರಾದರೆ അനുസരിക്കുന്ന തലമുറകളെ ദൈവം അവരുടെ കരത്തിൽ കൈമാറും. ನಿಮಗೆ ವಿಧೇಯರಾಗುವಂತಹ ತಲೆಮಾರುಗಳನ್ನು ದೇವರು ನಿಮಗೆ ದಯಪಾಲಿಸುತ್ತಾರೆ. ഉയർത്തി കർത്താവിന്റെ ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಒಂದು ಆಮೆನ್ ಹೇಳೋಣ. ഇന്ന് പകൽക്കാലം നീ തന്റെ ഇടത്തോടെ അനുസരിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ನೀನು ಅಲ್ಲಿ ಯಥಾರ್ಥವಾಗಿ ದೇವರಿಗೆ ವಿಧೇಯನಾಗುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಿದೆಯೋ? വിശ്വസിക്കാൻ തയ്യാറാകുന്നുണ്ടോ? ನೀನು ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಿದೆಯೋ? തയ്യാറാകുന്ന പക്ഷം ನೀನು ಸಿದ್ಧನಾಗುವ ಹಂತದಲ್ಲಿ ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ തയ്യാറാകും. ದೇವರು ನಿನಗೋಸ್ಕರವಾಗಿ ನಿನ್ನ ತಲೆಮಾರುಗಳಿಗೋಸ್ಕರವಾಗಿ ಒಂದು ಅದ್ಭುತವನ್ನ ಮಾಡಲಿದ್ದಾರೆ. ഹല്ലേലൂയ. ಹಲ್ಲೆಲೂಯ. തലേദിവസം രാത്രിയിൽ ഇടപെട്ട ദൈവശബ്ദം പിന്നീട് അബ്രഹാമിനോട് ഇടപെടുന്നില്ല. ಕಳೆದ ರಾತ್ರಿಯಲ್ಲಿ ಅಬ್ರಹಾಮನ ಸಂಗಡ ಮಾತನಾಡಿದಂತಹ ದೇವರ ಶಬ್ದವು ಮತ್ತು ಅಬ್ರಹಾಮನಿಗೆ ಉಂಟಾಗಲಿಲ್ಲ. ദൈവം കാണിച്ചു കൊടുത്ത മോറിയ ദേശത്ത് ഒരു മലയിൽ ചെന്ന് യാഗപീഠം പണിതു, വിറകടുക്കി തന്റെ മകനെ അതിന്മേൽ കയറ്റി കിടത്തി. ದೇವರು ಹೇಳಿದಂತಹ ಮೊರಿಯಾ ದೇಶದ ಆ ಒಂದು ಬೆಟ್ಟಕ್ಕೆ ಹೋಗಿ ಅಲ್ಲಿ ಯಜ್ಞವೇದಿಯನ್ನ ಕಟ್ಟಿ ಸೌದೆಗಳನ್ನ ಯಜ್ಞವೇದಿಯ ಮೇಲೆ ಜೋಡಿಸಿ ಮಗನನ್ನ ಅದರ ಮೇಲೆ ಮಲಗಿಸಿದನು. പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, ദൈവശബ്ദം തന്റെ കാതുകളിലുണ്ട്. ದೇವರ ಶಬ್ದವು ತನ್ನ ಕಿವಿಗೆ ಬಿದ್ದಿದೆ. ദൈവശബ്ദത്തിന് അനുസരണമായി ಆ ದೇವರ ಶಬ್ದಕ್ಕೆ ಅನುಸರಣ ವಿಧೇಯವುಳ್ಳವನಾಗಿ തന്റെ കത്തിയെടുത്തു. ತಾನು ತನ್ನಲ್ಲಿದ್ದಂತಹ ಕತ್ತಿಯನ್ನ ಎತ್ತಿದನು. കത്തിയെടുത്ത് താൻ തന്റെ പൈതലിനെ വെട്ടാൻ ആരംഭിച്ചപ്പോൾ ಕತ್ತಿಯನ್ನ ಎತ್ತಿ ತನ್ನ ಮಗನ ಮೇಲೆ ಕೈ ಹಾಕುವುದಕ್ಕೆ ತಾನು ಮನಸ್ಸು ಮಾಡಿದಾಗ ഒരു ശബ്ദം, ತನ್ನ ಹಿಂದೆ ಕರೆಯುವಂತಹ ಒಂದು ಶಬ್ದ, അബ്രഹാമേ അബ്രഹാമേ, ಅಬ್ರಹಾಮನೇ ಅಬ್ರಹಾಮನೇ, ബാലന്റെ മേൽ കൈ വയ്ക്കരുത്, ಹುಡುಗನ ಮೇಲೆ ಕೈ ಹಾಕಬೇಡ. വളരെ ശ്രദ്ധിച്ചേ, ಬಹಳ ಗಮನಿಸಿರಿ. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ അടയാളം എന്താണെന്നറിയോ? ಅಬ್ರಹಾಮನ ನಂಬಿಕೆಯ ಗುರುತು ಏನೆಂಬುದಾಗಿ ಗೊತ್ತು? ഈ കത്തിക്കും ബാലനും ഇടയിൽ വെളിപ്പെട്ട ഒരു ദൈവശബ്ദം. ಆ ಕತ್ತಿಯ ಮಧ್ಯದಲ್ಲಿ ಅಥವಾ ಕತ್ತಿಗೂ ಈ ಮಗುವಿನ ಮಧ್ಯದಲ್ಲಿ ಪ್ರಕಟವಾಗಿರುವಂತಹ ದೇವರ ಶಬ್ದ. അത് ദൈവത്തിന്റെ ഒരു സാക്ഷ്യമാ അബ്രഹാമിനെ കുറിച്ച്. ಅದು ದೇವರಿಗೆ ಒಂದು ಸಾಕ್ಷಿಯಾಗಿದೆ ಅಬ್ರಹಾಮನ ಕುರಿತಾಗಿ. ദൈവം അവനെ ഒന്ന് പരീക്ഷിച്ചതാ. ದೇವರು ಅವನ ಮೇಲೆ ಪರೀಕ್ಷೆ ಮಾಡಿದ್ದು. ആ പരീക്ഷയിൽ അബ്രഹാം വിജയിച്ചു. ಆ ಪರೀಕ್ಷೆಯಲ್ಲಿ ಅಬ್ರಹಾಮನು ಗೆದ್ದನು. എപ്പോഴാ അബ്രഹാം വിജയിച്ചത്? ಯಾವಾಗ ಅಬ್ರಹಾಮನು ಗೆದ್ದದ್ದು? മകനെ കൊണ്ട് നടന്നപ്പോഴല്ല വിജയിച്ചത്. ಮಗನನ್ನ ತನ್ನ ಜೊತೆಯಾಗಿ ಕರೆದುಕೊಂಡು ನಡೆದಾಗ ಅಲ್ಲ ಅಬ್ರಹಾಮನ ಜಯ ಹೊಂದಿದ್ದು. വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോഴല്ല അബ്രഹാം വിജയിച്ചത്. ಅಬ್ರಹಾಮನು ನಂಬಿಕೆಯ ಮಾತುಗಳನ್ನ ಹೇಳಿದಾಗ ಅಲ್ಲ ಆತನ ಜಯ ಹೊಂದಿದ್ದು. ബാലനുമായി കുന്നു കയറിയപ്പോഴല്ല അബ്രഹാം വിജയിച്ചത്. ಬಾಲಕನೊಂದಿಗೆ ಅಲ್ಲಿ ಬೆಟ್ಟ ಹತ್ತಿ ಹೋಗುವಾಗ ಅಲ್ಲ ಅಬ್ರಹಾಮನ ಜಯ ಹೊಂದಿದ್ದು. യാഗപീഠം പണിതപ്പോഴല്ല അബ്രഹാം വിജയിച്ചത്. ಯಜ್ಞವೇದಿಯನ್ನ ಕಟ್ಟಿದಾಗ ಅಲ್ಲ ಅಬ್ರಹಾಮನ ಜಯ ಹೊಂದಿದ್ದು. വിറകടുക്കിയപ്പോഴല്ല അബ്രഹാം വിജയിച്ചത്. ಸೌದೆಯನ್ನು ಜೋಡಿಸಿದಾಗ ಅಲ್ಲ ಅಬ್ರಹಾಮನ ಜಯ ಹೊಂದದ್ದು. ബാലനെ കയറ്റി കിടത്തിയപ്പോഴും അല്ല വിജയിച്ചത്. ಮಗನನ್ನ ಅದರ ಮೇಲೆ ಮಲಗಿಸಿದಾಗಲೂ ಅಲ್ಲ ಜಯ ಹೊಂದದ್ದು. പൈതലിനെ കൊല്ലുവാൻ, ಆ ತನ್ನ ಮಗನನ್ನ ಕೊಲ್ಲುವುದಕ್ಕೋಸ್ಕರವಾಗಿ ഉപയോഗിച്ച കത്തിയെടുത്ത് താൻ പൈതലിന്റെ നേരെ ഓങ്ങുവാൻ തുടങ്ങിയപ്പോ, ತನ್ನ ಕೈಯಲ್ಲಿದ್ದಂತಹ ಕತ್ತಿಯನ್ನ ಬಾಲಕನ ಮೇಲೆ ಎತ್ತಿದಾಗ പൈതലിന്റെയും കത്തിയുടെയും ഇടയിൽ ദൈവം അബ്രഹാമിന്റെ വിജയം പ്രഖ്യാപിച്ചു. ಅಲ್ಲಿಯ ಕತ್ತಿಯ ಮತ್ತು ಬಾಲಕನ ಮಧ್ಯದಲ್ಲಿ ದೇವರು ಅಬ್ರಹಾಮನ ವಿಧೇಯತ್ವವನ್ನು ಮೆಚ್ಚಿದನು. ദൈവം അവനെ സപ്പോർട്ട് ചെയ്തു. ದೇವರವನಿಗೆ ಸಪೋರ್ಟ್ ಮಾಡಿದರು. ദൈവം അവനെ അംഗീകരിച്ചു. ದೇವರಾತನ್ನ ಅಂಗೀಕರಿಸಿದರು. അവന്റെ മേൽ അടുത്ത ഒരു വാഗ്ദത്തങ്ങൾ കൂടി കൈമാറി. ಅವನ ಮೇಲೆ ಇನ್ನೊಂದು ವಾಗ್ದಾನವನ್ನು ಕೂಡ ದೇವರು ದಯಪಾಲಿಸಿದರು. ഇത്രയും
നാളും കേട്ടതുപോലെയല്ല, ಇಷ್ಟು ಕಾಲಗಳವರೆಗೆ ನೀನು ಕೇಳದ ರೀತಿಯೋಪಾದಿಯಾಗಿ ಅಲ್ಲ, ഇത്രയും നാളും താൻ അനുഭവിച്ചതുപോലെയുമല്ല, ಇಷ್ಟು ದಿನಗಳ ಕಾಲ ನೀನು ಅನುಭವಿಸುವ ರೀತಿಯಾಗಿ ಅಲ್ಲ, വ്യത്യസ്തമായ പുതിയ ചില ദൂതുകൾ കൂടി ವ್ಯತ್ಯಾಸವಾಗಿರುವ ಕೆಲವು ಹೊಸದಾಗಿರುವ ಸಂದೇಶಗಳನ್ನು ಕೂಡ അവന്റെ മേൽ കൈമാറി അവനെ ഒന്ന് ಅವನ ഉറപ്പിക്കുകയായിരുന്നു. ಮೇಲೆ ದಯಪಾಲಿಸಿ ಅವನನ್ನು ದೃಢಪಡಿಸಿದರು. ഇന്ന് പകൽക്കാലം അങ്ങനെ വിശ്വസിക്കുവാൻ തയ്യാറായവന്റെ ജീവിതത്തിൽ ಈ ರಾತ್ರಿ ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಯಾವ ರೀತಿಯಾಗಿ ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧವಾಗಿರುವಂತಹ ಜೀವಿತದಲ್ಲಿ യഹോവ ഈരയായി വെളിപ്പെട്ടു, ಯೆಹೋವ ಈರೆಯಾಗಿ ಪ್ರಕಟವಾದನು, യഹോവ കരുതുന്നവനായി വെളിപ്പെട്ടു, ಯೆಹೋವ ಕಾರ್ಯ ಮಾಡುವಂತ ದೇವರು ಎಂಬುದಾಗಿ ಪ್ರಕಟವಾಯಿತು. പകലിൽ നിന്റെ ശൂന്യതയുടെ നടുവിൽ നിന്നുകൊണ്ട് പറ, ನಿನ್ನ ಜೀವಿತದ ಶೂನ್ಯದ ಮಧ್ಯದಲ್ಲಿ ನಿಂತುಕೊಂಡು ನೀನು ಹೇಳು, ഹേ യഹോവ എനിക്ക് വേണ്ടി കരുതു, ಯೆಹೋವನು ನನಗೋಸ್ಕರ ಸಿದ್ಧ ಮಾಡುವನು, യഹോവ എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതു, ಯೆಹೋವನ ತಲೆಮಾರುಗಳಿಗೋಸ್ಕರ ಸಿದ್ಧ ಮಾಡುವನು, യഹോവ എന്റെ ഭവനത്തിന് വേണ്ടി കരുതു, ಯೆಹೋವನನ್ನ ಮನೆಗೋಸ್ಕರವಾಗಿ ಸಿದ್ಧ ಮಾಡುವನು, ഭാവിക്ക് വേണ്ടി കരുതു, ಯೆಹೋವನನ್ನ ಭವಿಷ್ಯಕ್ಕೋಸ್ಕರ ಸಿದ್ಧ ಮಾಡುವನು. പകൽക്കാലം വിശ്വാസത്തിന്റെ വാക്ക് കൽപ്പിക്കുന്നവന്റെ മുൻപിൽ ಇವತ್ತು ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯ ಮಾತುಗಳನ್ನು ನುಡಿಯುವವನ ಮುಂದೆ എല്ലാവരുടെയും കണ്ണിന് മറച്ച ಎಲ್ಲರ ಕಣ್ಣಿಗೆ ಮರೆ ಮಾಡಿ ಇಟ್ಟಂತಹ ഒരു ആട്ടുകൊറ്റനെ ദൈവം ಮಲೆയുടെ മുകളിൽ കരുതു. ಅಲ್ಲಿಯ ಸೋದರ ಒಂದು ಟಗರನ್ನ, ಎಲ್ಲರ ಕಣ್ಣಿಗೆ ಮರೆಯಾದಂತಹ ಒಂದು ಟಗರನ್ನ ಬೆಟ್ಟದ ಮೇಲೆ ದೇವರು ಇರಿಸಿದರು. അബ്രഹാമേ, നീ എവിടെ പരീക്ഷിക്കപ്പെട്ടോ, ಅಬ್ರಹಾಮನೇ, ನೀನು ಎಲ್ಲಿ ಪರೀಕ್ಷೆಗೆ ಒಳಗಾಗಿದೆಯೋ, എവിടെ നീ പരീക്ഷണത്തിൽ വിജയിച്ചോ, ಎಲ್ಲಿ ನೀನು ಪರೀಕ್ಷೆಯಲ್ಲಿ ಜಯ ಹೊಂದಿದೆಯೋ, അതേ മണ്ഡലത്തിൽ ಅದೇ ಸ್ಥಳದಲ್ಲಿ ദൈവം ഒരു ആട്ടുകൊറ്റനെ, ದೇವರು ಒಂದು ಟಗರನ್ನ ഇന്ന് പകൽക്കാലം നിന്നെ വിജയിപ്പിക്കാൻ, ನಿನ್ನನ್ನು ಜಯಗೊಳಿಸುವುದಕ್ಕೆ, നിന്നെ ജയിപ്പിക്കാൻ, ನಿನ್ನನ್ನು ಜಯಗೊಳಿಸುವುದಕ್ಕೆ, നിന്നെ വാഗ്ദത്തത്തിന്റെ അവകാശിയാക്കി തീർക്കാൻ, ನಿನ್ನ ವಾಗ್ದಾನದ ಅವಕಾಶಿಯಾಗಿ ಮಾರ್ಪಡಿಸುವುದಕ್ಕೆ 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ 2000 ವರ್ಷಗಳ ಹಿಂದೆ തന്റെ അരുമകുമാരനെ ತನ್ನ ಪ್ರಿಯ ಕುಮಾರನನ್ನ കാൽവരി ക്രൂശിൽ ദൈവം തകർത്തു കളഞ്ഞു. ಕಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ಆತನನ್ನ ಜಜ್ಜಿದರು, ഒരു യാഗമാക്കി തീർത്തു. ಅದನ್ನು ಯಜ್ಞವನ್ನಾಗಿ ಮಾರ್ಪಡಿಸಿದರು. ഇന്ന് പകൽക്കാലം അവൻ യാഗമായതുകൊണ്ട് ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಆತನು ಯಾಜ್ಞವಾದುದರಿಂದ നീ ശത്രുവിന്റെ മുമ്പിൽ ഭയപ്പെടണ്ട, ನೀನು ಶತ್ರುವಿನ ಮುಂದೆ ಹೆದರಬೇಕಾಗಿಲ್ಲ, നീ പരാജയപ്പെടത്തില്ല. ನೀನು ಅಲ್ಲಿ ಅಪಜಯ ಹೊಂದುವುದಿಲ್ಲ. കാരണം അവൻ തന്റെ പുത്രനിലൂടെ നിന്നെ വിജയിപ്പിച്ചവനാ. ಕಾರಣ ತನ್ನ ಕುಮಾರನ ಮುಖಾಂತರವಾಗಿ ನಿನ್ನನ್ನು ഇന്ന് ಜಯಗೊಳಿಸಿದವನಾಗಿದ್ದಾನೆ. പകൽക്കാലം നീ അവനെ വിശ്വസിക്കാൻ തയ്യാറാണോ? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಆತನು ನಂಬುವುದಕ್ಕೆ ഒരു ಸಿದ್ಧನಾಗಿದ್ದೀಯೋ? അത്ഭുതം നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ അവൻ കൈമാറുവാൻ ശക്തനാ. ಒಂದು ಅದ್ಭುತವನ್ನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಆತನು ಹಸ್ತಾಂತರಿಸುವುದಕ್ಕೆ ಆತನು ನಂಬಿಗಸ್ತನು. ಉಡಾರಬಲವ ಶಂಧರೆ ರಿಗಲ್ಕಮನಗರಗ ಸಿಯಾರಮ ಉಡಾರಗಲ್ಕನ ದಿಗಂಧನಾರಬಾಲಬಹುಷೆ. Oh, glory to God, Jesus. ഉഡാബാലവ ശംധരാദിന ദിഗൽകന പകൽക്കാലം വിശ്വാസത്തിന്റെ പരിശോധന നിന്റെ ജീവിതത്തിൽ തരുന്നത്, ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯ ಪರಿಶೋಧನೆ ಜೀವಿತದಲ್ಲಿ ಕೊಡುವಂಥದ್ದು. ഒരിക്കൽ കൂടി ദൈവം നിന്നെ ഉറപ്പിക്കുകയാ. ಇನ್ನೊಂದು ಆವರ್ತಿ ದೇವರನ್ನು ದೃಢಪಡಿಸುವುದಕ್ಕಾಗಿ കാൽവരി ക്രൂശിൽ എന്റെ അരുമകുമാരനെ തകർത്തത് നിനക്ക് വേണ്ടിയാണെന്ന്. ಕಾಲ್ವಾರಿ ಶಿಲುಬೆಯಲ್ಲಿ ನನ್ನ ಪ್ರಿಯ ಕುಮಾರನನ್ನು ಜಜ್ಜಿರುವಂಥದ್ದು ನಿನಗೋಸ್ಕರವಾಗಿದೆ. പകൽക്കാലം നിന്റെ ശൂന്യതകളെ നോക്കി നീ ആത്മാവിൽ പ്രവചിക്ക. ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಿನ್ನ ಶೂನ್ಯವನ್ನ ನೋಡಿ ನಿನ್ನ ಆತ್ಮದಲ್ಲಿ ಪ್ರವಾದನೆ ಹೇಳು, വിശ്വാസത്തോടെ കൽപ്പിക്ക. ನಂಬಿಕೆಯೊಂದಿಗೆ ನೀನು ಆಜ್ಞಾಪಿಸು. ഒരു അരുമകുമാരൻ എനിക്ക് വേണ്ടിയുണ്ട്, ಒಂದು ಪ್ರಿಯ ಕುಮಾರನ ನನಗೋಸ್ಕರ ಇದ್ದಾರೆ, രക്ഷകൻ എനിക്ക് വേണ്ടിയുണ്ട്, ಒಂದು ರಕ್ಷಕನ ನನಗೋಸ್ಕರ ಇದ್ದಾರೆ, ഒരു നീതിമാൻ എനിക്ക് വേണ്ടിയുണ്ട്, ಒಂದು ನೀತಿವಂತನು ನನಗೋಸ್ಕರ ಇದ್ದಾರೆ. അവൻ എനിക്ക് വേണ്ടി നീതി നടത്തൂ, ಆತನು ನನಗೋಸ್ಕರ ನೀತಿಯನ್ನು ಸಾಧಿಸುವನು, അവൻ എന്നെ രക്ഷിക്കൂ, ಆತನನ್ನು ರಕ್ಷಿಸುವನು, അവൻ എന്നെ കരുതൂ. ಆತನು ನನಗೋಸ್ಕರ ಕಾರ್ಯ ಮಾಡುವನು. പകൽക്കാലം നിന്റെ ശൂന്യതയ്ക്കകത്തേക്ക് ಈ ಹಗಲ ಜಾವದಲ್ಲಿ ശൂന്ಯತೆಯೊಳಗಡೆ ദൈവത്തിന്റെ കരുതലായ ದೇವರ ಕಾರ್ಯವಾಗಿರುವ തന്റെ അരുമകുമാരൻ ഇറങ്ങി വരികയാ. ನಿನ್ನ ತನ್ನ ಪ್ರಿಯ ಕುಮಾರನು ಇಳಿದು ಬರುತ್ತಾ ಇದ್ದಾಳೆ. പ്രാപിക്കുക, ಪ್ರಾರ್ಥನೆ ಹೊಂದಿಕೊಳ್ಳು, പ്രാപിക്കുക, ಹೊಂದಿಕೊಳ್ಳು, പ്രാപിക്കുക, ಹೊಂದಿಕೋ, പ്രാപിക്കുക. ಅದನ್ನು ಹೊಂದಿಕೋ. ಶರಾದಿಗಳು ಕಡನೆರಗಡಗಸಿಯ ವೈಷಣೆರಿಗಳು ಚಡೆ ವೈದೇರಿಬಾರಿಗಳು ಕಡ ಕೂಡಬಾರ ಗಂಧನಾದನ ರಿಗಲ್
ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಾನು ಆತ್ಮದಲ್ಲಿ ಸಂದೇಶವನ್ನು ಹೇಳುತ್ತಾ ಇದ್ದೇನೆ. കാണാത്തത് കാണാൻ പോകുന്നു. ನೀನು ಕಾಣದೇ ಇರುವಂತದನ್ನು ಕಾಣುವುದಕ್ಕಿದೆಯಾ? നിന്റെ മുമ്പിൽ ശൂന്യതകൾ മാത്രമേ കാണത്തുള്ളൂ. ನಿನ್ನ ಮುಂದೆ ಶೂನ್ಯವಾಗಿರುವಂತಹ ಅನುಭವ ಮಾತ್ರ ಇರುವಂತದ್ದು. പക്ഷെ നിന്റെ മുമ്പിൽ ശൂന്യമായ ചെയറുകൾ മാത്രമേ കാണത്തുള്ളൂ. ಇಂದು ನಿನ್ನ ಮುಂದೆ ಶೂನ್ಯವಾಗಿರುವಂತಹ ಚೇರುಗಳು ಮಾತ್ರ, ಕುರ್ಚಿಗಳು ಮಾತ್ರ ಇರುವಂತದ್ದು. ആത്മാവിൽ കൽപ്പിക്ക്. ಆದರೆ ಆತ್ಮನಲ್ಲಿ ನೀನು ಹಾಲ್ಯ ಆಜ್ಞಾಪಿಸು. അതിനെ ഞാൻ നിറയ്ക്കാൻ പോകുന്നു. ಅದನ್ನು ನಾನು ತುಂಬಿಸುವುದಕ್ಕಿದ್ದೇನೆ. വിശ്വാസം എന്നതോ ನಂಬಿಕೆಯೋ ആശിക്കുന്നതിന്റെ ഉറപ്പ്. ನಂಬಿಕೆಯೋ ಆಶಿಸುವಗಳ ಮೇಲಿರುವಂತಹ ದೃಢತೆಯಾಗಿದೆ. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ಕಣ್ಣಿಗೆ ಕಾಣದವರುಗಳ ಮೇಲಿರುವಂತಹ ಭರವಸೆವಾಗಿದೆ. ഇന്ന് പകലിൽ നിന്റെ ദേശത്ത് നീ കാണാത്തത് കാണാൻ പോകുന്നു. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಿನ್ನ ದೇಶದಲ್ಲಿ ಕಂದಿರುವವರೆಗೆ ಕಾಣದಿರುವಂತದನ್ನು ಕಾಣುವುದಕ್ಕಿದೆಯಾ? നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാത്തത് വെളിപ്പെടാൻ പോകുന്നു. ನಿನ್ನ ಕುಟುಂಬದೊಳಗೆ ಇಂದಿನವರೆಗೆ ಪ್ರಕಟವಾಗದಿರುವಂತದ್ದು ಪ್ರಕಟವಾಗುವುದಕ್ಕಿದೆ. ദൈവം അത്ഭുത പ്രവർത്തിക്കാൻ പോകുന്നു. ದೇವರದ ಅದ್ಭುತವನ್ನ ಮಾಡುವುದಕ್ಕಿದ್ದಾರೆ. കരമടിച്ച് ദൈവത്തിനൊരു ആമേൻ ಹಸ್ತಗಳನ್ನು പറഞ്ഞാട്ടെ. ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸೋಣ. Praise the Lord. Hallelujah. കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമായിരുന്നു കണ്ണിಗೆ അബ്രഹാമിന്റെ അകത്തു വെളിപ്പെട്ട പുനരുത്ഥാനത്തിന്റെ വിശ്വാസം. ಕಣ್ಣಿಗೆ ಕಾಣದಿರುವಗಳ ಮೇಲಿರುವಂತಹ ನಂಬಿಕೆಯಾಗಿತ್ತು. ಅಲ್ಲಿ ಸೋದರ ಪುನರುತ್ಥಾನದಲ್ಲಿರುವಂತಹ ಕಾರ್ಯ ನಂಬಿಕೆ. വെറുതെ അല്ല കേട്ടോ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി അറിയപ്പെട്ടത്. ಸುಮ್ಮನೆ ಅಲ್ಲ, ಅಬ್ರಹಾಮನು ನಂಬಿಕೆಯ ತಂದೆ ಎಂಬುದಾಗಿ ಹೆಸರುಗೊಂಡದ್ದು. അതിനു മുമ്പ് വരെ ഇല്ലാത്തൊരു കാര്യത്തെ അങ്ങനെ സംഭവിക്കുമെന്ന് അബ്രഹാം വിശ്വസിച്ചു. ಅಂದಿನವರೆಗೆ ಅದರ ಮೊದಲು ನಡೆಯದೇ ಇದ್ದಂತಹ ಕಾರ್ಯಗಳನ್ನ ಅದು ಸಂಭವಿಸುತ್ತದೆ ಎಂಬುದಾಗಿ ಅಬ್ರಹಾಮ ನಂಬಿದನು. പകൽക്കാലം ഇല്ലാത്ത ഒരു കാര്യത്തെ വിശ്വസിക്കാൻ തയ്യാറാണോ? ಈ ಅಗಲ ಜಾವದಲ್ಲಿ ಇಲ್ಲದೆ ಇರುವಂತಹ ಒಂದು ವಿಷಯವನ್ನ ನಂಬುವುದಕ್ಕೆ ನಿಮಗೆ ಸಾಧ್ಯವೋ? കേട്ടറിവും കണ്ടറിവും ഇല്ലാത്ത ഒരു കാര്യത്തെ ആത്മാർത്ഥമായി ആഴമായി വിശ്വസിക്കാൻ തയ്യാറാണോ? ಕೇಳದೇ ಇರುವಂತಹ ಕಾಣದೇ ಇರುವಂತಹದನ್ನ ಅದು ನಡೆಯುತ್ತದೆ, ಸಂಭವಿಸುತ್ತದೆ ಎಂಬುದಾಗಿ ನಿಮಗೆ ದೃಢವಾಗಿ ನಂಬುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೋ? തയ്യാറാകുന്നവന്റെ ജീവിതത്തിൽ ಆ ರೀತಿಯಾಗಿ ನಂಬುವುದವರ ಸಿದ್ಧರಾಗುವವರ ಜೀವಿತದಲ್ಲಿ കരുതലിന്റെ ഒരു ആട്ടുകൊറ്റനെ ദൈവം മലയുടെ മുകളിൽ കരുതിയിട്ടുണ്ട്. ಆ ಸಿದ್ಧತೆಗೊಳಿಸಿರುವಂತಹ ಒಂದು ಟಗರನ್ನ ದೇವರ ಬೆಟ್ಟದ ಮೇಲೆ ನಿಮಗೋಸ್ಕರ ಸಿದ್ಧ ಮಾಡಿದ್ದಾನೆ. വിശ്വാസത്തോടെ നടക്കാൻ തയ്യാറാകട്ടെ. ನಂಬಿಕೆಯೊಂದಿಗೆ ನಡೆಯುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಲಿ. നിന്റെ നടപ്പിനനുസരിച്ച്, ನಿನ್ನ ನಡೆಯುವಿಕೆಯ ಅನುಗುಣವಾಗಿ, തീരുമാനങ്ങൾക്കനുസരിച്ച്, ತೀರ್ಮಾನಕ್ಕೆ ಅನುಗುಣವಾಗಿ, വിശ്വാസത്തിനനുസരിച്ച്, ನಿನ್ನ ನಂಬಿಕೆಗೆ ಅನುಗುಣವಾಗಿ ഒരു ആട്ടുകൊറ്റനും മറു സൈഡിൽ കൂടി മുകളിലേക്ക് കയറുന്നുണ്ട്. ಅಲ್ಲಿಯ ಅದರ ಒಂದು ಟಗರು ಕೂಡ ಅದರ ಇನ್ನೊಂದು ಪಾರ್ಶ್ವದಿಂದ ಆ ಬೆಟ್ಟವನ್ನು ಹತ್ತುತ್ತಾ ಇದೆ. നീ ദൈവത്തിന് വേണ്ടി ഒരു സൈഡിൽ വിശ്വാസത്തോടെ ചവിട്ടിയാൽ, ನೀನು ಒಂದು ಕಡೆ ಯೇಸುವಿಗೋಸ್ಕರವಾಗಿ ನಂಬಿಕೆಯಿಂದ ನಿನ್ನ ಹೆಜ್ಜೆಯನ್ನ ಮುಂದೆ ಕಿಡುವಾಗ ദൈവം നിനക്ക് വേണ്ടി മറു സൈഡിൽ ചവിട്ടി തുടങ്ങും. ಅಲ್ಲಿ ದೇವರು ನಿನಗೋಸ್ಕರವಾಗಿ ಇನ್ನೊಂದು ಬದಿಯಲ್ಲಿ ಆತನು ತನ್ನ ಪಾದಗಳನ್ನು ಇಡುವರು. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. ನಾನು ನಂಬುವುದು ಈ ರೀತಿಯಾಗಿ, എന്തായാലും ഉയർന്നൊരു മലയിലേക്ക് കയറി പോകുമ്പോൾ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഉണ്ടല്ലോ ചവിട്ടി കയറാൻ. ಎಂತೂ ದೊಡ್ಡದಾಗಿರುವಂತಹ ಒಂದು ಬೆಟ್ಟದ ಕಡೆಗೆ ನಾವು ಏರಿ ಹೋಗುವಾಗ ಅಲ್ಲಿ ಸಣ್ಣ ಸಣ್ಣ ಕಲ್ಲುಗಳಿರ್ತವೆ. ನಾವು ಆ ಪಾದಗಳನ್ನಿಟ್ಟು ದೃಢಪಡಿಸಿಕೊಂಡು ಧೈರ್ಯವಾಗಿ ಮುಂದಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ. ഒന്ന് ചിന്തിച്ച് ആ കല്ലുകൾക്ക് സംസാരശേഷി ഉണ്ട് എന്നിരിക്കട്ടെ. ನೀವು ಈ ರೀತಿಯಾಗಿ ಚಿಂತೆ ಮಾಡಬೇಕು. ಆ ಕಲ್ಲುಗಳಿಗೆ ಮಾತನಾಡುವಂತಹ ಶಕ್ತಿ ಇದೆ ಎಂಬುದಾಗಿ ನೀವು ತಿಳಿದುಕೊಳ್ಳಿ. ആ കല്ലുകൾ ഒരുപക്ഷേ അബ്രഹാമിനോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങളില്ലേ? ಆ ಕಲ್ಲುಗಳು ಅಬ್ರಹಾಮನಿಗೆ ಪ್ರಶ್ನೆ ಮಾಡುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗಿರುವಂತಹ ತುಂಬಾ ಪ್ರಶ್ನೆಗಳಿವೆ ಅಲ್ಲ. എന്നാൽ ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಆದರೆ ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, അബ്രഹാം അവയൊന്നും ഗവനിക്കാതെ ಅಬ್ರಹಾಮನು ಅವುಗಳನ್ನು ಯಾವುದನ್ನ ಕೂಡ ಲಕ್ಷಿಸದೆ കയറിപ്പോയപ്പോ ಹತ್ತಿ ಹೋಗುವಾಗ മറു സൈഡിൽ ഒരു ആട്ടുകൊറ്റനും കയറുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ಅದರ ಇನ್ನೊಂದು ಪಾರ್ಶ್ವದಲ್ಲಿ ಒಂದು ಟಗರು ಅದರ ಮೇಲೆ ಹತ್ತಿ ಬರುವ ಆ ಬೆಟ್ಟವನ್ನು ಹತ್ತಿ ಬರುವಂತದ್ದು ನೀವು ನೋಡ್ತಿದ್ದೀರಾ? അബ്രഹാമിന് പറയാൻ മറുപടി ഇല്ല. ಅಬ್ರಹಾಮನಿಗೆ ಹೇಳುವುದಕ್ಕೆ ಉತ್ತರವಿಲ್ಲ. എന്നാൽ ആട്ടുകൊറ്റനോട് കല്ലുകൾ ചോദിച്ചാൽ, ಆದರೆ ಟಗರಿಗೆ ಕಲ್ಲುಗಳು ಕೇಳಿದರೆ ഈ ആടിന് പറയാൻ ഒരു കാരണമുണ്ട്. ಈ ಟಗರಿಗೆ ಹೇಳುವುದಕ್ಕೆ ಒಂದು ಕಾರಣವಿದೆ. ആട് കല്ലിനോട് പറയാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇതാണ്. ಈ ಟಗರು ಕಲ್ಲಿಗೆ ಹೇಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವಂತಹ ಒಂದು ವಿಷಯ ಇದಾಗಿದೆ. മറു സൈഡിൽ ഒരു പിതാവും ಒಂದು ಪಾರ್ಶ್ವದಲ್ಲಿ ಒಂದು ತಂದೆಯು തലയിൽ ചുമടുമായ ഒരു പയ്യനും ತಲೆಯಲ್ಲಿ ಭಾರ ಸೌದೆಯನ್ನು ಹೊತ್ತುಕೊಂಡಂತಹ ಒಂದು ಯೌವನಸ್ಥರು ಅಥವಾ ಹುಡುಗನು കയറുന്നുണ്ട്.
ಹತ್ತಿ ಬರುತ್ತಾ ಇದ್ದಾರೆ. അവരുടെ മറുപടിയായിട്ടാ ഞാൻ ഇവിടുന്ന് കയറി ചെല്ലുന്നേ. ಅವರ ಉತ್ತರವಾಗಿ ನಾನು ಇಲ್ಲಿಂದ ಬೆಟ್ಟವನ್ನು ಹತ್ತುತ್ತಾ ಇದ್ದೇನೆ. ഓരോ കല്ലുകളും ഈ ആട്ടുകൊറ്റൻ ചവിട്ടി കയറുമ്പോ ಒಂದೊಂದು ಕಲ್ಲುಗಳನ್ನ ಈ ಟಗರು ತುಳಿದು ಮುಂದಕ್ಕೆ ಬರುವಾಗ അബ്രഹാമിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന വിടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാ. ಆ ಅಬ್ರಹಾಮನ ಜೀವಿತದಲ್ಲಿ ಪ್ರಕಟವಾಗುವಂತಹ ಬಿಡುಗಡೆ ಹತ್ತಿರವಾಗುತ್ತಾ ಇದೆ. അബ്രഹാം ചവിട്ടി കയറുന്ന വേഗതയ്ക്കനുസരിച്ച് ഇവനും ഈ സൈഡിൽ നിന്ന് കയറുകയാ. ಅಬ್ರಹಾಮನ ಬೆಟ್ಟವನ್ನು ಹತ್ತುವಂತಹ ಅದೇ ವೇಗದಲ್ಲಿ ಬೆಟ್ಟದ ಇನ್ನೊಂದು ಪಾರ್ಶ್ವದಲ್ಲಿ ಈ ಟಗರು ಕೂಡ ಹತ್ತಿ ಮೇಲೆ ಬರುತ್ತಾ ಇದೆ. പകൽക്കാലം വിശ്വാസത്തിന്റെ ചവിട്ടുപടിയിൽ നീ ആത്മാർത്ഥമായി കാല് ചവിട്ടി കയറുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯ ಆ ಬೆಟ್ಟವನ್ನು ಹತ್ತುವುದಕ್ಕೆ ಯಥಾರ್ಥವಾಗಿ ನಿನ್ನ ಕಾಲುಗಳನ್ನ ಇಟ್ಟು ನಿನ್ನ ಬೆಟ್ಟವನ್ನು ಹತ್ತುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ മറു സൈഡിൽ വിടുതലിന്റെ ഒരു ചവിട്ടുപടി ദൈവം നിനക്ക് വേണ്ടി കരുതുന്നു. ಅದರ ಇನ್ನೊಂದು ಪಾರ್ಶ್ವದಲ್ಲಿ ನಿನಗೋಸ್ಕರವಾಗಿ ಬಿಡುಗಡೆಯ ಹಲ್ಲಿಯ ಪಾದಗಳನ್ನು ಇಡುವುದಕ್ಕೆ ದೇವರಿಗೆ ಸಾಧ್ಯ. ഇന്ന് പകൽക്കാലം എത്ര പേര് തയ്യാറാ അങ്ങനെ ചവിട്ടി കയറാ? ಈ ಅಗಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ಅದಕ್ಕೋಸ್ಕರ ಆ ರೀತಿಯಾಗಿ ಆ ಪಾದಗಳನ್ನಿಟ್ಟು ಮುಂದೆ ಆಗುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಿದ್ದೀರಿ? നിന്റെ അകത്ത് ദൈവം കൈമാറിയിരിക്കുന്ന ദർശനങ്ങളെ, ನಿನ್ನ ಒಳಗೆ ದೇವರು ಇಟ್ಟಿರುವಂತಹ ದರ್ಶನಗಳನ್ನ, വെളിപ്പാടുകളെ, ಪ್ರಕಟಣೆಗಳನ್ನ, ഹല്ലേലൂയ, വാഗ്ദത്തങ്ങളെ ವಾಗ್ದಾನಗಳನ್ನ പൂർത്തീകരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ಆ ಪೂರ್ತಿಕರಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿಯಾಗಿ അത് നീ നടക്കത്തില്ലെന്ന് വിധിക്കുന്ന വിധിക്ക് അനുസരണമായി ಅದು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ನಡೆಯುವುದಿಲ್ಲ ಎಂಬುದಾಗಿ ವಿಧಿ ನಿರ್ಣಯಿಸುವ ಆ ವಿಧಿಯ ಮುಂದಾಗಿ ചില ശോധനകൾക്ക് മുൻപിൽ വിജയിക്കുവാൻ നീ തയ്യാറാണോ? ನೀನು ಈ ಕೆಲವು ಶೋಧನೆಗಳ ಮುಂದಾಗಿ ಜಯ ಹೊಂದುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗಿದೆಯೋ? മറ്റാരോടും പറയാതെ ಬೇರೆ ಯಾರ ಸಂಗಡ ಹೇಳದೆ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ದೇವರ ಸಂಬಂಧ, ದೇವರವಾಗಿರುವ ನಿಕಟವಾಗಿರುವ ಸಂಬಂಧದಲ್ಲಿ ആ ആലോചനയ്ക്ക് മുമ്പിൽ വിധേയപ്പെടാൻ നീ തയ്യാറാണോ? ಆ ಆಲೋಚನೆಯ ಮುಂದೆ ವಿಧೇಯನಾಗುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗಿದೆಯೋ? ദൈവം ഒരു അത്ഭുതം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ದೇವರೊಂದು ಅದ್ಭುತವನ್ನು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಮಾಡುವುದಕ್ಕಿದ್ದಾರೆ. ഉയർത്തി കർത്താവിന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಎಂದು ಆಮೇಲೆ ಹೇಳೋಣ. ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രവചിക്കുന്നു. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ದೇವರಾತ್ಮನು ಸಂದೇಶವನ್ನು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. ചില കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ദൈവം മരണത്തെ മാറ്റിവിരിക്കുന്നു. ಆ ಕೆಲವು ಮನೆಗಳ ಒಳಗಡೆ ಇರುವಂತಹ ಮರಣಗಳನ್ನ ದೇವರು ನೀಗಿಸಿ ಬಿಡುತ್ತಾ ಇದ್ದಾರೆ. കരുതലിന്റെ കരം ദൈവം വെളിപ്പെടുത്തുന്നു. ಆ ಸಂತೈಸುವಿಕೆಯ ಹಸ್ತವು ದೇವರು ನಿಮಗೋಸ್ಕರ ಪ್ರಕಟಪಡಿಸುತ್ತಾ ಇದ್ದಾರೆ. സൗഖ്യത്തിന്റെ കരം ദൈവം വെളിപ്പെടുത്തുന്നു. ಆ ಕರುಣೆಯುಳ್ಳ ಹಸ್ತವು ನಿಮಗೋಸ್ಕರ ಪ್ರಕಟವಾಗುತ್ತಾ ಇದೆ. ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ളവർ പ്രാപിക്കുക. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆ ಇರುವವರು ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. ഇന്ന് പകൽക്കാലം അത് നിന്റെ മേല വീഴാൻ പോകുന്നേ. ಈ ಅಗಲ ಜಾವ ಅದು ನಿನ್ನ ಮೇಲೆ ಬೀಳಲಿಕ್ಕಿದೆ. നിന്റെ കുടുംബത്തിന്റെ മേൽ അത് വെളിപ്പെടാൻ പോകുന്നു. ಅದು ನಿನ್ನ ಕುಟುಂಬದ ಮೇಲೆ ಪ್ರಕಟವಾಗುವುದಕ್ಕಿದೆ. നിന്റെ ശുശ്രൂഷയുടെ മേൽ അത് വെളിപ്പെടാൻ പോകുന്നു. ಅದು ನಿನ್ನ ಸೇವೆಯ ಮೇಲೆ ಪ್ರಕಟವಾಗುವುದಕ್ಕಿದೆ. ഈ കാലഘട്ടത്തിന്റെ വിശ്വാസത്തിന്റെ വീരൻ നീയാ. ಈ ಕಾಲಗಳಲ್ಲಿ ನೀನು ವಿಶ್ವಾಸದ ವೀರನಾಗಿದ್ದೀಯಾ? ഈ കാലഘട്ടത്തിന്റെ വിശ്വാസത്തിൽ ധീര വനിത നീയാ. ಈ ಕಾಲದಲ್ಲಿರುವಂತಹ ವಿಶ್ವಾಸ ನಂಬಿಕೆಯ ಧೀರ ಸ್ತ್ರೀ ನೀನೇ. ഇന്ന് പകലിൽ അത് വിശ്വസിച്ച് ಈ ಹಗಲಿನಲ್ಲಿ ನೀನು ಅದನ್ನು ನಂಬಿ ആ ദൂതൻ ആമേൻ പറഞ്ഞ കയറുക. ಆ ದೇವರ ಸಂದೇಶಕ್ಕೆ ಆಮೇನ್ ಹೇಳಿ ಮುಂದಾಗು. കരം തട്ടി കർത്താവിന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನ ತಟ್ಟಿ ದೇವರಿಗೆ ಒಂದು ಆಮೇನ್ ಹೇಳೋಣ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. Praise the Lord. Praise the Lord. വിശ്വാസത്തിന്റെ പരിശോധനയിൽ വിജയിച്ച അബ്രഹാമിന്റെ മുൻപിൽ ನಂಬಿಕೆಯ ಪರಿಶೋಧನೆಯಲ್ಲಿ ಗೆದ್ದಂತಹ ಅಬ್ರಹಾಮನ ಮುಂದೆ ദൈവം കരുതലിന്റെ ഒരു ആട്ടുകൊറ്റനെ കൈമാറി. ದೇವರು ಸಿದ್ಧಗೊಳಿಸಿದಂತಹ ಒಂದು ಕುರಿಯನ್ನ ಅಥವಾ ಟಗರನ್ನ ದೇವರಾತನಿಗೆ ಒದಗಿಸಿದರು. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവായിരുന്നു ഈ ആട്ടുകൊറ്റൻ. ಅಬ್ರಹಾಮನ ನಂಬಿಕೆ ಎಷ್ಟು ಆಳವಾಗಿತ್ತು ಎಂಬುದಾಗಿದ್ರ ಅದರ ದೃಢತೆಯಾಗಿತ್ತು ಅಥವಾ ಅದರ ಒಂದು ಯಥಾರ್ಥವಾಗಿರುವಂತಹ ಹೊರಪಡಿಸುವಿಕೆಯಾಗಿತ್ತು ಈ ಕುರಿಮರಿ. വിശ്വസിക്കുന്നവന്റെ തലമുറ തകരാതെ വണ്ണം ನಂಬುವವನ ತಲೆಮಾರುಗಳು ಒಡೆದು ಹೋಗದ ರೀತಿಯಾಗಿ കരുതുന്ന ഒരു ദൈവം ഉയരത്തിലുണ്ട് എന്നതിന്റെ തെളിവാണ് ആട്ടുകൊറ്റൻ. ಸಿದ್ಧಗೊಳಿಸುವಂತಹ ಅವರು ದೇವರು ಇದ್ದಾರೆ ಎಂಬುದಾಗಿರುವಂತಹ ಅದರ ಪ್ರಕಟಣೆಯಾಗಿದೆ ಈ ಕುರಿ. ഇന്ന് പകൽക്കാലം നിന്നെ നിന്ദിക്കുന്നവന്റെ മുൻപിൽ, ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಿಂದಿಸುವವನ ಮುಂದೆ, വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ നിന്നെ അപമാനിക്കുന്നവന്റെ മുൻപിൽ, ನಂಬಿಕೆಗೆ ನೀವು ಅಥವಾ ವಿಶ್ವಾಸ ಜೀವಿತದ ಕಡೆಗೆ ಬಂದದರಿಂದ ನಿನ್ನನ್ನು ಅಪಮಾನಗೊಳಿಸುವವರ ಮುಂದೆ, നിന്നെ ഒരു
മാന്യ വിഷയമാക്കി തീർക്കുന്നതിന്റെ അടയാളമാണ് തന്റെ അരുമകുമാരൻ. ನಿನ್ನನ್ನು ಆಲಿಸುವ ಮಾನ್ಯ ಯೋಗ್ಯನಾಗಿ ಮಾರ್ಪಡಿಸುವುದರ ಗುರುತಾಗಿದೆ ನಮ್ಮ ಕರ್ತನಾದ ಯೇಸು ಕ್ರಿಸ್ತನು ಅಥವಾ ತನ್ನ ಪ್ರಿಯ ಕುಮಾರನು. ക്രൂശിന്റെ ദർശനം നിന്റെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ, ಆ ಶಿಲುಬೆಯ ದರ್ಶನ ನಿನ್ನ ಹೃದಯದ ಒಳಗಡೆ ಇದ್ದರೆ, ആ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവേശുവിന്റെ രൂപം നിന്റെ അകത്തുണ്ടെങ്കിൽ, ಆ ಶಿಲುಬೆಗೆ ಹಾಕಲ್ಪಟ್ಟಂತಹ ಕರ್ತನ ರೂಪ ನಿನ್ನ ಹೃದಯದ ಒಳಗಡೆ ಇದ್ದರೆ, ആ ദർശനം നിന്റെ അകത്തുണ്ടെങ്കിൽ, ಆ ದರ್ಶನ ನಿನ್ನ ಒಳಗಡೆ ಇದ್ದರೆ, നിന്റെ അകത്ത് ദൈവത്തെ കുറിച്ച് ഒരു പുതിയ വെളിപ്പാട് കിട്ടും. ಆ ನಿನ್ನ ಒಳಗಡೆ ಆದಿದ್ದರೆ ದೇವರ ಕುರಿತಾಗಿರುವ ಹೊಸದಾಗಿರುವ ಒಂದು ಪ್ರಕಟಣೆ ನಿನಗೆ ದೊರೆಯುತ್ತದೆ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് നീ വിശ്വസിക്കും. ನಿನಗೋಸ್ಕರವಾಗಿ ಆಲಿಸುವ ಸಿದ್ಧ ಮಾಡುವಂತಹ ದೇವರಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನೀನು ನಂಬುತ್ತಿ. കാലം എത്ര പേര് വിശ്വസിച്ചുകൊണ്ട് പറയും, ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ನಂಬಿಕೊಂಡು ಹೇಳುತ್ತೀರಿ, എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ನನಗೋಸ್ಕರ ಸಿದ್ಧ ಮಾಡುವಂತಹ ದೇವರಿದ್ದಾರೆ. ഇരിക്കുന്ന ആൾക്കാരെ തൊട്ടുകൊണ്ട് പറ, നമ്മളെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ಹತ್ತಿರ ಇರುವಂತಹ ಮನುಷ್ಯರಿಗೆ, ಹತ್ತಿರ ಇರುವವರಿಗೆ ಅವರನ್ನ ಮುಟ್ಟಿಕೊಂಡು ಹೇಳಿ, ನಿನಗೋಸ್ಕರ ಸಿದ್ಧ ಮಾಡುವಂತಹ ಒಬ್ಬರು ದೇವರಿದ್ದಾರೆ. പ്രയാസപ്പെടേണ്ടെന്ന് പറ. ಆದ್ದರಿಂದ ನೀನು ಸಂಕೋಚ ಪಡಬೇಡ. അവന്റെ അരുമകുമാരനെ നമുക്ക് വേണ്ടി നിർത്തിയിട്ടുണ്ടെന്ന് പറ. ಆ ತನ್ನ ಪ್ರಿಯ ಕುಮಾರನನ್ನು ನಮಗೋಸ್ಕರವಾಗಿ ನಿಲ್ಲಿಸಿದ್ದಾರೆ ಎಂಬುದಾಗಿ ಹೇಳಿರಿ. അതുകൊണ്ട് പ്രയാസപ്പെടേണ്ടെന്ന് പറ. ಆದ್ದರಿಂದ ಹೆದರಬೇಡ್ರಿ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ. ಹಾಲೆಲೂಯ. അടുത്ത മറ്റൊരു വ്യക്തിയായിരുന്നു യോബ്. ನಂತರ ಇನ್ನೊಂದು ವ್ಯಕ್ತಿಯಾಗಿದ್ದರು ಯೋಬನು. ദൈവത്തിൽ വിശ്വസിച്ചതിന്റെ അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച ഏറ്റവും വലിയൊരു മനുഷ്യനായിരുന്നു ആര്? യോബ്. അബ്രഹാമിനും ഒക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപാണ് യോബ് ജീവിച്ചിരുന്നതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ದೇವರಲ್ಲಿ ಹೆಚ್ಚಾಗಿ ಆತುಕೊಂಡು ದೇವರ ಮೇಲೆ ಹೆಚ್ಚಾಗಿ ನಂಬಿಕೆ ಇಟ್ಟಂತದ್ದ ಒಬ್ಬ ಮನುಷ್ಯನಾಗಿದ್ದನು ಯೋಬನು. ಆತ ಈ ಅಬ್ರಹಾಮನಿಗಿಂತ ಮೊದಲಾಗಿದ್ದಂತಹ ಮನುಷ್ಯನು ಎಂಬುದಾಗಿ ವೇದ ಚರಿತ್ರೆಗಳು ಹೇಳುತ್ತವೆ. യോബിന്റെ ലൈഫ് നോക്കി പഠിച്ച സാത്താൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു. ಯೋಬನ ಜೀವನದ ಗುಣಗಳನ್ನೆಲ್ಲ ನೋಡಿ ಕಲಿತು ಸೈತಾನನು ದೇವರ ಮುಂದೆ ನಿಂತನು. ഇവന്റെ മേൽ ദൃഷ്ടി വെച്ചു, പക്ഷെ ഇവന്റെ അടുക്കലേക്ക് എന്താ ചെയ്യാൻ പറ്റുന്നില്ല, അടുക്കാൻ പറ്റുന്നില്ല. ಯೋಬನ ಮೇಲೆ ಗಮನವಿಟ್ಟು ಅಥವಾ ದೃಷ್ಟಿ ಇಟ್ಟನು, ಆದರೆ ಯೋಬನ ಹತ್ತಿರಕ್ಕೆ ಹೋಗುವುದಕ್ಕೆ ಅವನಿಗೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. കാരണമുണ്ട് കേട്ടോ. ಅದಕ್ಕೆ ಕಾರಣವಿದೆ. ಇದಾಗಿದೆ. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചതുകൊണ്ട്, ದೇವರಲ್ಲಿ ಪರಿಪೂರ್ಣವಾಗಿ ಯೋಬನು ನಂಬಿದರಿಂದ, ദൈവത്തിന്റെ മുമ്പിൽ അവൻ ഭയഭക്തിയോടെ നിലനിന്നതുകൊണ്ട്, ದೇವರ ಮುಂದೆ ಆತನ ಭಯ ಭಕ್ತಿಯಿಂದ ನಿಂತುದರಿಂದ, അവനും അവന്റെ തലമുറയ്ക്കും അവനുള്ള സകലത്തിനും ചുറ്റും ദൈവം ഒരു വേലി കെട്ടി. ಅವನಿಗೂ ಅವನ ತಲೆಮಾರಿಗಳಿಗೂ ದೇವರವನಿಗೆ ಕೊಟ್ಟಿರುವಂತ ಎಲ್ಲದರ ಸುತ್ತಲೂ ದೇವರು ಬೇಲಿ ಹಾಕಿದರು. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, ಇನ್ನು ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬುವವರು ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದರೆ, അവനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, ಅವರನ್ನ ಪೂರ್ಣವಾಗಿ ನಂಬುವವರು ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದರೆ, നിന്റെ വാഗ്ദത്തത്തെ അപഹരിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. ನಿನ್ನ ವಾಗ್ದಾನವನ್ನ ಅಪಹರಿಸುವುದಕ್ಕೆ ಸೈತಾನನಿಗೆ ಆಗುವುದಿಲ್ಲ. നിന്റെ തലമുറയെ അപഹരിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. ನಿನ್ನ ತಲೆಮಾರುಗಳನ್ನ ಅಪಹರಿಸುವುದಕ್ಕೆ ಸೈತಾನನಿಗೆ ಆಗುವುದಿಲ್ಲ. അപഹരിക്കാൻ ശത്രുവിന് കഴിയത്തില്ല. നിന്റെ സമ്പത്തിനെ അപഹരിക്കാൻ, ನಿನ್ನ ಸಂಪತ್ತನ್ನ ಅಪಹರಿಸುವುದಕ್ಕೆ ಸೈತಾನನಿಗೆ ಆಗುವುದಿಲ್ಲ. നിന്റെ ആയുസ്സിനെ തൊടാൻ ശത്രുവിന് കഴിയത്തില്ല. ನಿನ್ನ ಆಯುಸ್ಸನ್ನ ಮುಟ್ಟುವುದಕ್ಕೆ ಸೈತಾನನಿಗೆ ಆಗುವುದಿಲ್ಲ. നിന്റെ ശരീരത്തെ രോഗത്തിന് അടിമയാക്കാൻ ശത്രുവിന് കഴിയത്തില്ല. ನಿನ್ನ ಶರೀರವನ್ನ ರೋಗಕ್ಕೆ ವಿಧೇಯಪಡಿಸುವುದಕ್ಕೆ ಶತ್ರುವಿಗೆ ಆಗುವುದಿಲ್ಲ. പകൽക്കാലം വിശ്വാസത്തോടെ നീ എഴുന്നേൽക്കാൻ തയ്യാറാണെങ്കിൽ, ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯೊಂದಿಗೆ ನೀನು ಎದ್ದೇಳುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ, നീയും നിനക്കുള്ളതിനും ചുറ്റും വേലി കെട്ടുന്ന ഒരു ദൈവമുണ്ട്. ನಿನಗೂ ನಿನಗಿರುವುದಕ್ಕೆ ಸಮಸ್ತಕ್ಕೂ ಬೇಲಿ ಹಾಕುವಂತಹ ದೇವರಿದ್ದಾರೆ. പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ನಂಬುತ್ತಿದ್ದೀರಿ? ആ സ്വർഗീയ അധികാരത്തിനകത്താണ് ഞാനും നിങ്ങളും എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ಆ ಪರಲೋಕದ ಅಧಿಕಾರದ ಒಳಗಡೆ ನಾನು ನೀವು ಇದ್ದೀರಿ ಎಂಬುದಾಗಿ ಎಷ್ಟು ಜನ ನಂಬುತ್ತಿದ್ದೀರಿ? ഈ സ്വർഗീയ അധികാരത്തിനകത്ത് നീ വന്നാൽ, ಈ ಪರಲೋಕದ ಅಧಿಕಾರದ ಒಳಗಡೆ ನೀನು ಬಂದರೆ നീ അനുഗ്രഹിക്കപ്പെടും, ನೀನು ಆಶೀರ್ವಾದ ಹೊಂದುತ್ತಿ, നീ വിടുവിക്കപ്പെടും, ನೀನು ಬಿಡುಗಡೆ ಹೊಂದುತ್ತಿ, നീ രക്ഷിക്കപ്പെടും, ನೀನು ರಕ್ಷಣೆ ಹೊಂದುತ್ತಿ. നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ನಿನ್ನನ್ನು ಹಾಳು ಮಾಡುವುದಕ್ಕಾಗುವುದಿಲ್ಲ. തോൽവി എന്നൊരു പദം നിന്റെ ഡിക്ഷണറിയിൽ ഇല്ലാതാകും. ಸೋಲು ಎಂಬುದಾಗಿರುವಂತಹ ಒಂದು ಪದ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ನಿನ್ನ ಡಿಕ್ಷನರಿಯಲ್ಲಿ ಇಲ್ಲದಾಗುತ್ತದೆ. പകലിൽ എത്ര പേര് തയ്യാറാ? ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ? ആളുകളായില്ലേ നീ പരാജയപ്പെട്ട് ഓടാൻ തുടങ്ങിയിട്ട്? ಕಾಲಗಳಿಂದ ನೀನು ಅಪಜಯಗೊಂಡು ಓಡುತ್ತಾ ಇದೆಯಲ್ಲ. ആളുകളായില്ലേ നീ പരാജയത്തിന്റെ മൂടുപടം ഇട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്? ಕಾಲಗಳಿಂದ ನೀನು ಅಪಜಯದ ಮುಖವಾಡವನ್ನು ಹಾಕುತ್ತಾ ನೀನು ಹೋಗುತ್ತಾ ಇದ್ದೀ. തോൽവിയുടെ മുഖം മൂടി നിന്റെ മുഖത്ത് അണിഞ്ഞിട്ടില്ലേ? ಸೋಲಿನ ಮುಖವಾಡವನ್ನು ಹಾಕಿಲ್ಲವೋ? ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ നീ എഴുന്നേൽക്ക്. ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯಿಂದ ನೀನು ಎದ್ದೇಳು. അതിനെ നീക്കിയിട്ട്
നീക്കിയിട്ട് ಅದನ್ನ ನೀಗಿಸಿ നിനക്ക് ചുറ്റും ഒരു വേലി തീർക്കുന്ന ദൈവമുണ്ട്. ನಿನ್ನ ಸುತ್ತಲೂ ಬೇಲಿಯನ್ನು ಹಾಕುವಂತ ದೇವರಿದ್ದಾರೆ. വിശ്വാസം എന്നതോ ನಂಬಿಕೆಯೋ ആശിക്കുന്നതിന്റെ ഉറപ്പ്, ಭರವಸೆಯಿರುವುದರ ದೃಢತೆಯೋ കാണാത്ത കാര്യങ്ങളുടെ ಕಣ್ಣಿಗೆ ಕಾಣದವುಗಳನ್ನ നിശ്ചയവുമാകുന്നു. ನಿಜವೆಂದು ನಂಬುವುದು ಆಗಿದೆ. പകൽക്കാലം അനുഗ്രഹം നീ കാണാൻ തുടങ്ങുക. ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಆಶೀರ್ವಾದವನ್ನು ಕಾಣು. സൗഖ്യം നീ കാണാൻ തുടങ്ങുക. ಸೌಖ್ಯವನ್ನು ನೀನು ಕಣ್ಣಾರೆ ಕಾಣು. വിടുതൽ നീ കാണാൻ തുടങ്ങുക. ಬಿಡುಗಡೆಯನ್ನು ನೀನು ಕಣ್ಣಾರೆ ಕಾಣು. ഈ പകൽക്കാലം നിന്റെ കരത്തിൽ അത് കൈമാറുവാൻ ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಿನ್ನ ಹಸ್ತದಲ್ಲಿ ಅದನ್ನು ಕೊಡುವುದಕ್ಕೆ ദൈവം എഴുന്നേൽക്കുന്നു. ದೇವರು ಎದ್ದೇಳುತ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. Praise the Lord. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. സാത്താൻ പറഞ്ഞു, നീ അവന്റെ വേലിയൊക്കെ ഒന്ന് പൊളിച്ചതാ, ഞാൻ അവനെ കൊണ്ട് നിന്നെ തള്ളി പറയിക്കാം. ಸೈತಾನನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ, ನೀನು ಅವನಿಗೆ ಸುತ್ತಲೂ ಹಾಕಿರುವಂತ ಬೇಲಿಯನ್ನು ನೀನು ಹೊಡೆದಾಕು, ಆದರೆ ನಾನು ಅವನಿಂದ ನಿನ್ನನ್ನು ನಿನ್ನಿಂದ ಅವನನ್ನು ದೂಷಿಸುವನು ಎಂಬುದಾಗಿ ಅವನಿಂದ ನಿನ್ನನ್ನು ದೂಷಿಸುವನು ಎಂಬುದಾಗಿ ಹೇಳಿದನು. പറയുകയാ, നിന്നെ കൊണ്ട് അവനെ ഞാൻ തള്ളി പറയിക്കാം. ಅವನು ನಿನ್ನನ್ನು ದೂಷಿಸುವನು ಎಂಬುದಾಗಿ ಸೈತಾನು ಹೇಳುತ್ತಾ ಇದ್ದಾನೆ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿ ಪ್ರಿಯರೇ, ദൈവം എന്തുകൊണ്ടാണ് വേലി പൊളിച്ചു കൊടുത്തത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ಯಾಕೆ ದೇವರು ಯೋಬನಿಗೆ ಸುತ್ತಲೂ ಹಾಕಿರುವಂತಹ ಬೇಲಿಯನ್ನ ಹೊಡೆದು ಹಾಕಿದರು ಎಂಬುದಾಗಿ ನೀವು ಗಮನಿಸಿದ್ದೀರಾ? ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു. ನಾನು ಮೊದಲು ಪ್ರಾರಂಭದಲ್ಲಿ ಒಂದು ಮಾತು ಹೇಳಿದೆ, ചെറിയ ഉദാഹരണം പറഞ്ഞു. ಒಂದು ಸಣ್ಣ ಉದಾಹರಣೆ ಹೇಳಿದೆ. ഞാൻ നിങ്ങളോട് 1,00,000 രൂപ ചോദിച്ചാൽ നിങ്ങൾ എനിക്കത് തരത്തില്ല. ನಾನು ನಿಮಗೆ 1,00,000 ರೂಪಾಯಿಯನ್ನು ಕೇಳಿದರೆ ನೀವು ನನಗೆ ಕೊಡೋದಿಲ್ಲ. പക്ഷെ നിങ്ങളുടെ അടുത്തിരിക്കുന്നവർ ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കും. ಅದು ನಿಮ್ಮ ಹತ್ತಿರ ಇರುವವರು ಕೇಳಿದರೆ ನೀವು ಅವರಿಗೆ ಕೊಡ್ತೀರಿ. എന്തുകൊണ്ടെന്നാൽ ಯಾಕೆಂದರೆ ബന്ധത്തിന്റെ ആഴം അത്രത്തോളം വലുതാ. ಸಂಬಂಧದ ಆಳ ಅಷ್ಟು ಇದಾಗಿದೆ, ನಿಕಟವಾಗಿದೆ. ഒരുപക്ഷെ നിങ്ങൾ അടുത്തിരിക്കുന്ന ആള് തമ്മിൽ നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ടിട്ട് 10-20 വർഷം കഴിഞ്ഞു കാണും. ಹತ್ತಿರ ಇರುವಂತಹ ಮನುಷ್ಯನ ಪರಿಚಯದಿಂದ ಅಥವಾ ಅವರ ಪರಿಚಯ 10-20 ವರ್ಷದ ಪರಿಚಯ ನಿಮಗಿರಬಹುದು. ഇവിടെ എന്തുകൊണ്ട് ഇയ്യോബിനെ ദൈവം വിശ്വസിച്ചു? ಇಲ್ಲಿ ಯಾಕೆ ಯೋಬನನ್ನ ದೇವರು ನಂಬಿದರು? നിങ്ങൾക്ക് എന്നെ വിശ്വാസമല്ല, ನಿಮಗೆ ನನ್ನನ್ನ ನಂಬಿಕೆ ಇಲ್ಲ, പക്ഷെ അടുത്തിരിക്കുന്ന ആളെ വിശ്വാസമാ. ಆದರೆ ಹತ್ತಿರ ಕೂತಿರುವಂತಹ ಮನುಷ್ಯನ ನಂಬಿಕೆ. അതെന്തുകൊണ്ടാ? ಅದು ಯಾಕೆ? പരിചയത്തിനകത്താ. ಅದರ ಆ ಒಂದು ನಿಕಟವಾಗಿರುವಂತಹ ಸಂಬಂಧ ಅಥವಾ ಆ ಒಂದು ಪರಿಚಯದಿಂದ, ആ വ്യക്തികളെ കുറിച്ച് നിങ്ങൾക്ക് പരസ്പരം നല്ല ബോധ്യവും ധാരണയുള്ളത് കൊണ്ടാണ്. ಆ ವ್ಯಕ್ತಿಯ ಕುರಿತಾಗಿ ಒಳ್ಳೆಯದಾಗಿರುವಂತಹ ತಿಳುವಳಿಕೆ ಮತ್ತು ಧಾರಣೆ ನಿಮಗಿರುವುದರಿಂದ. അങ്ങനെയെങ്കിൽ ദൈവം വേലി പൊളിക്കാൻ തയ്യാറായത്, ಹಾಗಾದರೆ ದೇವರು ಬೇಲಿಯನ್ನು ಕೆಡವುವುದಕ್ಕೆ ಸಿದ್ಧನಾದದ್ದು, യോബുമായിട്ട് അഭേദ്യമായ ഒരു ബന്ധം ദൈവത്തിനുണ്ടായിരുന്നു. ದೇವರಿಗೆ ಯೋಬನ ಸಂಗಡ ನಿಕಟವಾಗಿರುವಂತಹ ಒಂದು ಸಂಬಂಧ ಇದ್ದುದರಿಂದ ദൈവത്തിന് യോബിനെ അത്രയും വിശ്വാസമായിരുന്നു. ದೇವರಿಗೆ ಯೋಬನನ್ನ ಅಷ್ಟು ನಂಬಿಕೆಯಾಗಿತ್ತು. ഒറ്റ കണ്ടീഷൻ മാത്രം പറഞ്ഞു, ಒಂದು ಮಾತು ಅಥವಾ ಒಂದು ಕಂಡೀಷನ್ ಮಾತ್ರ ಹೇಳಿದನು, നീ അവന്റെ പ്രാണനെ മാത്രം ನೀನು ಅವನ ಪ್ರಾಣವನ್ನ ಮಾತ್ರ തുടരുത്. ಮುಟ್ಟಬೇಡ. ദേ നോക്കിക്കേ, ನೋಡ್ರಿ, തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് പരാജയങ്ങളും ഒരുപാട് വേദനകളും ആ പ്രിയ പിതാവിന്റെ ലൈഫിൽ മാറി ಮಾರಿ 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 വരാൻ തുടങ്ങി. ಮುಂದೆ ನಾವು ನೋಡುವಾಗ ಅನೇಕ ಸಮಸ್ಯೆಗಳು, ಅನೇಕ ನೋವುಗಳು ಆ ತಂದೆಯ ಜೀವಿತದಲ್ಲಿ ಹಾಲ್ಯ ಒಂದರ ಹಿಂದೆ ಎಂಬುದಾಗಿ ಬರುವುದಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. തലമുറകൾ മരിച്ചുപോയി, ತಲೆಮಾರುಗಳು ಸತ್ತು ಹೋದರು, സമ്പത്ത് കൊള്ളയടിക്കപ്പെട്ടു, ತನಗಿರುವಂತಹ ಎಲ್ಲ ಆಸ್ತಿಗಳು ಅದು ಕೊಳ್ಳೆ ಹಾಕಲ್ಪಟ್ಟಿತು. ബഹുസമ്പന്നനായിരുന്ന ഇയ്യോബ് ദേ ഒരു സാധുവായ മനുഷ്യനായി തീർന്നു. ಬಹು ಸಂಪನ್ನನಾಗಿರುವಂತಹ ಯೋಬನು ಈಗ ಸಾಧಾರಣನಾಗಿರುವಂತಹ ಮನುಷ್ಯನಾಗಿ ಮಾರ್ಪಟ್ಟನು. താൻ രോഗിയായി തീർന്നു. ತಾನು ರೋಗಿಯಾಗಿ ಮಾರ್ಪಟ್ಟನು. ശ്രദ്ധിച്ചേ, ಗಮನಿಸ್ರಿ, ഇങ്ങനെ വന്നതിന് ശേഷം ಈ ರೀತಿಯಾಗಿ ಬಂದ ನಂತರ തന്റെ ഭാര്യ കുടുംബമെതിരായി, ತನ್ನ ಕುಟುಂಬ, ತನ್ನ ಸಂಸಾರ ತನಗೆ ವಿರುದ್ಧವಾಯಿತು. തന്റെ അടുക്കൽ ആശ്വാസത്തിന് കടന്നു വന്ന സ്നേഹിതന്മാർ തന്നെ നിന്ദിക്കാൻ തുടങ്ങി. ತನಗೆ ಸಂತೈಸುವಿಕೆಯ ಮಾತು ಹೇಳಿಕೊಡುವುದಕ್ಕೆ ತನ್ನ ಹತ್ತಿರ ಬಂದಂತಹ ತನ್ನ ಸಹೋದರರು ಅಥವಾ ತನ್ನ ಗೆಳೆಯರು ತನಗೆ ವಿರುದ್ಧವಾಗಿ ಮಾತನಾಡಿದರು. യോബ് നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ಇದರ ಮಧ್ಯದಲ್ಲಿ ಯೋಬನಂತೂ ಕರೆದು ಹೇಳ್ತಾ ಇದ್ದಾರೆ, ഞാൻ അവനെ കാണും, ನಾನು ಆತನನ್ನು ನೋಡುವೆನು. എന്റെ ഈ ശരീരം നശിച്ചു പോയാലും, ನನ್ನ ಈ ಶರೀರ ಹಾಳಾಗಿ ಹೋದರು, ഞാൻ തീർന്നു പോയാലും, ನಾನು ಇಲ್ಲದೆ ಆಗಿ ಹೋದರು ಕೂಡ ഞാൻ അവനെ കാണും. ನಾನು ಆತನನ್ನ ಕಣ್ಣಾರೆ ನೋಡುವೆನು. വേറൊരാളുടെ കണ്ണുകൊണ്ടല്ല, ಇನ್ನೊಬ್ಬರ ಕಣ್ಣಿನಿಂದಲ್ಲ, എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണും. ನನ್ನ ಸ್ವಂತ ಕಣ್ಣಿನಿಂದ ನಾನು ಆತನನ್ನು ನೋಡುವೆನು. പകലിൽ എത്ര പേര് തയ്യാറാ? ಈ ಹಗಲ ಜಾವದಲ್ಲಿ
ಹೋಗಲು ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ? കഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നോട്ടെ. ಕಷ್ಟಗಳು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬರಲಿ. കഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിൽ വന്നോട്ടെ. ಕಷ್ಟಗಳು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬರಲಿ. പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ നിന്റെ ജീവിതത്തിൽ വന്നോട്ടെ. ಪ್ರಿಯರ ಬೇರ್ಪಡಿಸುವಿಕೆ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಬರಲಿ. രോഗങ്ങൾ നിന്നെ വേട്ടയാടിക്കോട്ടെ. ರೋಗಗಳು ನಿನ್ನ ಹಿಂಬಾಲಿಸಲಿ. അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ നീ തയ്യാറാണോ? ಅದರ ಮಧ್ಯದಲ್ಲಿ ನಿಂತುಕೊಂಡು ನೀನು ಕರೆದು ಹೇಳೋದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗಿದೆಯೋ? ഈ കഷ്ടതയുടെ നടുവിലോ, ಈ ಕಷ್ಟದ ಮಧ್ಯದಲ್ಲಿಯೂ, ഈ വേദനയുടെ നടുവിലോ, ಈ ನೋವಿನ ಮಧ್ಯದಲ್ಲಿಯೂ, ഈ പ്രയാസത്തിന്റെ നടുവിലോ, ಈ ಪ್ರಯಾಸದ ಮಧ್ಯದಲ್ಲಿಯೂ, ഈ മരണത്തിന്റെ നടുവിലോ, ಈ ಮರಣದ ಮಧ್ಯದಲ್ಲಿಯೂ, ഈ കൂരിരുൾ താഴ്വരയിലോ, ಈ ಕಾರ್ಗತ್ತಲಿನಲ್ಲಿಯೂ, ഇതിന്റെയൊക്കെ നടുവിലോ ಇದರ ಎಲ್ಲದರ ಮಧ್ಯದಲ್ಲಿಯೂ ഞാൻ അവരെ കാണൂ. ನಾನು ಆತನನ್ನು ನೋಡುವೆನು. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ನಾನು ಯಾರನ್ನು ನಂಬಿದ್ದೇನೆ ಎಂಬುದಾಗಿ ನಾನು ತಿಳಿದಿದ್ದೇನೆ. പൗലോസ് പറയുന്നത് പോലെ ಪೌಲನು ಹೇಳುವ ರೀತಿಯಾಗಿ അവൻ എന്റെ ഉപനിധി. ಆತನು ನನ್ನ ನಿಧಿಯಾಗಿದ್ದಾರೆ. ആ ദിവസം വരെ കാപ്പാൻ ಆ ದಿನದವರೆಗೆ ಕಾಯುವುದಕ್ಕೆ, ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ಕಾಯುವುದಕ್ಕೆ ನಂಬಿಗಸ್ತನು ಎಂಬುದಾಗಿ ದೃಢತೆಯಿಂದಿದ್ದೇನೆ. കാലം അങ്ങനെ വിശ്വസിച്ച യോബിനെ, ಆ ರೀತಿಯಾಗಿ ನಂಬಿದಂತ ಯೋಬನಿಗೆ അവന്റെ വിശ്വാസത്തെ ಆತನ ನಂಬಿಕೆಯನ್ನ ശത്രുവിന് കെടുത്തി കളയാൻ കഴിഞ്ഞില്ല. ಶತ್ರುವಿಗೆ ಕೆಡವಿ ಹಾಕುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿಲ್ಲ. നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ ನಷ್ಟವಾಗಿ ಹೋದೆಲ್ಲವನ್ನ വിശ്വാസം കൊണ്ട് തിരിച്ചു പിടിച്ചൊരു ഭക്തൻ. ನಂಬಿಕೆಯಿಂದ ಅದನ್ನೆಲ್ಲವನ್ನ ತಿರುಗಿ ಹಿಡಿದಂತಹ ಒಬ್ಬ ಭಕ್ತ. പകൽക്കാലം നിന്റെ ഭാവിയെ, ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಿನ್ನ ಭವಿಷ್ಯವನ್ನ, വാഗ്ദത്തങ്ങളെ, ನಿನ್ನ ವಾಗ್ದಾನಗಳನ್ನ, ദൈവിക മുന്നേറ്റങ്ങളെ, ದೈವಿಕವಾಗಿರುವಂತಹ ಉನ್ನತಗಳನ್ನ തടയുന്ന അവിശ്വാസത്തെ തള്ളിക്കളഞ്ഞ് ತಡೆಯುವಂತ ಅಪನಂಬಿಕೆಗಳನ್ನ ದೂರ ಮಾಡಿ വിശ്വാസം കൊണ്ട് അതിനെ മടക്കി പിടിക്കുക, ನಂಬಿಕೆಯಿಂದ ಎಲ್ಲವನ್ನು ತಿರುಗಿ ಬರಮಾಡುವುದಾದರೆ തിരിച്ചു പിടിക്കുക. ಅದನ್ನ ತಿರುಗಿ ಹಿಡಿಯುವ. ഇന്ന് പകൽക്കാലം മുഖച്ഛായ മാറുന്ന പകല ಈ ಅಗಲ ಜಾವದಲ್ಲಿ ರೂಪಗಳನ್ನು ಬದಲಾಯಿಸುವ ചിലതിന്റെ അകത്ത് ദൈവം ചിലത് സെറ്റ് ചെയ്യുകയാ. ಕೆಲವು ದಿನಗಳ ಒಳಗಡೆ ದೇವರು ಕೆಲವು ಕಾರ್ಯಗಳನ್ನು ಸೆಟ್ ಮಾಡುತ್ತಾ ചില ಇದ್ದಾರೆ. സർജറികൾ ദൈവം ചെയ്യുകയാ. ದೇವರು ಕೆಲವು ಸರ್ಜರಿಗಳನ್ನ ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. ഒരു മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയത്തെ ಒಬ್ಬ ಮನುಷ್ಯನಿಗೆ ಪರಿಹರಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗದ ರೀತಿಯ ವಿಷಯಗಳನ್ನ പരിഹരിക്കുകയാ. ದೇವರು ಪರಿಹರಿಸುತ್ತಾ ಇದ್ದಾರೆ. പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ದೇವರು ಪರಿಹರಿಸುತ್ತಾ ಇದ್ದಾರೆ. പകൽക്കാലം വിശ്വസിക്കുന്നവർ ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬುವವರು കരം തട്ടി ആത്മാവിനെ ഒന്ന് പോരാടിക്കാട്ടെ. ಕಾರ್ಯಗಳನ್ನ ತಟ್ಟಿ ಆತ್ಮದಲ್ಲಿ ಹೋರಾಟ ಮಾಡಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. അവിശ്വാസങ്ങൾ മാറട്ടെ. ಅಭಿನಂದನೆಗಳು ಓಡಿ ಹೋಗಲಿ. Oh, in the name of Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. The name Jesus. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. The mighty name of Jesus. ಮಹಿಮೆಯುಳ್ಳ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. The mighty name of Jesus. ಮಹಿಮೆಯುಳ್ಳ ಯೇಸುವಿನ ನಾಮದಲ್ಲಿ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നു. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ನಾವು ಪ್ರಕಟಪಡಿಸುತ್ತಾ ಇದ್ದೇವೆ. അവിശ്വാസം മാറട്ടെ. ಅಪನಂಬಿಕೆಗಳು ಓಡಿ ಹೋಗಲಿ. അവിശ്വാസവും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ಅಪನಂಬಿಕೆಯು ಕೋಟದ ಇರುವಂತಹ ತಲೆಮಾರುಗಳ ಮಧ್ಯದಲ್ಲಿ ദൈവത്തിന്റെ പ്രവൃത്തികളെ അവതരിപ്പിക്കുന്ന ದೇವರ ಕಾರ್ಯಗಳನ್ನು ಪ್ರಕಟಪಡಿಸುವ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. ಒಂದು ತಲೆಮಾರು ಎದ್ದು ಬರಲಿ. ഓ, ഇന്ന് പകൽക്കാലം അത് എഴുന്നേൽക്കുന്നു. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ಅದು ಎದ್ದು ಬರುತ್ತಾ ಇದೆ. പകൽക്കാലം ദൈവം അത് പകരുകയാ. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ದೇವರು ಅದನ್ನು ಹರಡುತ್ತಾ ಇದ್ದಾರೆ. പകൽക്കാലം ദൈവം അത് ചെയ്യുകയാ. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ದೇವರು ಅದನ್ನು ಮಾಡುತ್ತಾ ಇದ್ದಾರೆ. നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം ദൈവം മടക്കി തരികയാ. ಆ ಕಾಲಗಳಿಂದ ನಿನಗೆ ನಷ್ಟವಾದಂತಹ ಪ್ರಾರ್ಥನಾ ಜೀವಿತ ನನಗೆ ತಿರುಗಿ ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. കൃപാവരങ്ങളെ ദൈവം മടക്കി തരികയാ. ಕೃಪಾವರಗಳನ್ನು ದೇವರು ನಿನಗೆ ತಿರುಗಿಸಿ ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. അഭിഷേകത്തെ ദൈവം മടക്കി തരികയാ. ಅಭಿಷೇಕವನ್ನು ನಿನಗೆ ತಿರುಗಿ ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. ശുശ്രൂഷകളെ ദൈവം മടക്കി തരികയാ. ಸೇವೆಯನ್ನು ತಿರುಗಿ ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. ചില കുടുംബത്തിന്റെ അകത്തേക്ക് ಕೆಲವು ಕುಟುಂಬದ ಒಳಗಡೆ ദൈവിക സമാധാനം ദൈവം മടക്കി തരികയാ. ದೈವಿಕ ಸಮಾಧಾನವನ್ನು ದೇವರು ತಿರುಗಿ ಕೊಡುತ್ತಾ ಇದ್ದಾರೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. Praise the Lord. ದೇವರಿಗೆ ಮಹಿಮೆ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. ശ്രദ്ധിച്ചേ, ಗಮನಿಸ್ರಿ. വിശ്വാസം കൊണ്ട് മടക്കി പിടിച്ച ഒരു ഭക്തൻ, ನಂಬಿಕೆಯಿಂದ ಎಲ್ಲವನ್ನು ತಿರುಗಿ ಹಿಡಿದಂತಹ ಭಕ್ತ, അത് പോയതുപോലല്ല തിരിച്ച് മടക്കി പിടിച്ചത്. ಹೋದ ರೀತಿಯಾಗಿ ಅಲ್ಲ ತಿರುಗಿ ತಾನು ಅದನ್ನು ಜಯಿಸಿದು. അത് അതിന്റെ ഇരട്ടി പങ്കോട് കൂടിയാ വന്നേ. ಅದರ ಎರಡರಷ್ಟು ತಾನು ಹೊಂದಿಕೊಂಡನು. തലമുറകൾ നഷ്ടപ്പെട്ടോ?
ತಲೆಮಾರುಗಳು ನಷ್ಟವಾಯಿತು. ദൈവം പുതിയ ചില തലമുറകളെ കൈമാറും. ದೇವರು ಹೊಸದಾಗಿರುವ ಕೆಲವು ತಲೆಮಾರುಗಳನ್ನು ನಿಮಗೆ ಕೊಡುವರು. നിന്റെ ചർച്ചിനകത്ത് ശൂന്യത വെളിപ്പെട്ടോ? ನಿನ್ನ ಸಭೆಯೊಳಗೆ ಶೂನ್ಯವಾಗಿರುವಂತಹ ಅನುಭವ ಆಗಿದೆಯೋ? ഡബിൾ പോർഷനായി ദൈവം നിന്റെ ചർച്ചിനെ നിറയ്ക്കും. ಅದರ ಎರಡರಷ್ಟಾಗಿ ದೇವರನ್ನ ಸಭೆಯನ್ನು ತುಂಬಿಸುತ್ತಾರೆ. നിന്റെ കുടുംബത്തിന്റെ സമ്പത്തിനെ ശത്രു അപഹരിച്ചോ? ನಿನ್ನ ಕುಟುಂಬದಲ್ಲಿರುವಂತಹ ಆರ್ಥಿಕತೆಯನ್ನ ಶತ್ರುವಾದವನು ಅಪಹರಿಸಿದಾನೋ? നിന്റെ അവകാശത്തെ അവൻ എടുത്തോ? ನಿನ್ನ ಅವಕಾಶವನ್ನು ಆತನು ಕಸಿದುಕೊಂಡನು. ഡബിൾ പോർഷൻ. ಎರಡರಷ್ಟು ಆತನು ನಿನಗೆ ಹಿಂದಿರುಗಿಸುವನು. ಎರಡರಷ್ಟು ಹಿಂದಿರುಗಿಸಿಕೊಡುವನು. വിശ്വാസത്തോടെ അടുത്തിരിക്കുന്ന ആൾക്കാരെ നോക്കി പറ, ನಂಬಿಕೆಯಿಂದ ಹತ್ತಿರ ಕೂತವರಿಗೆ ನೋಡಿ ಹೇಳು, ഡബിൾ പോർഷൻ, ഡബിൾ പോർഷൻ. ಎರಡರಷ್ಟು ഇരട്ടി പങ്ക്, ഇരട്ടി പങ്ക്. ಎರಡರಷ್ಟು ദൈവം മടക്കി തരാൻ പോകുന്നു. ದೇವರು ತಿರುಗಿಸಿಕೊಡುತ್ತಾರೆ. അത് സൗഖ്യമായിക്കോട്ടെ, ಅದು ಸೌಖ್ಯವಾಗಲಿ, അനുഗ്രഹമായിക്കോട്ടെ, ಆಶೀರ್ವಾದವಾಗಲಿ, വിടുതലായിക്കോട്ടെ, ಬಿಡುಗಡೆಯಾಗಲಿ, എന്ത് തന്നെയായാലോ ಏನೇ ಆದರೂ ಕೂಡ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക. ನಂಬಿಕೆಯಿಂದ ಆಜ್ಞಾಪಿಸು. 2 മടങ്ങായി നിന്റെ കരത്തിൽ ദൈവം മടക്കി തരാൻ പോകുന്നു. ಎರಡರಷ್ಟಾಗಿ ದೇವರನ್ನ ಹಸ್ತಗಳಲ್ಲಿ ಕೊಡುತ್ತಾರೆ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯ, ഹല്ലേലൂയ, ಹಾಲೆಲೂಯ. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. സുവിശേഷങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം വേഗത്തിൽ. ಸುವಾರ್ತೆ ಕಡೆಗೆ ನಮ್ಮ ಗಮನವನ್ನು ಬೇಗನೆ ತಿರುಗಿಸೋಣ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചേ, യേശു കടന്നു പോകുമ്പോ ಗಮನಿಸಿ, ಯೇಸು ಹಾದು ಹೋಗುವಾಗ ഒരു ശതാധിപൻ യേശുവിന്റെ അടുക്കൽ വന്നു. ದಂಡಿನ ಮನುಷ್ಯನೊಬ್ಬನು ಹತ್ತಿರ ಬಂದನು. ആ ഭാഗങ്ങൾ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ പറഞ്ഞങ്ങ് വിടുകയാണ്. ಆ ಭಾಗವನ್ನು ಓದುವುದಕ್ಕೆ ಸಮಯವಿಲ್ಲದರಿಂದ ಬೇಗನೆ ಅದನ್ನೇ ಹೇಳಿ ಮುಗಿಸಿಬಿಡುತ್ತೇನೆ. ശതാധിപൻ വന്ന് പറയുന്നു, 100 ಜನರ 100 ಜನರ ಯಜಮಾನನಾಗಿರುವಂತವನು ಎಂಬಂದು ಹೇಳ್ತಾ ಇದ್ದಾನೆ. എന്റെ ഭവനത്തിനകത്ത് ഒരു ബാല്യക്കാരനുണ്ട്, ನನ್ನ ಮನೆಯೊಳಗಡೆ ಒಬ್ಬ ಯವನಸ್ಥನಿದ್ದಾನೆ, അവൻ സൗഖ്യമില്ലാത്തവനായിരിക്കുന്നു, ಅವನು ಸೌಖ್ಯವಿಲ್ಲದವನಾಗಿದ್ದಾನೆ, അല്ലെ കിടക്കുന്നു. ಅವನು ಅಥವಾ ಮಲಗಿದ್ದಾನೆ. ഗുരു അവനെ സൗഖ്യമാക്കണം. ಗುರು, ನೀನು ಅವನಿಗೆ ಬಿಡುಗಡೆಯನ್ನ ಸೌಖ್ಯವನ್ನ ಕೊಡಬೇಕು. ഇത് കേട്ട മാത്രമല്ല, യേശു അങ്ങോട്ട് പോകാൻ ആരംഭിക്കുമ്പോൾ ಇದನ್ನ ಕೇಳಿದ ಮಾತ್ರೆಯಲ್ಲಿ ಯೇಸು ಆ ಕಡೆ ಹೊರಡುವುದಕ್ಕೆ ಸಿದ್ಧನಾದಾಗ ഈ മനുഷ്യൻ പറയുന്നു, ಈ ಮನುಷ್ಯನೇ ಹೇಳ್ತಿದ್ದಾರೆ, അയ്യോ ಗುರು, നീ എന്റെ ഭവനത്തിൽ വരുവാൻ, ನೀನು ನನ್ನ ಮನೆಯೊಳಗೆ ಬರುವುದಕ್ಕೆ, അല്ലെങ്കിൽ അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ, ಅಲ್ಲದ್ರೆ ನೀವು ನನ್ನ ಮನೆಯೊಳಗೆ ಬರುವುದಕ್ಕೆ ഞാൻ യോഗ്യനല്ല കേട്ടോ. ನಾನು ಯೋಗ್ಯನಲ್ಲ. കാരണം ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാണ്. ಕಾರಣ ನಾನು ಅಧಿಕಾರಕ್ಕೆ ಒಳಪಟ್ಟವನಾಗಿದ್ದೇನೆ. ഈ മനുഷ്യന്റെ ഈ പദത്തെ, ಈ ಮನುಷ್ಯನ ಈ ಮಾತನ್ನ യേശു കേട്ട മാത്രയിൽ ಯೇಸು ಕೇಳಿದ ಕ್ಷಣವೇ യേശു ഞെട്ടി. ಯೇಸ್ವಾಮಿಯು ಆ ಗಾಬರಿಗೊಂಡರು. യേശു പറയാ, ഇസ്രായേലിൽ പോലും ഞാൻ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ಯೇಸ್ವಾಮಿ ಹೇಳ್ತಿದ್ದಾರೆ, ಇಸ್ರಾಯೇಲಲ್ಲಿ ಕೂಡ ಇಷ್ಟು ದೊಡ್ಡ ನಂಬಿಕೆಯನ್ನ ನಾನು ನೋಡಲಿಲ್ಲ ಎಂಬುದಾಗಿ. കണ്ടോ, ആ മനുഷ്യന്റെ വിശ്വാസത്തെ യേശു കണ്ടപ്പോ അതിശയിച്ചു. ನೋಡ್ರಿ, ಯೇಸ್ವಾಮಿ ಆ ಮನುಷ್ಯನ ನಂಬಿಕೆಯನ್ನ ನೋಡಿದಾಗ ಅವರು ರೋಮಾಂಚಗೊಂಡರು. ഈ മനുഷ്യന്റെ പൊസിഷൻ നിങ്ങൾക്കറിയാമോ? ಈ ಮನುಷ್ಯನ ಪೊಸಿಷನ್ ಏನು, ಅಧಿಕಾರ ಏನು ಎಂಬುದಾಗಿ ನಿಮಗೆ ಗೊತ್ತು? ഈ മനുഷ്യൻ ഒരു ബറ്റാലിയന്റെ അധിപനാണ്. ಈ ಮನುಷ್ಯನು 100 ಮಂದಿ ಜನರಿಗೆ ಅದು ಯಜಮಾನನಾಗಿದ್ದಾನೆ. 100 പേർക്ക് അധിപനാണ്. 100 ಸೈನಿಕನಿಗೆ ಯಜಾಂತರ ಅಥವಾ ಯಜಮಾನನಾಗಿದ್ದಾನೆ. ഈ മനുഷ്യൻ പറഞ്ഞാൽ കേൾക്കുവാൻ കഴിയുന്ന 100 പേര് ഇദ്ദേഹത്തിന്റെ അണ്ടറിലുണ്ട്. ಈ ಮನುಷ್ಯನು ಹೇಳಿದರೆ ಕೇಳುವುದಕ್ಕೆ ಸಿದ್ಧರಾಗಿರುವಂತಹ 100 ಜನ ಈ ಮನುಷ್ಯನ ಕೈ ಕೆಳಗಿದ್ದಾರೆ. ഈ മനുഷ്യന് പുറത്തു പോകേണ്ട കാര്യമില്ല, ഈ മനുഷ്യന് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇദ്ദേഹം കൽപ്പിച്ചാൽ മാത്രം മതി. ಈ ಮನುಷ್ಯನು ಯಾವ ಕಾರ್ಯಕ್ಕೂ ಹೊರಗಡೆ ಹೋಗಬೇಕಾಗಿಲ್ಲ, ಈ ಮನುಷ್ಯನು ಆಜ್ಞಾಪನೆ ಮಾಡಿದರೆ ಮಾತ್ರ ಸಾಕು. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ യേശുവിനോട് പറയുക, അങ്ങന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല. ಆ ರೀತಿಯಾಗಿರುವಂತಹ ಒಬ್ಬ ಮನುಷ್ಯನು ಯೇಸ್ವಾಮಿಗೆ ಹೇಳುತ್ತಿದ್ದಾರೆ, ನೀವು ನನ್ನ ಮನೆಗೆ ಬರುವುದಕ್ಕೆ ನಾನು ಯೋಗ್ಯನಲ್ಲ. ഇന്ന് പകൽക്കാലം നിനക്ക് വിടുതൽ വേണോ? ಈ ಆಗಲೇ ಜಾವದಲ್ಲಿ ನಿನಗೆ ಬಿಡುಗಡೆ ಬೇಕು. നീ നിന്റെ കുറവ് മനസ്സിലാക്കി, ನೀನು ನಿನ್ನ ಕೊರತೆಯನ್ನ ತಿಳಿದು എപ്പോൾ ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കുവാൻ ಯಾವಾಗ തയ്യാറാകുന്നു, ನೀನು ಮೊಣಕಾಲು ಊರುವಿಯೋ, ദൈവം ആ സമയത്ത് നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ದೇವರು ಆ ಸಮಯದಲ್ಲಿ ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತಾರೆ. നിന്റെ കുറവ് നിനക്ക് എപ്പോ മനസ്സിലാകാൻ നീ ആരംഭിക്കുമോ? ಯಾವಾಗ ನಿನ್ನ ಕೊರತೆ ನಿನಗೆ ತಿಳಿಯುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತದೋ, നിന്റെ ജീവിതത്തെ യേശുവിന്റെ മുൻപിൽ എപ്പോൾ സമർപ്പിക്കാൻ തയ്യാറാകുമോ? ನಿನ್ನ ಜೀವಿತವನ್ನು ಯಾವಾಗ ನೀನು ಯೇಸುವಿನೆಂದೇ ಸಮರ್ಪಿಸುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗುತ್ತೀಯೋ, എപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവത്തിന് നീ വിധേയപ്പെടുന്നു, ಯಾವಾಗ ನೀನು ಪವಿತ್ರಾತ್ಮನ ದೇವರಿಗೆ ವಿಧೇಯವಾಗುತ್ತೀಯೋ, ആ സമയത്ത് ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ಆ ಸಮಯದಲ್ಲಿ ದೇವರು ನಿನ್ನ ಜೀವಿತದಲ್ಲಿ ಕಾರ್ಯ ಮಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸುತ್ತಾರೆ. അയ്യോ, ഈ യേശുവിന്റെ സ്നേഹത്തെ നേടുവാൻ ഞാൻ യോഗ്യനല്ലെന്ന് നീ എപ്പോൾ തുറന്ന് സമ്മതിക്കും?
സമ്മതിക്കുന്നുവോ, ಯಾವಾಗ ನೀನು ಈ ಯೇಸುವಿನ ಸ್ನೇಹವನ್ನ ಪ್ರೀತಿಯನ್ನ ಸಂಪಾದಿಸುವುದಕ್ಕೆ ನಾನು ಯೋಗ್ಯನಲ್ಲ ಎಂಬುದಾಗಿ ನೀನು ಒಪ್ಪಿಕೊಳ್ಳುವಿಯೋ, യേശുവേ എന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ലെന്ന് നീ എപ്പോ സമ്മതിക്കുന്നുവോ, ಯೇಸುವೆ ಎಂಬುದಾಗಿ ಕರೆಯುವುದಕ್ಕೆ ನಾನು ಯೋಗ್ಯನಲ್ಲ ಎಂಬುದಾಗಿ ನೀನು ಯಾವಾಗ ಒಪ್ಪಿಕೊಳ್ಳುತ್ತೀಯೋ, നീ കുറവുള്ളവനാണെന്ന് നീ എപ്പോൾ വിശ്വസിക്കുന്നു, ನೀನು ಕೊರತೆಯುಳ್ಳವನು ಎಂಬುದಾಗ ನೀನು ಯಾವಾಗ ಒಪ್ಪಿಕೊಳ್ಳುತ್ತೀಯೋ, ആ സമയത്ത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ಆ ಸಮಯದಲ್ಲಿ ದೇವರು ನಿನಗೋಸ್ಕರವಾಗಿ ಕಾರ್ಯ ಮಾಡುವರು. കരമുയർത്തി കർത്താവിനൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನೆತ್ತಿ ದೇವರಿಗೆ ಒಂದು ಒಳ್ಳೆಯ ಆಮೆನ್ ಹೇಳೋಣ. ഇന്ന് പകൽക്കാലം ചില സമർപ്പണത്തിന് നീ തയ്യാറാകുന്നുവെങ്കിൽ, ಈ ಅಗಲ ಜಾವದಲ್ಲಿ ಕೆಲವು ಒಪ್ಪಿಸುವಿಕೆಗೆ ನೀನು ಸಿದ್ಧನಾದರೆ, ചില നിർബന്ധങ്ങൾക്ക് നീ തയ്യാറാകുന്നുവെങ്കിൽ, ಕೆಲವು ನಿರ್ಬಂಧಗಳಿಗೆ ನೀನು ನಿನ್ನನ್ನು ಒಪ್ಪಿಸಿಕೊಡುವುದಾದರೆ, നീ ഒന്ന് വിധേയപ്പെടാൻ തയ്യാറാകുന്നുവെങ്കിൽ, ನೀನು ಒಪ್ಪಿಸಿಕೊಡುವುದಾದರೆ, ವಿಧೇಯನಾಗುವುದಾದರೆ, നീ ആശിക്കുന്ന ചിലത് കാണാൻ പോകുന്നു. ನೀನು ಬಯಸುವಂತದ್ದು ಕೆಲವು ಕಾಣುವುದಕ್ಕಿದೆ. കാണാത്ത ചില കാര്യങ്ങളുടെ നിവർത്തി നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. ಕಾಣದೇ ಇರುವಂತ ಕೆಲವೊಂದು ಕಾರ್ಯಗಳು ನಿನ್ನ ಕುಟುಂಬದೊಳಗಡೆ ಪ್ರಕಟವಾಗುವುದಕ್ಕಿದೆ. ഉയർത്തി തന്നെ തമ്പുരാനൊരു ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳನ್ನೆತ್ತಿ ಕರ್ತನಿಗೆ ಒಂದು ಆಮೆನ್ ಹೇಳಿರಿ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകുന്ന ഒരു തലമുറ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧವಾಗಿರುವಂತ ಒಂದು ತಲೆಮಾರು ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದರೆ, വിധേയപ്പെടാൻ ഒരു തലമുറ ഇതിന്റെ നടുവിൽ തയ്യാറാകുന്നുവെങ്കിൽ, ವಿಧೇಯವಾಗುವಂತಹ ಒಂದು ತಲೆಮಾರು ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದರೆ, ദൈവം ചിലത് പ്രവർത്തിക്കാൻ പോകുന്നു. ದೇವರಿಗೆ ಕಾರ್ಯ ಮಾಡುವುದಕ್ಕೆ ಸಮಯವಿದೆ. ഈ മനുഷ്യന്റെ യോഗ്യതകളെ മാറ്റിവെച്ച്, ಈ ಮನುಷ್ಯನ ಯೋಗ್ಯತೆಗಳನ್ನೆಲ್ಲ ಬದಿಗಿಟ್ಟು, അധികാരങ്ങളെ മാറ്റിവെച്ച്, ಅಧಿಕಾರಗಳನ್ನ ಬದಿಗಿಟ್ಟು, അവന്റെ പൊസിഷനെ മാറ്റിവെച്ച്, ಆತನ ಸ್ಥಾನವನ್ನೆಲ್ಲ ಬದಿಗಿಟ್ಟು, അവന്റെ അയോഗ്യത കണ്ടപ്പോ ಆತನ ಅಯೋಗ್ಯತೆಗಳನ್ನ ನೋಡಿದಾಗ ഭവനത്തിനകത്ത് കെട്ടുപൊട്ടി. ಅವನ ಮನೆಯೊಳಗಿದ್ದಂತಹ ಕಟ್ಟು ಮುರಿಯಲ್ಪಟ್ಟಿತು. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ತಿಳಿದುಕೊಳ್ಳಿರಿ ಪ್ರಿಯರೇ, 100 പേരുള്ള ഒരു ശതാധിപൻ, 100 ಜನರಿರುವಂತಹ ಸಹಸ್ರಾಧಿಪತಿ, എന്നാൽ 99 എണ്ണത്തിനും ഇല്ലാത്ത എന്തോ ഒരു മേഖല ഇവന്റെ മേൽ ആധിപത്യം പറഞ്ഞിരിക്കുന്നു. 99 ಇಲ್ಲದೆ ಇರುವಂತಹ ಯಾವುದೋ ಒಂದು ಕಾರ್ಯ ಇವನ ಮೇಲೆ ಅಧಿಕಾರ ಹೇಳ್ತಾ ಇದೆ. ಪೂರ್ಣತೆ ಇಲ್ಲ, പൂർണ്ണത കാണാൻ കഴിയുന്നില്ല. ಪೂರ್ಣವಾಗಿರುವಂತದನ್ನು ಕಾಣುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಾ ಇಲ್ಲ. എന്നാൽ ആ മനുഷ്യന്റെ തുറന്നു പറച്ചിലിനകത്ത്, ಆದರೆ ಆ ಮನುಷ್ಯನ ಓಪನ್ ಆಗಿ ಆ ಮನುಷ್ಯನ ಒಪ್ಪಿಕೊಂಡಾಗ, ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോ, ತೆರೆದ ಮನಸ್ಸಿನಿಂದ ಎಲ್ಲವನ್ನ ಆತನು ಒಪ್ಪಿಕೊಂಡಾಗ ഭവനത്തിനകത്തെ കെട്ടുപൊട്ടി, ಮನೆಯೊಳಗೆ ಕಟ್ಟಲ್ಪಟ್ಟಂತ ಕಟ್ಟು ಮುರಿಯಲ್ಪಟ್ಟಿತು. പൂർണ്ണത വെളിപ്പെടാൻ തുടങ്ങി. ಅದು ಪೂರ್ಣವಾಗಿರುವಂತಹ ಅನುಭವ ಪ್ರಕಟವಾಗುವುದಕ್ಕೆ ಪ್ರಾರಂಭವಾಯಿತು. നിനക്ക് പൂർണ്ണമായത് ചിലത് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലേ? ಇಂದು ಅಗಲ ಜಾವದಲ್ಲಿ ಪೂರ್ಣವಾಗಿರುವಂತ ಕೆಲವನ್ನು ನಿನಗೆ ಅನುಭವಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುತ್ತಿಲ್ಲವಲ್ಲ. ചിലത് മാറ്റിവെക്ക്, ಕೆಲವನ್ನು ನಿನ್ನ ಬದಿಗಿಡು, ചിലത് ഒഴിച്ചു മാറ്റ്, ಕೆಲವನ್ನು ನಿನ್ನ ಬಿಟ್ಟು ಬಿಡು. നീ നിന്റെ ശൂന്യതകളിലേക്കൊന്ന് നോക്ക്, ನೀನು ಶೂನ್ಯವಾಗಿರುವಂತಹ ಅನುಭವಕ್ಕೆ ನೀನು ನೋಡು. നിന്റെ കുറവുകളിലേക്കൊന്ന് നോക്ക്, ನಿನ್ನ ಕೊರತೆಗಳನ್ನು ನೀನು ನೋಡು. ഇന്ന് പകൽക്കാലം ദൈവം പ്രവർത്തിക്കാൻ പോകുന്നു. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ದೇವರು ಕಾರ್ಯ ಮಾಡುವುದಕ್ಕಿದ್ದಾರೆ. ഉയർത്തി കർത്താവിന് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ಹಸ್ತಗಳೆತ್ತಿ ದೇವರಿಗೆ ಹಲ್ಲೆಲೂಯಾ ಹೇಳಿರಿ. ഹല്ലേലൂയ, ಹಲ್ಲೆಲೂಯಾ, പ്രൈസ് ദി ലോർഡ്. ಆಮೆನ್. ഈ ಮನುಷ್ಯ തന്റെ അയോഗ്യത കണ്ടപ്പോ, ತನ್ನ ಅಯೋಗ್ಯತೆಗಳನ್ನು ನೋಡಿದಾಗ അവന്റെ ಭವನത്തിനകത്ത് ദൈവം ഒരു പൂർണ്ണത വെളിപ്പെടുത്തി. ಅವನ ಮನೆ ಒಳಗಡೆ ಒಂದು ಪೂರ್ಣತೆಯನ್ನು ದೇವರು ಪ್ರಕಟಪಡಿಸಿದರು. പ്രൈസ് ദി ലോർഡ്. ಪ್ರೈಸ್ ದಿ ಲಾರ್ಡ್. ഹല്ലേലൂയ. ഹല്ലേലൂಯಾ. യേശുവിന്റെ അടുക്കൽ ഈ മനുഷ്യൻ ഈ ബാല്യക്കാരന്റെ വിഷയമായിട്ട് വരണമെങ്കിൽ, ಯೇಸುವಿನ ಹತ್ತಿರ ಈ ಯೌವನಸ್ಥನ ವಿಷಯವಾಗಿ ಬರಬೇಕಾಗಿದ್ದರೆ, ഈ ബാല്യക്കാരൻ അവന് ഏറ്റവും പ്രിയമുള്ളവനാണ്. ಈ ಯೌವನಸ್ಥನು ಆತನಿಗೆ ಬಹಳ ಪ್ರಿಯನಾಗಿದ್ದಿರಬೇಕು. ആ ഭവനത്തിന്റെ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇവന് ഭയങ്കരമായ എന്താ പറയണ്ടേ ഉത്തരവാദിത്വമുള്ള വ്യക്തിയാണ്. ಈ ಮನೆಯ ವಿಷಯದಲ್ಲಿ ಬಹಳ ಜವಾಬ್ದಾರಿಕೆ ಇರುವಂತಹ ಮನುಷ್ಯ. കണ്ടോ, ഇവനെ തൊട്ടത് കൊണ്ട്, ಇವನನ್ನ ಮುಟ್ಟಿದರಿಂದ, ഈ രോഗം പിടിച്ചത് കൊണ്ട്, ಇವನನ್ನ ಈ ರೋಗ ಹಿಡಿದರಿಂದ ശതാധിപനും അവന്റെ ഭവനം മുഴുവനും വിഷമിക്കാൻ തുടങ്ങി. ಸಹಸ್ರಾಧಿಪತಿಯು ಅವನ ಮನೆಯೆಲ್ಲವೂ ಬಹಳ ನೋವಿನ ಒಳಗಡೆ ಆಗುವುದಕ್ಕೆ ಸಾಧ್ಯವಾಯಿತು. ആ ഒരു വിഷയമാണ്, ಆ ಒಂದು ವಿಷಯವಾಗಿದೆ, ആ ഒരു വിഷമമാണ് ಆ ಒಂದು ಪ್ರಯಾಸವಾಗಿದೆ. യേശുവിന്റെ അടുക്കൽ
എത്തിക്കുവാൻ ഇടയാക്കി തീർത്തു. ಯೇಸುವಿನ ಹತ್ತಿರ ಈ ಮನುಷ್ಯನನ್ನು ತಲುಪಿಸುವುದಕ್ಕೆ ಸಾಧ್ಯವಾದದ್ದು. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചില കുടുംബത്തിന്റെ അകത്തളങ്ങളിലെ ചില വിഷയങ്ങളെ നോക്കി പ്രവചിക്കാൻ പറയുന്നു. ಇಂದು ದೇವರಾತ್ಮನು ಕೆಲವು ಕುಟುಂಬಗಳ ಒಳಗಡೆ ಇರುವಂತಹ ಸಮಸ್ಯೆಯನ್ನ ನೋಡಿ ಪ್ರವಾದನೆ ಮಾತು ಹೇಳುವುದಕ್ಕೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ. പൂർണ്ണത വെളിപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ, ಸಂಪೂರ್ಣತೆಯ ಅನುಭವ ಪ್ರಕಟವಾಗದೇ ರೀತಿಯಾಗಿ നിന്നെ കുഴയ്ക്കുന്ന ചില വിഷയങ്ങളെ ನಿನ್ನನ್ನ ಎಳೆದಾಡಿಸುವಂತಹ ಕೆಲವು ವಿಷಯಗಳಲ್ಲಿ ദൈവാത്മാവ് പൊളിക്കാൻ പോകുന്നു. ದೇವರಾತ್ಮನು ಅದರಿಂದ ನಿನ್ನನ್ನು ಹೊರತರುವುದಕ್ಕಿದ್ದಾರೆ. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ നീ ಈ തയ്യാറാകുന്നുവെങ്കിൽ, ಆಗಲ ಜಾವದಲ್ಲಿ ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧನಾದರೆ പുതിയത് ചിലത് നീ കാണാൻ പോകുന്നു. ಹೊಸದಾಗಿರುವಂತದ ಕೆಲವನ್ನ ನೀನು ನೋಡುವುದಕ್ಕಿದೆ. 2019 ഒക്ടോബർ മാസം 1-ാം തീയതി 2019 ಅಕ್ಟೋಬರ್ ತಿಂಗಳು 1ನೇ ತಾರೀಕು സ്വർഗം തുറന്ന് നിന്റെ അരികിൽ ഇറങ്ങി വന്ന് നിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് കൈമാറുന്ന ദൂത്, ನಿನ್ನ ಪರಲೋಕದ ದೇವರು ಅಲ್ಲಿಯ ಪರಲೋಕದಿಂದ ಇಳಿದು ಬಂದು ನಿನ್ನ ಹತ್ತಿರ ನಿಂತು ನಿನ್ನ ಹಸ್ತವನ್ನು ಹಿಡಿದು ಹೇಳುವಂತಹ ಸಂದೇಶ, നിന്റെ കുടുംബത്തിനകത്ത് ഒരു പൂർണ്ണത വെളിപ്പെടും. ನಿನ್ನ ಕುಟುಂಬದ ಒಳಗಡೆ ಒಂದು ಪೂರ್ಣತೆಯು ಪ್ರಕಟವಾಗುತ್ತದೆ. ശുശ്രൂഷയിൽ ഒരു പൂർണ്ണത വെളിപ്പെടും. ಸೇವೆಯ ಒಂದು ಪೂರ್ಣತೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ചർച്ചിനകത്ത് ഒരു പൂർണ്ണത വെളിപ്പെടും. ಸಭೆಯ ಒಳಗಡೆ ಒಂದು ಪೂರ್ಣತೆ ಪ್ರಕಟವಾಗುತ್ತದೆ. ഹല്ലേലൂയ. നിന്റെ കുടുംബ ജീവിതത്തിനകത്ത് ഒരു പൂർണ്ണത വെളിപ്പെടും. ನಿನ್ನ ಕುಟುಂಬದ ಒಳಗಡೆ ಒಂದು ಪೂರ್ಣತೆ ಪ್ರಕಟವಾಗುತ್ತದೆ. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഒരു പൂർണ്ണത വെളിപ്പെടും. ವ್ಯಕ್ತಿಗತವಾಗಿರುವಂತಹ ಜೀವಿತದಲ್ಲಿ ಒಂದು ಪೂರ್ಣತೆ ಪ್ರಕಟವಾಗುತ್ತದೆ. പകൽ എത്ര പേര് തയ്യാറാ ಈ വിശ്വസിക്കാൻ? ಆಗಲ್ಲ ಜಾವದಲ್ಲಿ ಎಷ್ಟು ಜನ ಅದಕ್ಕೋಸ್ಕರ ಒಪ್ಪಿಸಿ ನಂಬುತ್ತೀರಿ? വിശ്വസിക്കുന്നവരാൽ ನಂಬುವರಿಂದ ഈ അടയാളങ്ങൾ ಈ സംഭവിക്കും. ಅತಿಶಯ ಕಾರ್ಯಗಳು ನಡೆಯುತ್ತವೆ. ഇന്ന് പകലിൽ കരമുയർത്തി കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചു പറ, ഞാൻ വിശ്വസിക്കാൻ തയ്യാറാ. ಈ ಆಗಲ ಜಾವದಲ್ಲಿ ಹಸ್ತಗಳನ್ನೆತ್ತು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಹೇಳಿರಿ, ನಾನು ನಂಬುವುದಕ್ಕೆ ಸಿದ್ಧನಾಗಿದ್ದೇನೆ. എന്റെ മേൽ ആ വിടുതലൊന്ന് കൈമാറണമേ. ಕರ್ತನೇ, ಆ ಬಿಡುಗಡೆಯನ್ನು ನನ್ನ ಮೇಲೆ ದಯಪಾಲಿಸು. ಯೇಸುವೇ, യോഗ്യനല്ല, ನಾನು ಯೋಗ್ಯನಲ್ಲ, അങ്ങ് യോഗ്യതയുള്ള ദൈവമാണ്. ನೀವು ಯೋಗ್ಯತೆ ಇರುವ ದೇವರಾಗಿದ್ದೀರಿ. അതുകൊണ്ട് എന്റെ മേൽ അത് കൈമാറണമേ. ಕರ್ತನೇ, ಆದುದರಿಂದ ಅದನ್ನು ನನ್ನ ಮೇಲೆ ಹಸ್ತಾಂತರಿಸಿರಿ. ഹല്ലേലൂയ, ಹಾಲೆಲೂಯಾ, ഹല്ലേലൂയ. ಆಮೆನ್. എത്ര പേര് തയ്യാറാ വിശ്വസിക്കാൻ? ಎಷ್ಟು ಜನ ಸಿದ್ಧರಿದ್ದೀರಿ ನಂಬುವುದಕ್ಕೆ? എത്ര പേർക്ക് ആഗ്രഹമുണ്ടത്? ಎಷ್ಟು ಜನರಿಗೆ ಅದು ಬಯಕೆ ಇದೆ? ദൈവത്തോടൊന്ന് പറയാൻ കഴിയട്ടെ. ದೇವರ ಹತ್ತಿರ ಅದು ಹೇಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗಲಿ. ഞാൻ യോഗ്യനല്ലപ്പാ, ನಾನು ಯೋಗ್ಯನಲ್ಲ ಕರ್ತನೆ, അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ യോഗ്യനല്ല, ನಿಮ್ಮ ಪ್ರೀತಿಗೆ ನಾನು ಯೋಗ್ಯನಲ್ಲಪ್ಪ, അങ്ങയുടെ കരുതലിന് ഞാൻ യോഗ്യനല്ല, ನಿಮ್ಮ ಸಂತೈಸುವಿಕೆಗೆ ನಾನು ಯೋಗ್ಯನಲ್ಲ, അങ്ങയുടെ ആശ്ലേഷണത്തിന് ഞാൻ യോഗ്യനല്ല. ನಿಮ್ಮ ಪ್ರೀತಿಗೆ ನಾನು ಯೋಗ್ಯನಲ್ಲ. ഇന്ന് പകൽക്കാലം അങ്ങ് ഒന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. ನೀವು ಇದಾಗಲ್ಲ ಜಾವದಲ್ಲಿ ಒಂದು ಆ ಮಾತು ಆಜ್ಞಾಪಿಸಿದರೆ ಮಾತ್ರ ಸಾಕು. പകൽക്കാലം നീ തുറന്നു പറയാൻ തയ്യാറാകുന്നുവെങ്കിൽ, ನೀನು ಇಂದು ಆಗಲ್ಲ ಜಾವದಲ್ಲಿ ಬಿಚ್ಚಿ ಹೇಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾದರೆ യേശു നിന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ಯೇಸು ನಿನ್ನ ಕುರಿತಾಗಿ ಸಾಕ್ಷ್ಯ ಹೇಳುತ್ತಾರೆ. നിന്നെ കുറിച്ച് ഒരു സാക്ഷ്യം വെളിപ്പെട്ടാൽ, ನಿನ್ನ ಕುರಿತಾಗಿ ಒಂದು ಸಾಕ್ಷ್ಯ ಪ್ರಕಟವಾದರೆ ചരിത്രത്താളുകളിൽ ഇടം പിടിക്കും. ನಿನ್ನ ಚರಿತ್ರದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟವನಾಗಿರುತ್ತಿ. നിന്റെ ചരിത്രം മാറും. ನಿನ್ನ ಚರಿತ್ರ ಬದಲಾವಣೆಯಾಗುತ್ತದೆ. അവൻ നിന്റെ ചരിത്രത്തെ മാറ്റും. ದೇವರನ್ನ ಚರಿತ್ರೆಯನ್ನು ಬದಲಾವಣೆಗೊಳಿಸುತ್ತಾರೆ. മറ്റ് പല ശതാധിപന്മാരും ಇನ್ನು ಇತರ ಸಹಸ್ರಾಧಿಪತಿಗಳು അല്ലെങ്കിൽ മറ്റ് പല ശ്രേഷ്ഠന്മാരും ಇನ್ನು ಇತರ ಶ್ರೇಷ್ಠರು കഫർനഹൂമിൽ ഉണ്ടായിരുന്നിട്ടും ಕಪೆರ್ನಹೂಮಲ್ಲಿ ಇದ್ದಾಗಲೂ ಕೂಡ അവരെയൊക്കെ മാറ്റിയിട്ട് ಅವರನ್ನೆಲ್ಲ ದೂರ ನಿಲ್ಲಿಸಿ, എന്തുകൊണ്ട് ഇവനെ പുസ്തകത്തിൽ ദൈവം എഴുതി ചേർത്തു? ಯಾಕೆ ಈತನ ಕುರಿತಾಗಿ ಸತ್ಯವೇದದಲ್ಲಿ ಬರೆಯಲ್ಪಟ್ಟಿತು? ദൈവ മുമ്പാകെയുള്ള തുറന്നു പറച്ചിൽ, ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿರುವಂತಹ ತೆರೆದ ಒಪ್ಪಿಸುವಿಕೆ, ദൈവ മുമ്പാകെയുള്ള സമർപ്പണ, ದೇವರ ಮುಂದೆ ಇರುವಂತಹ ಸಮರ್ಪಣೆ. ഇന്ന് പകൽക്കാലം ദൈവം ആഗ്രഹിക്കുന്ന ഒരു സമർപ്പണം നിന്റെ അകത്തു നിന്ന് പുറത്തു വന്നാൽ, ದೇವರು ಬಯಸುವ ರೀತಿಯಾಗಿರುವಂತಹ ಒಂದು ಒಪ್ಪಿಸುವಿಕೆ ಸಮರ್ಪಣೆ ನಿನ್ನ ಒಳಗಡೆಯಿಂದ ಹೊರ ಬಂದರೆ ചരിത്രം മാറും. ಚರಿತ್ರ ಬದಲಾವಣೆಯಾಗುತ್ತದೆ. ഭവനത്തിനകത്ത് കെട്ടുപൊട്ടു. ಮನೆಯ ಒಳಗಿರುವಂತಹ ಕಟ್ಟುಗಳು ಮುರಿಯಲ್ಪಡುತ್ತವೆ. കരമടിച്ച് ಹಸ್ತಗಳನ್ನ ತಟ್ಟಿ ಹಸ್ತಗಳನ್ನ ತಟ್ಟಿ ದೇವರಿಗೆ ಮಹಿಮೆ ಸಲ್ಲಿಸಿರಿ. യെസ് മറ്റൊരു സഹോദരിയെ ഞാൻ വേഗത്തിൽ വെളിപ്പെടുത്തി പ്രാർത്ഥിപ്പാൻ വേണം താല്പര്യപ്പെടുന്നു. ಇನ್ನೊಂದು ಸಹೋದರನ ಮುಂದೆ ಪ್ರಕಟಪಡಿಸಿ ನಾನು ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದೇನೆ. ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ. സുറഫോനിക്യ സ്ത്രീ അല്ലെങ്കിൽ കനാന്യ ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ, ಕನಾನಿಯ ಜಾತಿ ಅಥವಾ ಅಂಶದಲ್ಲಿ ಸೇರಿದಂತಹ ಒಂದು ಹೆಂಗಸು, ഒരു സ്ത്രീ ഒരിക്കൽ യേശുവിന്റെ മുമ്പിൽ വന്ന്, ಆ ಸಹೋದರಿ ಯೇಸುವಿನ ಮುಂದೆ ಬಂದು അവളോട് യേശുവിനോട് പറയുന്നു, ಯೇಸುವಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾಳೆ, യേശുവേ, എന്റെ മകൾക്ക് ഭൂതോപദ്രവമുണ്ട്.
ಯೇಸುವೆ, ನನ್ನ ಮಗಳಿಗೆ ದೆವ್ವದ ಉಪದ್ರವವಿದೆ, ದೆವ್ವು ಕಾಡ್ತಾ ಇದೆ. എന്റെ മകൾക്ക് ഒരു സൗഖ്യം ആവശ്യമാണ്. ನನ್ನ ಮಗಳಿಗೆ ಒಂದು ಬಿಡುಗಡೆ ಅವಶ್ಯಕವಾಗಿದೆ. ഉടനെ യേശു ആ വിഷയത്തോട് റെസ്പോണ്ട് ചെയ്തത് ಆಗ ಯೇಸು ಆ ವಿಷಯಕ್ಕೆ ತಕ್ಕ ಹಾಗೆ ಸ್ಪಂದಿಸಿದ್ದು ഇങ്ങനെയാണ്. ಈ ರೀತಿಯಾಗಿತ್ತು. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ಮಕ್ಕಳ ರೊಟ್ಟಿಗಳನ್ನು ತೆಗೆದು ನಾಯಿ ಮರಿಗಳಿಗೆ ಹಾಕುವುದು ಒಳ್ಳೆಯದಲ್ಲ. എന്നെ ചിന്തിപ്പിച്ചത് മറ്റൊന്നുമല്ല, ಅಥವಾ ನನಗೆ ಚಿಂತೆ ಮಾಡೋದಕ್ಕೆ ಪ್ರೇರೇಪಣೆ ಮಾಡಿದ ಬೇರೆ ಯಾವುದೂ ಅಲ್ಲ. യേശുവിന്റെ പ്രതികരണം വായിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു ബുദ്ധിമുട്ട് തോന്നും. ಯೇಸ್ವಾಮಿ ಅದನ್ನ ಪ್ರತಿಕ್ರಿಯೆ ಮಾಡಿದ್ದ ಅಥವಾ ಪ್ರತಿಕ್ರಿಯಿಸಿದ್ದು ಆ ಸಂಭಾಷಣೆಯನ್ನ ನಾವು ಕೇಳುವಾಗ ನನಗಾಗಲಿ ನಿಮಗಾಗಲಿ ಬೇರೆ ರೀತಿಯಾಗಿರುವಂತಹ ಒಂದು ಮನೋಭಾವ ಉಂಟಾಗುತ್ತದೆ. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നും യേശുവിന് മുഖപക്ഷം ഉണ്ടെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. ಆ ಭಾಗವನ್ನ ನಾವು ಓದುವಾಗ ಯೇಸ್ವಾಮಿ ಮುಖವನ್ನ ನೋಡಿ ಕಾರ್ಯಗಳನ್ನ ಮಾಡುವಂತ ದೇವರು ಎಂಬುದಾಗಿ ನಮಗೆ ನಾವು ಚಿಂತಿಸ್ತೇವೆ. ഇപ്പൊ ഞാനോ നിങ്ങളോ ಈಗ ನಾನೋ ನೀವೋ ആയിരുന്നുവെങ്കിൽ, ಆಗಿದ್ದರೆ, ഇപ്പൊ ഒരു ദേവദാസൻ വന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോ ಒಂದು ದೇವರ ಸೇವಕರು ಬಂದು ಅವರ ಹತ್ರ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ಹೋಗುವಾಗ ആവേശത്തോടെ ആയിരിക്കും ചെല്ലുന്നേ, ಬಹಳ ಉತ್ಸಾಹದಿಂದ ನೀವು ಅವರ ಹತ್ರಕ್ಕೆ ಹೋಗ್ತಿದ್ದೀರಿ. എന്നാൽ ചെന്ന് കഴിയുമ്പോ ಆದರೆ ಅವರ ಹತ್ತಿರಕ್ಕೆ ಹೋದಾಗ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടാണ് ആ ദേവദാസന്റെ പ്രതികരണമെങ്കിൽ, ನೀವು ಬಯಸುವುದಕ್ಕಿಂತಲೂ ವ್ಯತ್ಯಾಸವಾಗಿ ಆ ದೇವರ ಒಡನಾಟ ನಿಮ್ಮ ಸಂಗಡ ಇದ್ದರೆ നമ്മൾ അവിടെ നിൽക്കുവോ? ನೀವಲ್ಲಿ ನಿಲ್ತಿರೋ? നമ്മൾ ചെല്ലുന്നത് സൗഖ്യത്തിന് വേണ്ടിയാ. ನಾವು ಹೋಗುವಂತದೊಂದು ಸೌಖ್ಯಕ್ಕೋಸ್ಕರ. അദ്ദേഹം പറ, നീ പോ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല. ಅವರು ಹೇಳುವುದು, ನೀನು ಹೋಗು, ನಾನು ನಿನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಿಲ್ಲ. അല്ലെങ്കിൽ അദ്ദേഹം പറയും, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവനെ നിയോഗിക്കുന്നില്ല, ನಿನಗೋಸ್ಕರ ಪ್ರಾರ್ಥನೆ ಮಾಡೋದಕ್ಕೆ ದೇವರ ಆತ್ಮ ನನಗೆ ಅನುಮತಿಸುವುದಿಲ್ಲ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്റെ അകത്തും നിങ്ങളുടെ അകത്തും ഭയങ്കര വിഷമം തോന്നും. നമ്മൾ പതുക്കെ ഇങ്ങ് മാറും. ಆ ರೀತಿಯಾಗಿರುವಂತಹ ಮಾತುಗಳನ್ನೆಲ್ಲ ಕೇಳುವಾಗ ನನ್ನೊಳಗೆ ನಿಮ್ಮೊಳಗೆ ಬಹಳ ನೋವುಂಟಾಗಿ ನಾವು ಆ ಹಂತದಿಂದ ಅಥವಾ ಆ ಸ್ಥಳದಿಂದ ನಾವು ಮೆಲ್ಲ ಹಿಂದಕ್ಕೆ ಸರಿಯುತ್ತೇವೆ. അതുപോലെ തന്നെ ಅದೇ ರೀತಿಯಾಗಿ ഈ സ്ത്രീയോട് യേശു പറയുന്നു, എന്നെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ വേറെ ആർക്കും വേണ്ടി അയച്ചിട്ടില്ല. ಯೇಸ್ವಾಮಿ ಹೆಂಗಸಿಗೆ ಹೇಳ್ತಾ ಇದ್ದಾರೆ, ತಪ್ಪಿ ಹೋಗಿರುವಂತಹ ಕಾಣದೆ ಹೋಗಿರುವಂತಹ ಕುರಿಗಳ ಬಳಿಗೆ ಅಲ್ಲದೆ ಬೇರೆ ಯಾರ ಬಳಿಗೂ ನನ್ನನ್ನು ಕಳುಹಿಸಿಲ್ಲ ಎಂಬುದಾಗಿ. അല്ലെങ്കിൽ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ಇಲ್ಲದಿದ್ದರೆ ಮಕ್ಕಳ ರೊಟ್ಟಿಗಳನ್ನು ತೆಗೆದು ನಾಯಿ ಮರಿಗಳಿಗೆ ಹಾಕುವುದು ಒಳ್ಳೆಯದಲ್ಲ. ഇത് കേട്ട മാത്രമല്ല, ഈ സ്ത്രീയുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ಇದು ಕೇಳಿದ ಕ್ಷಣವೇ ಆ ಹೆಂಗಸು ಹೇಳಿದಂತಹ ಆ ಹೆಂಗಸಿನ ಪ್ರತಿಕರಣ ನೀವು ಕೇಳಿದ್ದೀರಾ? യേശു പറഞ്ഞ് നിർത്തിയിടത്ത് ഇവള് തുടങ്ങി. ಯೇಸ್ವಾಮಿ ಹೇಳಿ ಅಥವಾ ಮಾತನಾಡಿ ನಿಲ್ಲಿಸಿದ ಕ್ಷಣದಲ್ಲಿ ಆ ಸ್ಥಳದಲ್ಲಿ ಈ ಹೆಂಗಸು ಮಾತನಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸಿದಳು. ഇവള് പറഞ്ഞു, അതേ യജമാനനെ. ಇವಳು ಹೇಳಿದ್ದು, ಹೌದು ಯಜಮಾನನೇ, നായ്ക്കുട്ടികളും മക്കളുടെ അപ്പം നുറുക്കുകൾ തിന്ന് തൃപ്തരാകുന്നുണ്ടല്ലോ. ನಾಯಿ ಮರಿಗಳು ಮಕ್ಕಳ ರೊಟ್ಟಿ ತುಂಡುಗಳನ್ನ ತಿಂದು ತೃಪ್ತರಾಗುತ್ತವಲ್ಲವೇ? യേശുവിനെ അതിശയിപ്പിച്ച ഒരു വിശ്വാസത്തിന്റെ മറുപടി. ಯೇಸುವನ್ನ ಹಾಲೆಲೂಯ ಆ ರೋಮಾಂಚಗೊಳಿಸಿದಂತಹ ಅತಿಶಯಗೊಳಿಸಿದಂತಹ ಒಂದು ನಂಬಿಕೆಯ ಆಳ. മാതാവിന്റെ വിശ്വാസത്തിന്റെ ഒരു പദം, ഒരു പ്രവൃത്തി വെളിപ്പെട്ടപ്പോ, ಆ ತಾಯಿಯ ಮಾತಿನ ನಂಬಿಕೆಯ ಮಾತಿನ ಆ ಕಾರ್ಯ ಪ್ರಕಟವಾದಾಗ ഭവനത്തിന്റെ ഉള്ളറയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ട മകൾ സ്വതന്ത്രയായി. ಮನೆಯ ಒಳಗಡೆ ಬಂಧಿತಳಾದಿದ್ದಂತಹ ಮಗಳು ಬಿಡುಗಡೆ ಹೊಂದಿದಳು. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഏതെങ്കിലും മാതാപിതാക്കൾ ഇതിന്റെ നടുവിൽ നിലവിളിക്കുന്നുണ്ടെങ്കിൽ, ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯೊಂದಿಗೆ ಯಾವುದಾದರೂ ತಂದೆ ತಾಯಿಗಳು ಹಾಲೆಲೂಯ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಭಿನ್ನಯಿಸುವುದಾದರೆ, തലമുറ ഈ ഇരുട്ടിന്റെ മുറിക്കകത്ത് അടച്ചു കളഞ്ഞ മണ്ഡലത്തിൽ നിന്ന് തലമുറ പുറത്തു വരും. ಆ ಕತ್ತಲೆ ಮನೆಯೊಳಗೆ, ಕತ್ತಲೆಯ ಕತ್ತಲೆಯೊಳಗೆ ನಿನ್ನ ತಲೆಮಾರುಗಳನ್ನು ಬಂಧಿಸಿರುವುದಾದರೆ ಅದರಿಂದ ಆ ತಲೆಮಾರು ಹೊರಬರುತ್ತದೆ. വിശ്വാസത്തോടെ യേശുവിന്റെ വാക്കിനെ പ്രതികരിക്കാൻ തയ്യാറാകുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, ನಂಬಿಕೆಯೊಂದಿಗೆ ಯೇಸುವಿನ ಮಾತಿಗೆ ತಕ್ಕ ಹಾಗೆ ಸ್ಪಂದಿಸುವುದಕ್ಕೆ ನಿಮಗೆ ಸಾಧ್ಯವಾಗುವುದಾದರೆ തലമുറകൾ എഴുന്നേൽക്കാൻ തുടങ്ങും. ಅಲ್ಲಿ ಬಂಧಿತರಾಗಿರುವಂತಹ ತಲೆಮಾರುಗಳು ಎದ್ದು ಬರುವರು. പകൽക്കാലം മാതാപിതാക്കൾ യേശുവിന്റെ പദങ്ങളോട് പ്രതികരിക്കുന്നവരായി തീരട്ടെ. ಇಂದು ಆಗಲ ಜಾವ ತಂದೆ ತಾಯಿಗಳು ಯೇಸುವಿನ ಮಾತಿಗೆ ತಕ್ಕ ಹಾಗೆ ಸ್ಪಂದಿಸುವರಾಗಿರಲಿ. തലമുറകൾ പുറത്തു വരുന്നവരായി തീരട്ടെ. ತಲೆಮಾರುಗಳು ಹೊರಗೆ ಬರುವ ತಂದೆ ತಾಯಿಗಳಾಗಿ ಮಾರ್ಪಡಲಿ. യേശുവിനെ തൊടുന്നൊരു മറുപടി നിന്റെ അകത്തു നിന്ന് പുറത്തു വരട്ടെ. ಯೇಸುವನ್ನ ಮುಟ್ಟುವಂತಹ ಒಂದು ಸದುತ್ತರ ನಿನ್ನ ಒಳಗಿನಿಂದ ಹೊರಬರಲಿ. പ്രാർത്ഥിച്ച അടുത്ത ചില വിഷയങ്ങളുമായി ദൈവസന്നിധി നീ മല്ല് പിടിക്കാൻ തയ്യാറാകട്ടെ. ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಸದುತ್ತರ ಸಿಗದೇ ಇರುವಂತಹ ವಿಷಯಗಳೊಂದಿಗೆ ನೀನು ಯೇಸುವಿನೊಂದಿಗೆ ಹೋರಾಡುವುದಕ್ಕೆ ಪ್ರಾರಂಭಿಸು. പകലിൽ
ദൈവം അത് മാറ്റാൻ പോകുന്നു. ಈ ಹಗಲ ಜಾವದಲ್ಲಿ ದೇವರು ಅದನ್ನು ಬದಲಾವಣೆಗೊಳಿಸುತ್ತಾ ಇದ್ದಾರೆ. യേശു നിന്നുകൊണ്ട് അടുത്ത പദം പറയുന്നു. ಯೇಸು ನಿಂತು ಇನ್ನೊಂದು ಮಾತು ಹೇಳ್ತಾ ಇದ್ದಾರೆ. നീ പോക, ನೀನು ಹೋಗು, നിന്റെ വിശ്വാസ, ನಿನ್ನ ನಂಬಿಕೆ നിന്റെ മകളെ സൗഖ്യമാക്കിയിരിക്കുന്നു. ನಿನ್ನ ಮಗಳಿಗೆ ಸ್ವಸ್ಥತೆಯನ್ನು ಕೊಟ್ಟಿದೆ. യേശു കരം വെച്ചില്ല, ಯೇಸು ವಾಸ್ತವನ್ನಿಟ್ಟಿಲ್ಲ, യേശു ശാസിച്ചില്ല, ಯೇಸು ಗದರಿಸಿಲ್ಲ, യേശു ആ മകളെ കണ്ടില്ല. ಯೇಸು ಆ ಮಗಳನ್ನ ನೋಡಿಲ್ಲ. എന്നാൽ മാതാവിന്റെ വിശ്വാസത്തെ കണ്ടു. ಆದರೆ ತಾಯಿಯ ನಂಬಿಕೆಯನ್ನ ನೋಡಿದರು. മാതാവിന്റെ വിശ്വാസം യേശുവിനെ തൊട്ടു. ಆ ತಾಯಿಯ ನಂಬಿಕೆ ಯೇಸುವನ್ನು ಮುಟ್ಟಿತು. മാതാവിന്റെ വാക്ക് യേശുവിന്റെ വാക്കിനോട് പ്രതികരിച്ചു. ಆ ತಾಯಿಯ ಮಾತು ಯೇಸುವಿನ ಮಾತಿಗೆ ತಕ್ಕ ಹಾಗೆ ಸ್ಪಂದಿಸಿತು. പ്രതികരിച്ച മാത്രയിൽ തലമുറ പുറത്തു വന്നു. ಆ ಪ್ರತಿಕರಿಸಿದ ಮಾತ್ರೆಯಲ್ಲಿ ತಲೆಮಾರು ಹೊರಬಂತು. ഇന്ന് പകലിൽ ചില തലമുറകൾ പുറത്തു വരികയാ. ಈ ಹಗಲಲ್ಲಿ ಕೆಲವು ತಲೆಮಾರುಗಳು ಹೊರಬರುವುದಕ್ಕಿವೆ. പ്രാപിക്കുക. ಅದನ್ನು ಹೊಂದಿಕೊಳ್ಳಿರಿ. പകൽക്കാലം ദൈവം പറയുന്നു, ಈ ಹಗಲಲ್ಲಿ ದೇವರು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, പുതിയതൊന്നും ചെയ്യാൻ പോകുന്നു. ನಾನು ಹೊಸದಾಗಿರುವಂತದನ್ನು ಮಾಡುವುದಕ್ಕಿದ್ದೇನೆ. അത് മനുഷ്യരുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. ಅದು ಮಾನುಷಿಕವಾಗಿರುವ ಚಿಂತೆಗೆ ದೊಡ್ಡದ ಅದಕ್ಕಿಂತಲೂ ಮಿಗಿಲಾಗಿದೆ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, ನಂಬುವವರಿದ್ದರೆ, ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഏറ്റെടുത്തോ. ನಂಬುವವರಿದ್ದರೆ ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯಿಂದ ಅದನ್ನು ಆರಿಸಿಕೋ. കടന്നു വന്നത് പോലെയല്ല, ನಾನು ಬಂದ ರೀತಿಯಾಗಿ ಅಲ್ಲ, നീ മടങ്ങി പോകുന്നത് ನಾನು ಹಿಂದಿರುಗು ಹೋಗುವುದು പൂർവാധിക ശക്തിയോടെ, ಹೊಸದಾಗಿರುವ ಶಕ್ತಿಯೊಂದಿಗೆ, പൂർവാധിക ബലത്തോടെ. ಹೊಸದಾಗಿರುವ ಬಲದಿಂದ. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. Praise the Lord. Praise the Lord. ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവരെ, ಗಮನಿಸಿರಿ ಪ್ರಿಯರೇ, മകളെ കണ്ടില്ല യേശു. ಯೇಸು ಆ ಮಗಳನ್ನು ನೋಡಿಲ್ಲ, ശാസിച്ചില്ല, ಗದರಿಸಿಲ್ಲ, അവിടെ മേൽ കൈവച്ചില്ല. ಅವಳ ಮೇಲೆ ಹಸ್ತವನ್ನಿಡಲಿಲ್ಲ. വ്യത്യസ്തമായ ഒരു വിടുതൽ ഇവിടെ നടക്കുകയാണ്. ವ್ಯತ್ಯಾಸವಾಗಿರುವಂತದ್ದು ಬಿಡುಗಡೆಯಲ್ಲಿ ನಡೆಯುತ್ತಾ എന്താ ಇದೆ. കാരണം? ಏನು ಕಾರಣ? പ്രതികരിക്കുന്ന ഒരു മാതാവ്, ಆ ಪ್ರತಿಕ್ರಿಯಿಸುವಂತಹ ಒಂದು ತಾಯಿ, വിശ്വസിക്കുന്ന ഒരു മാതാവ്, ಆ ನಂಬುವಂತಹ ಒಂದು ತಾಯಿ, കരയുന്ന ഒരു മാതാവ്. ಅಳುವಂತಹ ಒಂದು ತಾಯಿ. ഇന്ന് പകൽക്കാലം ഞാൻ മാതാപിതാക്കളോട് ഒരു ദൂത് പറയട്ടെ. ಈ ಹಗಲ ಜಾವದಲ್ಲಿ ತಂದೆ ತಾಯಿಗಳಿಗೆ ನಾನು ಸಂದೇಶವನ್ನು ಹೇಳುತ್ತೇನೆ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് ആത്മാവ് ദൂത് കൈമാറുന്നു. ನನ್ನನ್ನು ಕೇಳುತ್ತಿರುವಂತಹ, ನನ್ನ ಮಾತುಗಳನ್ನು ಕೇಳುತ್ತಿರುವಂತಹ ತಂದೆ ತಾಯಿಗಳಿಗೆ ದೇವರಾತ್ಮನು ಸಂದೇಶವನ್ನು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. കരയുന്നവളാണോ? ನೀನು ಅಳುತ್ತಿರುವವಳು, നിലവിളിക്കുന്നവളാണോ? ನೀನು ಕೂಗುವವಳು, പ്രതികരിക്കുന്നവളാണോ? ಪ್ರತಿಕ್ರಿಯಿಸುವವಳಾಗಿದೆಯೋ? നിന്റെ തലമുറ തകരാൻ ദൈവം അനുവദിക്കത്തില്ലെന്നേ. ತಲೆಮಾರುಗಳು ಒಡೆದು ಹೋಗುವುದಕ್ಕೆ ದೇವರು ಅನುಮತಿಸುವುದಿಲ್ಲ. ഈ പകൽക്കാലം വിശ്വസിക്കുന്നവർ ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, ಈ ಹಗಲ ಜಾವದಲ್ಲಿ ನಂಬುವವರು ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. ആത്മാവിലൊന്ന് പ്രതികരിക്കാൻ തയ്യാറായിക്കോ. ಆತ್ಮದಲ್ಲಿ ಪ್ರತಿകരിಸುವುದಕ್ಕೆ ನೀನು ಸಿದ್ಧನಾಗು. ദൈവം ചില ശൂന്യതകളെ പണിയോ. ದೇವರು ಕೆಲವು ಶೂನ್ಯತೆಗಳನ್ನ ಮೇಲೆ ಕಾರ್ಯ ಮಾಡುವರು. ദൈവം ചില അടയാളങ്ങൾ ചെയ്യൂ. ದೇವರು ಕೆಲವು ಗುರುತುಗಳನ್ನು ಕೊಡುವರು. ഹല്ലേലൂയ. ಹಾಲೆಲೂಯಾ. വേറൊരാളെ കൂടെ വേഗത്തിൽ പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നു. ಒಬ್ಬರನ್ನು ಕೂಡ ಬೇಗನೆ ಪರಿಚಯಪಡಿಸುವುದಕ್ಕೆ ನಾನು ಬಯಸುತ್ತೇನೆ. ശിഷ്യന്മാരും പുരുഷാരത്തിന്റെ ഇടയിൽ കൂടി നടന്നു പോകുന്നു. ಯೇಸು ತನ್ನ ಶಿಷ್ಯರು ಜನ ಸಮೂಹದ ಮಧ್ಯದಲ್ಲಿ ನಡೆದು ಹೋಗುತ್ತಾ ಇದ್ದಾರೆ, ಹಾದು ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. യേശു നിൽക്കുന്നു. യേശു പറയുന്നു, എന്നെ ആരോ തൊട്ടു. ಆಗ ಯೇಸು ಅಲ್ಲಿ ನಿಂತು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, ನನ್ನನ್ನು ಯಾರೋ ಮುಟ್ಟಿದರು. എന്നെ ആരാ തൊട്ടത്? ನನ್ನನ್ನು ಯಾರೋ ಮುಟ್ಟಿದವರು, എന്നെ ആരോ സ്പർശിച്ചു. ನನ್ನನ್ನು ಯಾರೋ ಸ್ಪರ್ಶಿಸಿದರು. പ്രിയരെ ശ്രദ്ധിച്ച്, യേശു നടന്നു പോകുന്നത് പുരുഷാരത്തിന്റെ നടുവിൽ കൂടി. ಗಮನಿಸಿರಿ, ಯೇಸು ನಡೆದು ಹೋಗುತ್ತಾ ಇರುವಂತದ್ದು ಜನ ಸಮೂಹದ ಮಧ್ಯದಲ್ಲಿ. ഇങ്ങനെ നടക്കുമ്പോൾ ഒരുപക്ഷെ യേശുവും ഈ പത്രോസും യോഹന്നാനും ഒക്കെ ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ടുണ്ടായിരിക്കും. ಈ ನಡೆದು ಹೋಗುತ್ತಿರುವಂತಹ ಮಧ್ಯದಲ್ಲಿ ಯೇಸು, ಪೇತ್ರ, ಯೋಹಾನರು ಅವರ ಪರಸ್ಪರ ಈ ರೀತಿಯಾಗಿ ಮುಟ್ಟಿಕೊಂಡು ಹೋಗಿರಬಹುದು. ഇതിന്റെ നടുവിൽ യേശു പറയുന്നു, എന്നെ ആരോ തൊട്ടു. ಇದರ ಮಧ್ಯದಲ್ಲಿ ಯೇಸು ಹೇಳುತ್ತಿದ್ದಾರೆ, ನನ್ನನ್ನು ಯಾರೋ ಮುಟ್ಟಿದ್ದಾರೆ. ആരാ എന്നെ തൊട്ടേ? ಯಾರು ನನ್ನ ಮುಟ್ಟಿದ್ದು? ഉടനെ പത്രോസ് പറയുന്നു. ಆಗ ಕೂಡಲೇ ಪೇತ್ರನು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, യോഹന്നാൻ പറയുന്നു. ಯೋಹಾನನು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, യാക്കോബ് പറയുന്നു. ಯಾಕೋಬನು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ, അന്ത്രയോസ് പറയുന്നു. ಆಂದ್ರೇಯನು ಹೇಳುತ್ತಾ ಇದ್ದಾರೆ. ഈ ചോദ്യം വലിയ ഭയങ്കര പ്രയാസമാകുന്നു പറയാൻ. ಯಜಮಾನನೇ, ಈ ಪ್ರಶ್ನೆ ಬಹಳ ಉತ್ತರ ಕೊಡುವುದಕ್ಕೆ ಬಹಳ ಕಷ್ಟವಾಗಿದೆ. ಕಾರಣ ഈ തിരക്കിനിടയിൽ അങ്ങേ തൊട്ടത് ആരാണെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ಈ ಗುಂಪಿನ ಮಧ್ಯದಲ್ಲಿ ಯಾರು ನಿಮ್ಮನ್ನು ಮುಟ್ಟಿದ್ದು ಎಂಬುದಾಗಿ ಹೇಳುವುದಕ್ಕೆ ಸಾಧ್ಯವಾಗುವುದಿಲ್ಲ. ഒരുപക്ഷെ പത്രോസ് പറഞ്ഞു കാണും. ಒಂದು ವೇಳೆ ಪೇತ್ರನು ಹೇಳಿರಬಹುದು. അല്ലെങ്കിൽ എന്തിനും തിടുക്കം കൂട്ടുന്ന ആളാണല്ലോ പത്രോസ്. ಯಾವುದಕ್ಕೂ ಮುಂದಾಗುವಂತಹ ವ್ಯಕ್ತಿಯಾಗಿದ್ದಾರೆ ಪೇತ್ರನು. അതിന്റെ അടിസ്ഥാനത്തിൽ പത്രോസ് പറഞ്ഞു കാണും. ಅದರ ಆ ಒಂದು ವೀಕ್ಷಣದಲ್ಲಿ ನಮಗೆ ಹೇಳಬಹುದು, ಪೇತ್ರನು ಹೇಳಿರಬಹುದು, ഞാനായിരിക്കും തൊട്ടത്. ಗುರುವೇ, ನಾನಾಗಿರಬಹುದು ನಿಮ್ಮನ್ನು ಮುಟ್ಟಿದ್ದು. മാറോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ പറഞ്ഞു കാണും.
ಆತನ ಎದೆಗೆ ಹೊರಗಿರುವಂತಹ ಯೋಹಾನನು ಹೇಳಿರಬಹುದು, ഗുരു ഒരുപക്ഷെ ഞാനായിരിക്കും അങ്ങേ തൊട്ടത്. ಗುರು ಒಂದು ವೇಳೆ ನಾನಾಗಿರಬಹುದು ನಿಮ್ಮನ್ನು ಮುಟ್ಟಿರುವಂತದ್ದು. പ്രാർത്ഥിക്കുന്ന യാക്കോബ് പറഞ്ഞു കാണൂ, ಪ್ರಾರ್ಥನೆ ಮಾಡುವಂತ ಯಾಕೋಬನು ಹೇಳಿರಬಹುದು, ഒരുപക്ഷെ ഞാനായിരിക്കും അങ്ങേ തൊട്ടത്. ಒಂದು ವೇಳೆ ನಾನಾಗಿರಬಹುದು ನಿಮ್ಮನ್ನು ಮುಟ್ಟಿದ್ದು. പക്ഷെ യേശു പറയുന്നു, ಆದ್ರೆ ಯೇಸು ಹೇಳುತ್ತಿದ್ದಾರೆ, പത്രോസേ നീ അല്ല കേട്ടോ, ಪೇತ್ರನೇ ನೀನಲ್ಲ, മാറോട് ചേർന്നിരിക്കുന്ന യോഹന്നാനെ നീ അല്ല കേട്ടോ, ಎದೆಗೆ ಹೊರಗಿರುವಂತ ಯೋಹಾನನೇ ನೀನಲ್ಲ ನನ್ನನ್ನು ಮುಟ್ಟಿದ್ದು. പ്രാർത്ഥിക്കുന്ന യാക്കോബേ നീ അല്ല കേട്ടോ എന്നെ തൊട്ടേ, ಪ್ರಾರ್ಥನೆ ಮಾಡುವ ಯಾಕೋಬನೇ ನೀನಲ್ಲ ನನ್ನನ್ನು ಮುಟ್ಟಿದ್ದು, വേറെ ആരോ എന്നെ തൊട്ടു, ಬೇರೆ ಯಾರೋ ನನ್ನನ್ನು ಮುಟ್ಟಿದ್ದಾರೆ. അപ്പോ അവര് പറയൂ, അല്ല അല്ല അങ്ങ് ഞങ്ങൾ തന്നെ അങ്ങേ തൊട്ടത്. ಅಲ್ಲ, ಆಗ ಅವರು ಹೇಳ್ತಾರೆ, ಅಲ್ಲ ಅಲ್ಲ ನಾವೇ ನಿಮ್ಮನ್ನು ಮುಟ್ಟಿದ್ದು. പക്ഷെ യേശു പറയും, ಆದ್ರೆ ಯೇಸು ಹೇಳ್ತಾರೆ, നിങ്ങൾ എന്നെ തൊട്ട് കാണൂ, ನೀವು ನಮ್ಮನ್ನ ಮುಟ್ಟಿರಬಹುದು, പക്ഷെ എന്നെ തൊട്ടത് വ്യത്യസ്തമായിട്ടാ, ಆದ್ರೆ ನನ್ನನ್ನು ಮುಟ್ಟಿರುವಂತದ್ದು ವ್ಯತ್ಯಾಸವಾಗಿರುವ ರೀತಿಯಾಗಿ, നടുവിൽ വിശ്വാസം കൊണ്ട് എന്നെ തൊട്ടത്. ಇದರ ಮಧ್ಯದಲ್ಲಿ ನಂಬಿಕೆಯಿಂದ ನನ್ನನ್ನು ಮುಟ್ಟಿದ್ದಾರೆ. പത്രോസേ നീ തൊട്ടത് കരം കൊണ്ടായിരിക്കാം, ಪೇತ್ರನೇ ನೀನು ಮುಟ್ಟಿದ್ದು ಹಸ್ತದಿಂದಾಗಿರಬಹುದು, യാക്കോബേ നീ തൊട്ടത് കരം കൊണ്ടായിരിക്കാം, ಯಾಕೋಬನೇ ನೀನು ಮುಟ್ಟಿದ್ದು ಹಸ್ತದಿಂದಾಗಿರಬಹುದು, യോഹന്നാനെ നീ തൊട്ടത് കരം കൊണ്ടായിരിക്കാം, ಯೋಹಾನನೇ ನೀನು ಮುಟ್ಟಿದ್ದು ಹಸ್ತದಿಂದಾಗಿರಬಹುದು. എന്നാൽ ഇതിന്റെ നടുവിൽ ആരോ വിശ്വാസം കൊണ്ട് എന്നെ തൊട്ടു. ಆದರೆ ಇದರ ಮಧ್ಯದಲ್ಲಿ ಯಾರೋ ನಂಬಿಕೆಯಿಂದ ನನ್ನನ್ನು ಮುಟ್ಟಿದ್ದಾರೆ. ഞാൻ മറഞ്ഞിരിക്കാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയ സ്ത്രീ വെളിപ്പെട്ടു. ಅದು ಮರೆಯಾಗಿರುವುದಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ ಎಂಬುದಾಗಿ ತಿಳಿದಂತಹ ಆ ಹೆಂಗಸು ಮುಂದೆ ಬಂದರು. യേശു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, ಯೇಸು ಹೇಳಿದ ಆ ವಾಕ್ಯದ ದಸೆಯಿಂದ ನಾನು ಈ ಹೆಂಗಸಿಗೆ ಕೇಳಿದೆ, നീ എങ്ങനെ അവനെ തൊട്ടേ? ನೀನು ಹೇಗೆ ಅವರನ್ನು ಮುಟ್ಟಿದ್ದು? ഇവൾ എന്നോട് പറഞ്ഞു, ಆಗ ಅವರು ಹೇಳಿದ್ದು, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ളൊരു വിശ്വാസം. ಆತನ ವಸ್ತ್ರದ ಗೊಂಡೆಯನ್ನು ಮುಟ್ಟಿದರೆ ನನಗೆ ಬಿಡುಗಡೆಯಾಗುತ್ತದೆ ಎಂಬುದಾಗಿರುವಂತಹ ಒಂದು ನಂಬಿಕೆ അതെന്റെ കരത്തിൽ പ്രവർത്തിച്ചപ്പോ, ಅದು ನನ್ನ ಹಸ್ತದಲ್ಲಿ ಕಾರ್ಯ ಮಾಡಿದಾಗ, അതെന്റെ കരത്തിന്റെ പ്രവൃത്തിയായപ്പോ, ಅದು ನನ್ನ ಹಸ್ತಗಳಲ್ಲಿ ಕಾರ್ಯರೂಪವಾಗಿ ಬಂದಾಗ ഞാൻ അവനെ തൊട്ടു. ನಾನು ಆತನನ್ನು ಮುಟ್ಟಿದೆ. അവനെ തൊട്ട മാത്രമേ ಆತನ ಮುಟ್ಟಿದ ಕ್ಷಣವೇ 12 കൊല്ലം 12 ವರ್ಷಗಳ ಕಾಲ എന്റെ ചരിത്രത്തെ ನನ್ನ ಚರಿತ್ರೆಯನ್ನ തിരുത്തി ಅಲ್ಲಿ ಬದಲಾವಣೆಗೊಳಿಸಿತು. 12 വർഷത്തെ നഷ്ടത്തെ 12 ವರ್ಷಗಳ ಕಾಲದ ನಷ್ಟವನ್ನ ദൈവം ലാഭമാക്കി. ಇವನು ಲಾಭವಾಗಿ ಮಾರ್ಪಡಿಸಿದನು. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ ഇതിന്റെ നടുവിലുണ്ടോ? ಈ ಅಗಲ ಜಾವಲ್ಲಿ ನಂಬುವವರು ಇದರ ಮಧ್ಯದಲ್ಲಿ ಇದ್ದಾರೋ? വിശ്വാസം എന്നതോ ನಂಬಿಕೆಯೋ ആശിക്കുന്നതിന്റെ ഉറപ്പോ, ಭರವಸೆಯಿಂದಿರುವುದರ ನಿಶ್ಚಯವೋ, കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാകുന്നു. ಕಾಣದಿರುವವುಗಳ ಮೇಲಿರುವಂತಹ ನಿಶ್ಚಯ ದೃಢತೆಯೂ ಆಗಿದೆ. ഒരു പിതാവ് വിശ്വസിച്ചു ಒಂದು ತಂದೆ ನಂಬಿದರು പുനരുത്ഥാനത്തെ, ಆ ಪುನರುತ್ಥಾನವನ್ನ. ഒരു പിതാവ് വിശ്വസിച്ചു ಒಂದು ತಂದೆ ನಂಬಿದರು ദൈവം വിശ്വസ്തനെന്ന്, ದೇವರ ನಂಬಿಗಸ್ತನೆಂಬುದಾಗಿ. ദേഹസഹിതനായി ഞാൻ അവനെ കാണുമെന്ന്, ದೇಹದಿಂದಲೇ ನಾನು ಆತನನ್ನು ನೋಡುವನು ಎಂಬುದಾಗಿ. ശതാധിപൻ വിശ്വസിച്ചു ಒಂದು ಸಹಸ್ರಾಧಿಪತಿ ನಂಬಿದನು, ഞാൻ യോഗ്യനല്ലെന്ന്, ನಾನು ಯೋಗ್ಯನಲ್ಲ ಎಂಬುದಾಗಿ. ഒരു മാതാവ് വിശ്വസിച്ചു, ಒಂದು ತಾಯಿ ನಂಬಿದಳು, തലമുറ പുറത്തു വന്നു, ತಲೆಮಾರು ಹೊರಬಂತು. ഒരു സ്ത്രീ വിശ്വസിച്ചു, ಒಂದು ಹೆಂಗಸು ನಂಬಿದಳು. 12 വർഷത്തെ അവരുടെ ചരിത്രത്തെ ദൈവം മാറ്റി. 12 ವರ್ಷಗಳ ತನ್ನ ಜೀವನದ ಅನುಭವವನ್ನು ದೇವರು ಬದಲಾವಣೆ ಮಾಡಿದರು. പകൽക്കാലം നീ ഏതെങ്കിലും മേഖലയിൽ തകർന്നവനാണോ? ಇಂದು ಈಗಾಗಲೂ ಯಾವುದಾದ್ರೂ ಜೀವನದ ಹಂತದಲ್ಲಿ ನೀನು ಒಡೆದು ಹೋಗಿದವನಾಗಿದ್ದೀಯೋ? ഏതെങ്കിലും മേഖലയിൽ തകർന്നവളാണോ? ಯಾವುದಾದರೂ ಅಲ್ಲಿ ಜೀವನದ ಅನುಭವದಲ್ಲಿ ನೀನು ಜಜ್ಜಲ್ಪಟ್ಟವನಾಗಿದ್ದೀಯೋ? ഇതുവരെ ജീവിതത്തിൽ ഒരു സൗഖ്യം കാണാത്തവനാണോ? ಈವರೆಗೆ ನಿನ್ನ ಜೀವನದಲ್ಲಿ ಒಂದು ಬಿಡುಗಡೆಯನ್ನು ಕಾಣದೇ ಇದೆಯೋ? സൗഖ്യം കാണാത്ത സ്ത്രീയാണോ? ಸೌಖ್ಯ ಕಾಣದೇ ಇರುವಂತಹ ಒಂದು ಹೆಂಗಸಾಗಿದೆಯೋ? ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯೊಂದಿಗೆ ನೀನು ಪ್ರಾರ್ಥನೆ ಮಾಡು. എനിക്കറിയത്തില്ല, ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഈ ദൈവദാസന് അറിയത്തില്ല നിങ്ങളുടെ വിഷയം എന്താണെന്ന്. ನನಗೆ ಗೊತ್ತಿಲ್ಲ, ಭಾಷಾಂತರ ಮಾಡುವಂತಹ ಈ ಸೇವಕರಿಗೆ ಗೊತ್ತಿಲ್ಲ ನಿಮ್ಮ ವಿಷಯ ಏನು ಎಂಬುದಾಗಿ. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളെ വിവേചിച്ചറിയുന്ന ഒരു ദൈവം ഇതിന്റെ നടുവിലുണ്ട്. ಆದರೆ ನಿನ್ನ ಹೃದಯದ ಅಂತರಾಳವನ್ನ ಪರೀಕ್ಷಿಸುವಂತಹ ಒಂದು ದೇವರು ಇದರ ಮಧ್ಯದಲ್ಲಿದ್ದಾರೆ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിച്ചേ, ಪ್ರಿಯರೇ ಗಮನಿಸಿರೇ, വിശ്വസിച്ച് അബ്രഹാമിന് വേണ്ടി ഒരു ആട്ടുകൊറ്റനെ ഒരുക്കിയ ദൈവം, ನಂಬಿದಂತಹ ಅಬ್ರಾಹ್ಮನಿಗೋಸ್ಕರವಾಗಿ ಒಂದು ಟಗರನ್ನು ಸಿದ್ಧ ಮಾಡಿದಂತಹ ದೇವರು, വിശ്വസിച്ച ഇയ്യോബിന്റെ ജീവിതത്തിൽ വിടുതലുകളെ മടക്കി കൊടുത്ത ദൈവം, ನಂಬಿದ ಯೋಬನ ಜೀವಿತದಲ್ಲಿ ಬಿಡುಗಡೆಯನ್ನು ದಯಪಾಲಿಸಿದಂತಹ ದೇವರು, ശതാധിപന് വേണ്ടിയും ആ മാതാവിന് വേണ്ടിയും ആ സ്ത്രീക്ക് വേണ്ടിയും പ്രവർത്തിച്ച ദൈവം, ಆ ಸಹಸ್ರಾಧಿಪತಿಗೋಸ್ಕರವಾಗಿಯೂ ತಾಯಿಗೋಸ್ಕರವಾಗಿಯೂ ಆ ಹೆಂಗಸಿಗೋಸ್ಕರವಾಗಿಯೂ ಕಾರ್ಯ ಮಾಡಿದಂತಹ ದೇವರು പകലും നിനക്ക് വേണ്ടി പ്രതികരിക്കാൻ പോകുന്നു.
ಈ ಹಗಲು ನಿನಗೋಸ್ಕರವಾಗಿ ಪ್ರತಿಕ್ರಿಯೆ ಮಾಡುವುದಕ್ಕೆ ಆತನಿದ್ದಾನೆ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് ಒಂದು നിൽക്കാം. ನಿಮಿಷ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಿ ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಎದ್ದು ನಿಂತುಕೊಳ್ಳೋಣ. ദൈവത്തോട് പറ, നിങ്ങൾക്കൊരു സൗഖ്യം ആവശ്യമുണ്ട്, ದೇವರ സൗഖ്യം സന്നിധിಯಲ್ಲಿ ആവശ്യമുണ്ട് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് ഇതിന്റെ നടുവിൽ? ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಯಾರು ಹೇಳ್ತೀರಿ ನನಗೆ ಒಂದು ಸೌಖ್ಯ ಬಿಡುಗಡೆ ಅವಶ್ಯಕವಾಗಿದೆ, എന്റെ രോഗത്തിന്റെ മേൽ ഒരു വിടുതൽ എനിക്ക് ഇന്ന് പകൽക്കാലം ദൈവം കൈമാറണമെന്ന് ആവശ്യപ്പെടുന്നവർ എത്ര പേരുണ്ട് ഇതിന്റെ ನನ್ನ നടുവിൽ? ರೋಗದ ಮೇಲೆ ನನಗೆ ಒಂದು ಬಿಡುಗಡೆಯನ್ನ ದೇವರು ಕೊಡಬೇಕು ಎಂಬುದಾಗಿ ಬಯಸುವವರು ಎಷ್ಟು ಜನ ಇದ್ದಾರೆ? ദൈവം ആ വിടുതലിനെ എനിക്ക് കരത്തിൽ കൈമാറുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ದೇವರ ಆ ಬಿಡುಗಡೆಯನ್ನ ನನ್ನ ಹಸ್ತದಲ್ಲಿ ಒಪ್ಪಿಸಿದ್ದಾರೆ ಎಂಬುದಾಗಿ ನಂಬುವವರು ಎಷ್ಟು ಜನ ಇದ್ದಾರೆ? നിങ്ങളുടെ വലങ്കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ನಿಮ್ಮ ಬಲ ಹಸ್ತಗಳನ್ನ ಎತ್ತಿ ನೀವು ಪ್ರಾರ್ಥನೆ ಮಾಡಿ ಪ್ರಾರಂಭಿಸಿರಿ. ദൈവം ചിലതിനോട് പ്രവചിക്കുന്നു, ದೇವರು ಕೆಲವರ ಸಂಗಡ ಪ್ರವಾದನೆ ಮಾತುಗಳನ್ನ ನುಡಿಯುತ್ತಾ ಇದ್ದಾರೆ. ചില കുടുംബങ്ങളോട് പ്രവചിക്കുന്നു, ಕೆಲವು ಕುಟುಂಬಗಳ ಸಂಗಡ ಪ್ರವಾದನೆ ನುಡಿಗಳನ್ನ ಹೇಳ್ತಾ ಇದ್ದಾರೆ. ചില വ്യക്തി ജീവിതങ്ങളോട് പ്രവചിക്കുന്നു. ಕೆಲವು ವ್ಯಕ್ತಿಗಳ ಸಂಗಡ ಪ್ರವಾದನೆ ನುಡಿಗಳನ್ನ ಹೇಳ್ತಾ ಇದ್ದಾರೆ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ನಿನ್ನ ನಂಬಿಕೆ ನಿನ್ನನ್ನು ರಕ್ಷಿಸ್ತಾ ಇದೆ. ഹേ, അനക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ കാലുകളെ ബന്ധിച്ചോ? ನೀನು ಚಲಿಸಿದ ರೀತಿಯಾಗಿ ನಿನ್ನ ಪಾದಗಳನ್ನ ಬೆಂದಿಸಿದೆಯೋ? ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ കൽപ്പിക്കുക, ಈ ಅಗಲ ಜಾವದಲ್ಲಿ ನಂಬಿಕೆಯಿಂದ ನಿನ್ನ ಆಜ್ಞಾಪಿಸು. നിന്റെ മേൽ ആ സൗഖ്യം വെളിപ്പെടാൻ പോകുന്നു. ನಿನ್ನ ಮೇಲೆ ಆ ಸೌಖ್ಯವು ಪ್ರಕಟವಾಗುವುದಕ್ಕಿದೆ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ಒಂದು ನಿಮಿಷ ಎಲ್ಲ ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚಲಿ. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡುವುದಕ್ಕೆ ಮುಂದಾಗಲಿ. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ಒಂದು ನಿಮಿಷ ಎಲ್ಲ ಕಣ್ಣುಗಳು ದೇವರ ಸನ್ನಿಧಿಯಲ್ಲಿ ಮುಚ್ಚಿ കഴിവതും ആ കരങ്ങൾ വിടർത്തി ಸಾಧ್ಯವಾದಷ್ಟು ಹಸ್ತಗಳನ್ನ ಮೇಲಕ್ಕೆತ್ತಿ ഒരു നിമിഷം ഒന്ന് സമർപ്പിച്ചാട്ടെ. ಒಂದು ನಿಮಿಷ ಒಪ್ಪಿಸಿಕೊಡೋಣ. നഷ്ടപ്പെട്ട നിന്റെ വിശ്വാസം മടക്കി തരാൻ, ನಷ್ಟವಾಗಿರುವಂತ ನಿನ್ನ ನಂಬಿಕೆಯನ್ನು ತಿರುಗಿ ಕೊಡುವುದಕ್ಕೆ, പ്രാർത്ഥനാ ജീവിതം മടക്കി തരാൻ ಪ್ರಾರ್ಥನಾ ಜೀವಿತವನ್ನು ನಿನಗೆ ತಿರುಗಿಸುವುದಕ್ಕೆ ഇന്ന് പകൽ അവൻ ഇതിന്റെ നടുവിൽ ഇറങ്ങിയിട്ടുണ്ട്. ಈ ಹಗಲ ಜಾವದಲ್ಲಿ ಆತನು ನಿನ್ನ ಇದರ ಮಧ್ಯದಲ್ಲಿ ಬಂದಿದ್ದಾನೆ. ആത്മക്കണ്ണ് തുറന്ന് നീ അവനെ കാണുക, ಆತ್ಮದ ಕಣ್ಣುಗಳನ್ನ ತೆರೆದು ನೀನು ಆತನನ್ನು ನೋಡು. ക്രൂശിനെ കാണുക, ಆ ಶಿಲುಬೆಯನ್ನು ನೋಡು. യേശുവിനെ കാണുക, ಯೇಸುವನ್ನು ನೋಡು. പരിശുദ്ധാത്മാവിനെ കാണുക, ಪವಿತ್ರಾತ್ಮನನ್ನು ನೋಡು. പിതാവിനെ കാണുക. ತಂದೆಯನ್ನು ನೋಡು. ഇന്ന് പകൽ പ്രാർത്ഥിച്ചാട്ടെ. ಆಗಲು ಪ್ರಾರ್ಥನೆ ಮಾಡಿರಿ. പ്രിയ കർത്താവേ, ಪ್ರಿಯ ತಂದೆಯೇ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ನಾವು ಒಟ್ಟಾಗಿ ನಿಮ್ಮ ಪಾದ ಬಳಿಗೆ ಬಂದಿದ್ದೇವೆ ಸ್ವಾಮಿ. ജനത്തിനായി സ്തോത്രം. ಈ ಸರಿ ಬಂದಿರುವಂತ ಜನಕ್ಕಾಗಿ ಸ್ತೋತ್ರ. അനുഗ്രഹിക്കണം, ಆಶೀರ್ವದಿಸು ಸ್ವಾಮಿ. വിടുവിക്കണം. ಬಿಡುಗಡೆಗೊಳಿಸು ಕರ್ತನೆ. അവരുടെ വിഷയത്തിന്റെ മേൽ സ്വർഗം പ്രവർത്തിക്കണം. ಅವರ ವಿಷಯಗಳ ಮೇಲೆ ಪರಲೋಕವು ಕಾರ್ಯ ಮಾಡಬೇಕು. അത്ഭുതത്തിന്റെ ദൈവം ಅದ್ಭುತವನ್ನು ಮಾಡುವಂತಹ ದೇವರು ജീവിക്കുന്നു എന്ന് ಜೀವಿಸುತ್ತಾ ಇದ್ದಾರೆ ಎಂಬುದಾಗಿ ജനം ഇന്നു മുതൽ അറിയട്ടെ. ಜನರು ಇಂದಿನಿಂದ ತಿಳಿಯಲಿ ಕರ್ತನೆ. കുടുംബങ്ങൾ അറിയട്ടെ, ಕುಟುಂಬಗಳು ತಿಳಿಯಲಿ, സമൂഹം അറിയട്ടെ, ಸಮೂಹ ತಿಳಿಯಲಿ, സഭ അറിയട്ടെ. ಸಭೆ ತಿಳಿಯಲಿ ಕರ್ತನೆ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ಆಶೀರ್ವದಿಸಿ ನಾವು ಪ್ರಾರ್ಥನೆ പ്രാർത്ഥന ಮಾಡುತ್ತೇವೆ. കേൾക്കും. ಪ್ರಾರ್ಥನೆ ಕೇಳುತ್ತೇವೆ. എനിക്ക് ಮಹಿಮೆ ನಿಮಗೆ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ಯೇಸು ಸ್ವಾಮಿ ನಾಮದಲ್ಲಿ ಬಿಡ್ತೇವೆ. ആമേൻ, ಆಮೆನ್, ആമേൻ, ಆಮೆನ್, ആമേൻ. ಆಮೆನ್. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുകൊണ്ട് പറഞ്ഞാട്ടെ, ಹತ್ತಿರ ಇದ್ದವರನ್ನ ಮುಟ್ಟಿ ಹೇಳಿರಿ, കർത്താവ് വിശ്വസ്തൻ, ಕರ್ತನು ನಂಬಿಗಸ್ತನು, കർത്താവ് വിശ്വസ്തൻ, ಕರ್ತನು ನಂಬಿಗಸ್ತನು, കർത്താവ് വിശ്വസ്തൻ. കರ್ತನು ನಂಬಿಗಸ್ತನು. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ದೇವರು ನಮ್ಮೆಲ್ಲರನ್ನ ಆಶೀರ್ವದಿಸಲಿ.